सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गादा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. The most respected and the reverend dignitaries honored of the dais, my fellow principals, managers, school administrators, teachers, and my most beloved students from different schools came over to the very ceremonial monument of Kerala IAME Sabha Hall. First of all, I take this opportunity to welcome you all to the first edition of Kerala School Parliament, organized by Ideal Association for Minority Education. 1998 നിലവിൽ വന്ന കേരളത്തിലെയും കേരളത്തിന് പുറത്തുള്ള ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയായ ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷന്റെ ആഭിമുഖ്യത്തിൽ ഇതം പ്രഥമായി നടക്കുന്ന കേരള സ്കൂൾ പാർലമെന്റിലാണ് ഇപ്പോൾ നമ്മൾ സമ്മേളിച്ചിരിക്കുന്നത്. വളരെ സൗഭാഗ്യകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ചരിത്രത്തിൽ ഇടം നേടിയ, ചരിത്രം സൃഷ്ടിച്ച, കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ ഒരുപാട് പ്രതിഭാധനന്മാർ കേരളത്തിന്റെ മണ്ണിനും മനസ്സിനും വേണ്ടി വാക്കേറ്റം നടത്തിയ, കേരളത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് ഇന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏകദേശം 130ഓളം സ്കൂളുകളിൽ നിന്നായി എംഎൽഎമാരായും മന്ത്രിമാരായും ഇവിടെ എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികൾ സമ്മേളിച്ചിരിക്കുന്നത്. ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം ക്ലാസ് മുറിക്കകത്തു നിന്നുകൊണ്ട് മാത്രമല്ല, സ്കൂളിന്റെ 4 ചുവരുകൾക്കകത്തു നിന്നുകൊണ്ട് മാത്രമല്ല, മറിച്ച് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളുമായി, സമൂഹവുമായി ബന്ധപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. ആ ഒരു അവസ്ഥാവിശേഷം അവരെ നേരിൽ അറിയിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് നിയമനിർമ്മാണങ്ങൾ ഉണ്ടാവുന്നത്, നിയമസഭയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ജനാധിപത്യം ഏതു തരത്തിലാണ് പ്രവർത്തിക്കുന്നത്, ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ആധിപത്യം ഏതു തരത്തിലാണ് പ്രകടിപ്പിക്കുന്നത് എന്നിത്യാദി കാര്യങ്ങളിൽ കൃത്യമായ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് കേരള സ്കൂൾ പാർലമെന്റ് എന്ന് പറയുന്ന ഈ മഹത്തായ ഒരു സംവിധാനം IAME ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇന്നത്തെ ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടകനായി നമ്മോട് എത്താമെന്ന് ഏറ്റ് ഇവിടെ കൃത്യസമയത്ത് നമുക്ക് വേണ്ടി നമ്മോട് സഹകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് കേരളത്തിന്റെ പ്രഗത്ഭനായ സഹകരണ വകുപ്പ്, സഹകരണ ടൂറിസം ദേവസ്വം വകുപ്പ് മിനിസ്റ്റർ, കാര്യക്ഷമമായി ഒരു വകുപ്പിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കഴിഞ്ഞ വർഷങ്ങളിലായി നമുക്ക് കാണിച്ചു തന്ന, ജനമനസ്സുകളിൽ ഇടം നേടിയ ബഹുമാന്യനായ കടകംപള്ളി സുരേന്ദ്രൻ സാറാണ് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ IAMEക്ക് വേണ്ടി, IAMEയുടെ 400ഓളം സ്കൂളുകളിലെ 2 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അവരുടെ പാരന്റ്സിന് വേണ്ടി, ഈ കേരളത്തിന്റെ IAMEയുടെ ഭൂമിക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം, സന്തോഷപൂർവ്വം, ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തിന്റെ പ്രതിഭാധനനായ MP ശ്രീ ശശി തരൂർ അവർകൾ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഉന്നത വിദ്യാഭ്യാസ ന്യൂനപക്ഷകാര്യ വഖഫ് ഹജ്ജ് കാര്യക്ഷേമ മന്ത്രി ബഹുമാന്യനായ ഡോക്ടർ KT ജലീൽ നമ്മുടെ സാമാജികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് ഉദ്ഘാടന പരിപാടിയിൽ ആധ്യക്ഷം വഹിക്കുന്നത് IAME എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ഇത്തരം പരിപാടികളിൽ കർട്ടന് പിന്നിൽ നിന്നുകൊണ്ട് IAME കൃത്യമായി ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത്, പ്രസ്ഥാനത്തിന്റെ ഇംഗ്ലീഷ് മൂവ്മെന്റ് എന്നാണ്. മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചലിക്കുക എന്നാണ്. അപ്പൊ നിരന്തരമായിട്ട് IAME എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന IAME കരുത്തനായ എക്സിക്യൂട്ടീവ് ഡയറക്ടർ BPM ഇസ്ഹാഖ് സാർ ഇവിടെയുണ്ട്. അദ്ദേഹമാണ് ഈ പരിപാടിയിൽ ആധ്യക്ഷം വഹിക്കുന്നത്. ബഹുമാനപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായി വിവിധ സ്കൂളുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് IAME ഓൺലൈനായും ഓഫ്ലൈനായും IAME സ്കൂളുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ നമ്മുടെ നോഡൽ ഓഫീസർ അർഷാദ് പള്ളിപ്പാത്ത് സാർ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ ചീഫ് കൺട്രോളർ, ഇത്തരം പരിപാടികൾ നേരത്തെ നടത്തി പരിചയമുള്ള, നമുക്ക് ഇതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നത് ബഹുമാന്യനായ ബാബുരാജ് സാറാണ്. അദ്ദേഹത്തിന്റെ കഴിവും ആത്മാർത്ഥതയും ഇവിടെ പ്രശംസിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിനുള്ള നന്ദിയും ഇവിടെ ഞാൻ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ബാബുരാജ് സാറെ, ഈ പരിപാടിയിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ IAME മുഹമ്മദ് ഹനീഫ് അസേരി ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കേരള സ്കൂൾ പാർലമെന്റിന്റെ മറ്റൊരു കോർഡിനേറ്റർ കൂടിയായ മുഹമ്മദ് ദിൽഷാദ് സാർ ഉണ്ട്. അവരെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക്, അതോടൊപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന രക്ഷിതാക്കൾ, അധ്യാപകർ, പ്രധാനാധ്യാപകർ, മാനേജേഴ്സ്, എല്ലാത്തിലുമുപരി കഴിഞ്ഞ 1-2 മാസങ്ങളിലായി ഈ അപൂർവ നിമിഷങ്ങൾക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന, ഈ സന്ദർഭത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, ഒരുപാട് പ്രിപ്പറേഷനുകൾ നടത്തി, ഒരുപാട് വിഷയങ്ങളിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും തയ്യാറാക്കി അത് നിരന്തരമായി പരിശീലിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾ ഇവിടെ എത്തിയിരിക്കുന്നു. ആ കുട്ടികളെ IAME ഏറ്റവും നല്ല നിറമുള്ള പുഷ്പങ്ങളെ ഈ പരിപാടിയിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ VPM ഇസ്ഹാഖ് സാറെ ഈ പരിപാടിയിലെ ആധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. ഗുഡ് മോർണിംഗ് ടു ആൾ. ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാർ, വേദിയിൽ ഉപവിഷ്ടരായ IAME ഓഫീസ് ബിയറേഴ്സ്, പുതിയ നേതാക്കൾ പിറവിയെടുക്കുന്ന, ചരിത്രങ്ങളേറെ തുടികെട്ടുന്ന നിയമസഭാ മന്ദിരം, നിങ്ങളുടെ പിറകിലും മുമ്പിലുമായി നിലകൊള്ളുന്ന ധാരാളം അനശ്വരരായ നേതാക്കൾ, കേരളത്തെ ഇളക്കിമറിച്ച, ഉഴുതുമറിച്ച സതീർത്ഥ്യരായ നേതാക്കൾ, അവരാണ് തീർച്ചയായും നിങ്ങളുടെ ഊർജമോ ഞാൻ മനസ്സിലാക്കുന്നു. വളരെ തിരക്കേറിയ ഒരു ഷെഡ്യൂളിലാണ് മന്ത്രി കടകംപള്ളി സാർ. വളരെ തിരക്കിനിടയിലും വിദ്യാർത്ഥികളുടെ ഈ വലിയൊരു എഫേർട്ടിന് സമയം അനുവദിച്ച സാറേ, ഞങ്ങളുടെ വലിയ സന്തോഷം അറിയിക്കുകയാണ്. നേതൃ പരിശീലനവും സർഗാത്മകമായ ഇടപെടലും സാധ്യമാണ്. ട്രഡീഷണൽ അപ്രോച്ച് മാറ്റിവരക്കുന്ന, പൂർണ്ണമായും പുതിയ സാധ്യതകളെ കണ്ടെത്തുകയാണ് കേരള സ്കൂൾ പാർലമെന്റ്. കഴിഞ്ഞ 2 മാസമായി വളരെ വലിയ പരിശ്രമങ്ങളിലാണ് നിങ്ങളൊക്കെ. ഇന്നത് നേരിട്ട് അനുഭവിക്കാനുള്ള ഭാഗ്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. കാസർഗോഡ് മുതൽ
ഇങ്ങ് അനന്തപുരി വരെയുള്ള സ്കൂളുകളിലെ 400ഓളം സ്കൂളുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിഭാശാലികളായ നേതാക്കളുടെ ഒത്തുചേരലാണ് കേരള സ്കൂൾ പാർലമെന്റ്. ഈ പ്രോഗ്രാമിനെ നന്നായി പ്രയോജനപ്പെടുത്തുവാനും ഭാവിയിലേക്കുള്ള വെളിച്ചമായും സ്വീകരിച്ചവരാണ് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അവരെ അനുഗമിച്ചെത്തിയിരിക്കുന്ന എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ്, അവരെ പിന്തുണച്ച പ്രിയപ്പെട്ട പേരൻസ്, എല്ലാവർക്കും സന്തോഷമറിയിച്ച് ഈ കേരള സ്കൂൾ പാർലമെന്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി അഭിമന്യരായ കേരളത്തിന്റെ സഹകരണം ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സാറെ ബഹുമാനപൂർവ്വം ക്ഷണിക്കും. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് IAME സംഘടിപ്പിക്കുന്ന കേരള സ്കൂൾ പാർലമെന്റിന്റെ ഈ ഉദ്ഘാടന സെഷനിൽ ഞാൻ സംബന്ധിക്കുന്നത്. ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഏതാണ്ട് 400ഓളം വിദ്യാലയങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ്, ലീഡേഴ്സാണ് ഇന്ന് ഈ സ്കൂൾ പാർലമെന്റിൽ സമ്മേളിക്കുന്നത്. നിങ്ങളിരിക്കുന്ന ഈ സഭ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ അവിശ്വസനീയമായ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സഭയാണ്. നിങ്ങൾക്കറിയാം, ഐക്യകേരളം രൂപപ്പെട്ടത് 1956 നവംബർ 1 ഐക്യകേരള പിറവിക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നത് നിങ്ങളുടെ പുറകെ ഏതാനും ചിത്രങ്ങളിൽ ഒന്നാമത്തെ ചിത്രം സഖാ VMSന്റേതാണ്. EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ഒരു ജനാധിപത്യ ഗവൺമെന്റാണ്, ജനകീയ ഗവൺമെന്റാണ് 57 തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നത്. ആ ഗവൺമെന്റിന് ഒരു വിശേഷം ഉണ്ടായിരുന്നത് ബാലറ്റ് പേപ്പറിലൂടെ ഒരു സംസ്ഥാനത്തോ രാജ്യത്തോ അധികാരത്തിൽ വരുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്ന സവിശേഷതയും ആ ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ചില തർക്കം അക്കാര്യത്തിലുണ്ട്. അതിന് തൊട്ട് മുമ്പ് ഒരു ചെറിയ രാജ്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നിരുന്നു എന്നുള്ള തർക്കമുണ്ടെങ്കിലും സാർവദേശീയമായിട്ട് അംഗീകരിക്കപ്പെടുന്നത് EMS നേതൃത്വം കൊടുത്തൊരു ഗവൺമെന്റാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് ഒരു ഇലക്ട്രൽ പ്രോസസ്സിലൂടെ, വോട്ടെടുപ്പിലൂടെ അധികാരത്തിൽ വന്നത്. ആ ഗവൺമെന്റ് വിശേഷം എന്ന് പറയുന്നത് കഷ്ടിച്ച് 2 പേരുടെ ഭൂരിപക്ഷ ഗവൺമെന്റ് ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ അവിസ്മരണീയമായിട്ടുള്ള ഒത്തിരി നിയമനിർമ്മാണങ്ങൾക്ക് ആ 2 വർഷം അധികാരത്തിലുണ്ടായിരുന്നു. 57 മുതൽ 59 വരെയാണ് ഗവൺമെന്റ് ഉണ്ടായിരുന്നത്. കേവലം 2 വർഷക്കാലം മാത്രം അധികാരത്തിലുണ്ടായിരുന്ന ഗവൺമെന്റ് കേരളത്തിന്റെ സാമൂഹിക വികാസത്തിൽ പുരോഗമനപരമായി ഈ സംസ്ഥാനത്തെ നയിക്കുന്നതിൽ, നിങ്ങൾ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ വിദ്യാഭ്യാസ രംഗത്ത് ജനാധിപത്യവൽക്കരണം സാധിച്ചെടുക്കുന്നതിൽ, എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭ്യമാകുന്ന ഒരു സാമൂഹിക നീതി രാജ്യത്ത് നടപ്പിലാക്കുന്നതിലൊക്കെ തന്നെ വളരെ നിർണായകമായിട്ടുള്ള, വളരെ ശക്തമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തിയ ഒരു സഭയായിരുന്നു, ഗവൺമെന്റ് ആയിരുന്നു അന്നത്തേത്. വിപ്ലവകരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒട്ടനവധി നിയമങ്ങൾ 57 തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വന്ന ഗവൺമെന്റ് നിയമസഭ സമ്മേളിച്ച സന്ദർഭത്തിൽ തന്നെ പാസ്സാക്കിയെടുക്കുകയുണ്ടായി. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് നിയമങ്ങൾ, അതിൽ ആദ്യം പാസ്സാക്കിയെടുത്ത നിയമം എന്ന് പറയുന്നത് കുടിയൊഴിപ്പിക്കൽ നിരോധിച്ചുള്ള നിയമമായിരുന്നു. അന്ന് കുടിയൊഴിപ്പിക്കുക എന്ന് പറയുന്നത് സർവ്വസാധാരണമായിരുന്നു. ജന്മിമാരുടെ ഒരു അവകാശമായിട്ട് അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. വർഷങ്ങളോളം, 10-50 വർഷം മാത്രമല്ല, 100-150 വർഷം തലമുറകളായി
ജന്മിമാരുടെ പുരയിടങ്ങളിൽ 2-3 സെന്റിനകത്ത് താമസിക്കുന്നതായിട്ടുള്ള പാവപ്പെട്ട കുടിയാന്മാരെ യാതൊരു കാരണവുമില്ലാതെ തന്നെ ഒഴിപ്പിച്ചു വിടുന്നതായിട്ടുള്ള, ഇറക്കി വിടുന്നതായിട്ടുള്ള, ഗുണ്ടകളും പോലീസും ഒക്കെ ചേർന്ന് ഇറക്കി വിടുന്നതായിട്ടുള്ള ഒരവസ്ഥാവിശേഷം കേരളത്തിൽ പൊതുവെ ഉണ്ടായിരുന്നു. ആ അവസ്ഥാവിശേഷത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു. ഗവൺമെന്റ് അധികാരത്തിൽ വന്ന 5-ാം പക്കം. അത് വിപ്ലവകരമായിട്ടുള്ള ഒരു നിയമമായിരുന്നു. കുടിയൊഴിപ്പിക്കൽ നിരോധിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ആരെയും തന്നെ കുടിയിറക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിയമം കൊണ്ടുവന്നു. പിന്നെ ആ നിയമസഭ പാസാക്കിയ പ്രധാനപ്പെട്ട നിയമമായിരുന്നു വിദ്യാഭ്യാസ നിയമം. ഇന്ന് കേരളം വിദ്യാഭ്യാസ രംഗത്ത് ഏറെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണെന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് 4 വയസ്സ് കഴിയുന്ന കുട്ടികൾ എല്ലാവരും അംഗനവാടിയിലെങ്കിലും പോകുന്നുണ്ട്. സാമ്പത്തിക ശേഷിയുള്ളവർ കിൻഡർഗാർട്ടനിലോ പ്ലേ സ്കൂളിലോ ഒക്കെ പോകുമ്പോൾ വളരെ സാധാരണക്കാരുടെ മക്കൾ, പാവപ്പെട്ടവരുടെ മക്കൾ അംഗനവാടിയിലെങ്കിലും പോകും. അവിടെ ടീച്ചറും ആയും പാട്ടും കളിയും ഭക്ഷണവും ഉറക്കമൊക്കെ ഉണ്ട്. കൂട്ടത്തിൽ അറിവിൻ്റെ തിരി കത്തിച്ചു വെക്കലും ഉണ്ട്. 5 വയസ്സ് കഴിയുന്ന കുട്ടികൾ സ്കൂളിൽ പോകാത്ത ഒരാളെപ്പോലും നമുക്ക് കേരളത്തിൽ കാണാൻ വേണ്ടി സാധിക്കില്ല. എത്ര റിമോട്ടായിട്ടുള്ള ഏരിയയിലാണെങ്കിലും ശരി. 5 വയസ്സ് കഴിഞ്ഞാൽ സ്കൂളിൽ പോവും, കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കും. അങ്ങനെ ചേർക്കാത്ത രക്ഷിതാവിനെ കൊടും കുറ്റവാളിയെ കാണുന്നത് പോലെ കാണുന്നൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത്, വിദ്യാഭ്യാസത്തിൻ്റെ ജനാധിപത്യവൽക്കരണം നടന്നൊരു സംസ്ഥാനമാണ് കേരളം. ഇന്ന് പരിശോധിക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ജനാധിപത്യപരമായിട്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം, സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം, സാർവത്രികമായിട്ടുള്ള വിദ്യാഭ്യാസം, ഏത് പാവപ്പെട്ടവൻ്റെ മക്കൾക്കും പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം, അത്തരം സൗകര്യം ഒരുക്കുന്നതിന് സഹായകരമായിട്ടുള്ള വിദ്യാഭ്യാസ നിയമം, ഒരുപക്ഷെ ആ വിദ്യാഭ്യാസ നിയമമായിരുന്നു, അന്ന് പാസ്സാക്കിയ നിയമമായിരുന്നു ആ ഗവൺമെൻറ് അട്ടിമറിക്കപ്പെടാനിടയായത്. വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് സഹിക്കുന്നൊരു കാര്യമായിരുന്നില്ല. ഭൂപരിഷ്കരണ നിയമം, ഭൂമിയുടെ ഉടമാവകാശം ഭൂമിയിൽ പണിയെടുക്കുന്നവർക്ക് എന്ന ചിന്തയോടുകൂടി കൊണ്ടുവന്ന നിയമം, ഇതൊക്കെ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വലിയ മാറ്റം രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളായിരുന്നു. ഇതെല്ലാം കൊണ്ടുവന്നത് കേവലം 2 വർഷം മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു. ആ നിയമങ്ങളെല്ലാം പാസ്സായ സഭയാണ് ഈ സഭ. ഒരുപാട് വാദപ്രതിവാദങ്ങൾ, പോരാട്ടങ്ങൾ, രാപകൽ. ഭൂപരിഷ്കരണ നിയമമൊക്കെ പാസ്സായത് ഞാൻ കേട്ടിട്ടുണ്ട്. വെളുപ്പാൻ രാവിലെയൊക്കെയാണ്. വെളുപ്പാൻ രാവിലെ 3 മണി 4 മണി വരെയൊക്കെ പരസ്പരം വാദിച്ചും ചർച്ച ചെയ്തും സംവാദങ്ങൾ നടത്തിയും സർഗപരമായിട്ടുള്ള നീക്കങ്ങളിലൂടെയൊക്കെ തന്നെ അത്തരം വിപ്ലവകരമായിട്ടുള്ള നിയമങ്ങൾ പാസാക്കിയ ഒരു നിയമസഭയാണ്. ഒരുപക്ഷെ ഇത്രയേറെ സുവർണ നിയമങ്ങൾ പാസാക്കിയ ഒരു നിയമസഭയും നമ്മുടെ രാജ്യത്ത് വരെ ഉണ്ടാവില്ല. അതാണ് ഈ നിയമസഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. സുവർണ നിയമങ്ങൾ തന്നെയാണ്. അത്തരം ഒരു നിയമസഭാ ഹാളിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രി ഉണ്ടാവും, പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും, മന്ത്രിമാരൊക്കെ ഉണ്ടാവും, നിയമസഭാ സാമാജികന്മാരുണ്ടാവും, വിവിധ വകുപ്പുകളെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കും, സംവാദങ്ങൾ ഉണ്ടാവും, നിയമനിർമ്മാണങ്ങൾ നടക്കുന്നുണ്ടാവും. അതെല്ലാം വളരെ ആകർഷകമാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനും അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനും നിങ്ങൾ ഓരോരുത്തരെയും നേരിൽ കാണാനും അവസരം ലഭിച്ചതിലുള്ള അതിയായ സന്തോഷം നിങ്ങളുമായിട്ട് ഞാൻ ആദ്യമേ പങ്കുവെക്കുകയാണ്. വിദ്യാഭ്യാസത്തിന്റെ പ്രഥമ ലക്ഷ്യം എന്താണെന്നുള്ള ചോദ്യമുണ്ട്. അതിന് മഹാത്മജിയുടെ വാക്കുകൾ കടമെടുത്താൽ വിദ്യാർത്ഥികളുടെ ബൗദ്ധിക നിലവാരം ഉയർത്തുന്നതല്ല, മറിച്ച് സാമൂഹിക സേവനത്തിന് അവരെ പ്രാപ്തരാക്കുന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രഥമ ലക്ഷ്യമെന്നാണ് ഗാന്ധിജി വിലയിരുത്തിയത്. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടായിരുന്നു. കുറെ ബുദ്ധിരാക്ഷസന്മാരെ സൃഷ്ടിക്കലാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം കരുതിയില്ല, രാഷ്ട്രപിതാവ് കരുതിയില്ല. അദ്ദേഹം പറഞ്ഞത് സാമൂഹിക സേവനത്തിന്, സമൂഹത്തെ സേവിക്കാൻ, നമ്മുടെ ചുറ്റുപാടുകളെ ശരിയായിട്ടുള്ള രൂപത്തിൽ നോക്കി കാണാൻ, അതിനെ പ്രാപ്തരാക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കലാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ഇതായിരുന്നു മഹാത്മാഗാന്ധിജിയുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാട്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരാൾക്ക് ചുറ്റും നടക്കുന്നതൊക്കെ തന്റെ ജീവിതത്തെയും ബാധിക്കുമെന്ന ബോധ്യമുണ്ടാകും. അത് 2 കണ്ണുകളും തുറന്ന് ചുറ്റുപാടുകൾ നോക്കുന്ന ഒരാൾക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ.
നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വിനയത്തോടു കൂടിയിട്ടുള്ള അപേക്ഷയാണ്, നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ചുറ്റുപാടുകൾ, ആ ചുറ്റുപാടുകളെ നമ്മുടെ ജീവിതത്തെയും ബാധിക്കുമെന്ന് ചിന്തിക്കുന്ന ഉത്തമ പൗരന്മാരായി നിങ്ങൾ ഓരോരുത്തരും പഠിച്ചിറങ്ങണം എന്നാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. സ്കൂൾ പാർലമെന്റുകൾക്ക് യഥാർത്ഥത്തിൽ ഇതിലും പ്രസക്തിയുള്ള ഒരു കാലം ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗൗരവത്തോടുകൂടി നമ്മുടെ ചുറ്റുപാടും കാണുന്ന വിഷയങ്ങളെ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടമാണിത്. ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഭാരതത്തിന്റെ 7 പതിറ്റാണ്ട് കാലത്തിലധികം നീണ്ട ചരിത്രത്തിലെ ഒരു സവിശേഷത നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൗരവതരമായിട്ടുള്ള ചർച്ചകൾക്കും സംവാദങ്ങൾക്കും സ്കൂൾ പാർലമെന്റ് പോലുള്ള വേദികൾ സർഗാത്മകമായി ഉപയോഗിക്കേണ്ട ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രം, ഞാൻ പറയാതെ തന്നെ ചിന്താശേഷിയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാഷ്ട്രീയ പ്രതിസന്ധികളിലേക്കും പൊതുവെ ഒരു അരക്ഷിതമായിട്ടുള്ള അവസ്ഥയിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദിനങ്ങളാണ്. ഇന്നിപ്പോ നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുമ്പോൾ, നിങ്ങൾ വളരെ സന്തോഷവാന്മാരായിട്ട് ഇവിടെ കൂടിയിരിക്കുമ്പോൾ, നമ്മുടെ രാജ്യത്തെ സ്ഥിതി എന്താ? രാജ്യത്തെ എല്ലായിടത്തും വിദ്യാർത്ഥി സമൂഹം തെരുവിലാണ്. നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, സർവകലാശാലകളിൽ, കോളേജ് ക്യാമ്പസുകളിൽ ഒക്കെ തന്നെ വിദ്യാർത്ഥികൾ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യവും വിളിച്ച് പ്ലക്കാർഡുകളുമേന്തി തെരുവിലേക്ക് ഇറങ്ങുന്ന വളരെ അവിശ്വസനീയമായിട്ടുള്ളൊരു കാഴ്ച നമ്മൾ കാണുകയാണ്. എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ തെരുവിലേക്ക് ഇറങ്ങാൻ ഇന്നിപ്പോൾ നിർബന്ധിതമായിരിക്കുന്നു? നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നതമായിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഭരണഘടന തന്നെയാണ്. മറ്റെല്ലാം അതിന് താഴെയാണ്. ഭരണഘടന തന്നെയാണ് രാജ്യത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നത്. മറ്റെല്ലാം വിശ്വാസങ്ങളാകട്ടെ, ആചാരങ്ങളാകട്ടെ, അനുഷ്ഠാനങ്ങളാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ നാം ദൈനംദിനം ഏർപ്പെടുന്നതായിട്ടുള്ള പ്രവൃത്തികളാകട്ടെ, നിയമവാഴ്ചയാകട്ടെ, എല്ലാം എല്ലാം ഭരണഘടനയുടെ താഴെയാണെന്ന് നമുക്ക് കൃത്യമായിട്ടും പറയാൻ വേണ്ടി സാധിക്കും. ആ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ അപകടകരമായ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലം. ഭരണഘടനയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ വേദപുസ്തകം എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് നമ്മുടെ രാജ്യത്ത്. രാജ്യത്തെ പൗരന്മാർ ഇപ്പൊ 132 എന്ന് പറയാം, 138 എന്ന് പറയുന്നുണ്ട്. കൃത്യമായിട്ടുള്ള കാനേഷുമാരി കണക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ഏതായാലും 132 കോടിയിലധികം വരുന്നതായിട്ടുള്ള പൗരന്മാരെ അവന്റെ അല്ലെങ്കിൽ അവളുടെ മതത്തിന്റെ പേരിൽ തരംതിരിക്കുന്ന ഒരു നിയമം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ നിർമ്മിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നതായിട്ടുള്ള പൗരത്വ ഭേദഗതി നിയമമെന്ന് നമ്മൾ എല്ലാവരും ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ സമീപകാലത്ത് ഏതെങ്കിലും ഒരു നിയമം രാജ്യവ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ പൗരത്വ ഭേദഗതി നിയമം തന്നെയാണ്. ഒരുപാട് നിയമങ്ങൾ ദിവസവും ദോശ ചുട്ടെടുക്കും പോലെ ഇന്ത്യൻ പാർലമെന്റിൽ ചുട്ടെടുക്കുന്നുണ്ട്. ഭരണഘടനയില് പ്രത്യേകമായിട്ട് അവകാശം നൽകിയിരുന്ന കശ്മീർ നൽകിയിരുന്ന ഭരണഘടനാപരമായിട്ടുള്ള പ്രത്യേക അവകാശം നിഷേധിച്ച നിയമം പാസ്സാക്കാനായിട്ട് 24 മണിക്കൂർ പോലും വേണ്ടി വന്നില്ല. 70 വർഷക്കാലം ഒരു രാജ്യം സംരക്ഷിച്ച ഒരു നിയമം മാറ്റിമറിക്കാൻ, അതിനെടുത്തു കളയാൻ, ഒരു സംസ്ഥാനത്തെ രണ്ടായി വിഭജിക്കാൻ ഒക്കെ തന്നെ യഥാർത്ഥത്തിൽ 24 മണിക്കൂർ പോലും ഒരു രാജ്യത്ത് ഭരണകക്ഷിക്ക് വേണ്ടി വന്നില്ല. അപ്പൊ അത്തരത്തിൽ ധാരാളം നിയമങ്ങൾ ചുട്ടെടുക്കുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഈ പൗരത്വ ഭേദഗതി നിയമം യഥാർത്ഥത്തിൽ ഇന്ത്യയിലെമ്പാടും എല്ലാ മനുഷ്യരും ചർച്ച ചെയ്യുന്ന നിയമമായിട്ട് മാറിയിട്ടുണ്ട്. പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല ഇതെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എല്ലാവരും ഭീതിയോടെ നോക്കിക്കാണുന്ന ദേശീയ പൗരത്വ രജിസ്റ്ററും പൗരത്വ ഭേദഗതി നിയമവും വർഗീയ അജണ്ടകൾ മാത്രം ലക്ഷ്യം വെച്ച് രാജ്യത്തിന്റെ അധികാരം നേടിയവർ പതിയെ പതിയെ തങ്ങളുടെ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. കശ്മീരിലും നാം കണ്ടത് ഇതുതന്നെയാണ്. അധികാരം നേടിയ ആദ്യ നാളുകളിൽ
ചരിത്ര ഗവേഷണ കൗൺസിൽ പുനഃസംഘടിപ്പിച്ചതിലും രാജ്യത്തിലെ പ്രധാന സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ ഇടപെട്ടപ്പോഴുമൊക്കെ ഭരണകൂടത്തിന്റെ ലക്ഷ്യം ഇതുതന്നെയായിരുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെപ്പോലുള്ള വളർന്നു വരുന്ന തലമുറയിലാണ് നമ്മുടെ രാജ്യം പ്രതീക്ഷ അർപ്പിക്കുന്നത്. നമ്മുടെ രാജ്യം എന്നും ഉയർത്തിപ്പിടിച്ചൊരു സംസ്കാരമാണ്. അത് നാനാത്വത്തിൽ ഏകത്വത്തിന്റെ സംസ്കാരമാണ്. വൈവിധ്യങ്ങളെ കോർത്തുപിടിച്ച് മഴവിൽ സൃഷ്ടിച്ച സംസ്കാരമാണ്. ഇന്നിവിടെ ജനാധിപത്യത്തിന്റെ മാതൃക അനുഭവിച്ച് മനസ്സിലാക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിർബന്ധമായി വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ഇന്ത്യൻ ഭരണഘടന. നിങ്ങളുടെ ഈ പ്രായത്തിൽ അത് പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് എനിക്കറിയാം. അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന പ്രായത്തിൽ നിങ്ങൾ മുഴുവനായി വായിച്ചാൽ മതി. പക്ഷേ ഭരണഘടനയുടെ ആമുഖം വളരെ ലളിതമാണ്. അത് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന അത്ര ലളിതമാണ്. അത് തുടങ്ങുന്നത് ഇന്ത്യയിലെ ജനങ്ങളായ നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാനത് നിങ്ങൾക്കായിട്ട് വായിച്ചു തരാം. ഇന്ത്യയിലെ ജനങ്ങളായ നമ്മൾ ഇന്ത്യയെ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുമെന്നും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് 1949 നവംബറിന്റെ ഈ 26-ാം ദിവസം ഈ ഭരണഘടനയെ ഐകകണ്ഠേന അംഗീകരിക്കുകയും അത് നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും നൽകുന്ന സമത്വത്തെ സംബന്ധിക്കുന്ന അടിവരയിട്ട പ്രഖ്യാപനമാണ്. അത് തുടങ്ങുന്നത് ഇന്ത്യയിലെ ജനങ്ങളായ നമ്മൾ എന്ന് പറഞ്ഞാണ്. അവസാനിക്കുന്നത് അത് നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ്. എന്നാൽ ഇന്നെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഭരണഘടനയുടെ ആമുഖം ഉയർത്തുന്ന കാതലായ മതനിരപേക്ഷാശയങ്ങൾ രാജ്യത്ത് തകർക്കപ്പെടുകയാണ്. ജനാധിപത്യ വ്യവസ്ഥിതി രാജ്യത്ത് വെല്ലുവിളിക്കപ്പെടുകയാണ്. അപ്പോൾ പ്രതിരോധിക്കാനായി ആദ്യം തെരുവിലിറങ്ങിയതിൽ ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹവും ഉണ്ടായിരുന്നു എന്ന് വരും തലമുറകളോട് നിങ്ങൾ അഭിമാനത്തോടെ പറയണം. ഡൽഹിയിൽ, മുംബൈയിൽ, പൂനെയിൽ, ചെന്നൈയിൽ, ബാംഗ്ലൂരിലൊക്കെ രാജ്യത്തെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെയാണ് പലയിടത്തും ക്രൂരമായ അടിച്ചമർത്തലിന് വിധേയരാകുന്നത്. വിദ്യാർത്ഥി സമൂഹത്തോടൊപ്പം രാജ്യത്ത് ചിന്തിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും പ്രക്ഷോഭത്തിനിറങ്ങുന്ന കാലമാണിത്. ചരിത്രകാരന്മാർ, കലാകാരന്മാർ, അധ്യാപകർ, ശാസ്ത്രജ്ഞന്മാർ, IT ജീവനക്കാർ ഒക്കെ ഈ പ്രതിരോധത്തിൽ ഇതിനകം അണിചേർന്നു കഴിഞ്ഞു. ഈ അവസരത്തിൽ ജനാധിപത്യ വ്യവസ്ഥിതി എന്താണെന്ന് പഠിക്കുന്നതും അത് സംരക്ഷിക്കുവാനായി നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കുവാനും ഈ സ്കൂൾ പാർലമെന്റ് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നാളെ ആരെങ്കിലും ഭാവിയിൽ ആരാകാനാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, പൈലറ്റ് ആകണം എന്നൊക്കെ പറയുന്നത് പോലെ ജനപ്രതിനിധിയാകണമെന്ന് പറയുവാനും നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഈ വേദി പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ നല്ല ചടങ്ങിൽ സംബന്ധിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം നിങ്ങളുമായി പങ്കുവച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി വിനയപുരസ്സരം അറിയിക്കുന്നു. എല്ലാവർക്കും എന്റെ നമസ്കാരം. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. മനോഹരമായിട്ടുള്ള സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്തോഷത്തിന്റെയും ക്രിസ്തുമസ് ആശംസകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഒരു ആദരവ് ബഹുമാന്യരായ നമ്മുടെ ഉദ്ഘാടകൻ മന്ത്രി അവർക്ക് നൽകുന്നു. I request everyone to give a standing oration to the minister. I request the Chief Minister and the Leader of Opposition to come to the dais. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നമ്മുടെ ബഹുമാന്യനായ മന്ത്രി തൽക്കാലത്തേക്ക് നമ്മുടെ യാത്ര പറയുന്നു.
മറ്റ് നടപടികളിലേക്ക് കടക്കുകയാണ്. We move on to the introductory note by Nodal Officer Mr. Arshad Pallipal. Good morning. Most respected Chairman of this today's very prestigious event, the Executive Director of IAME, Mr. VP Mishak sir. Center of attraction today is our chief guest, Honorable Minister Kadagampally Surendran sir, Mr. Kadar Karivanjal sir, Dilshad sir, Anif Asri, and our program faculty, Mr. Babraj sir, and all other ministers, MLAs, who are present over here. Very good morning to one and all. വളരെ സന്തോഷവും അഭിമാനവും നിറഞ്ഞ ഒരു നിമിഷമാണിന്ന്. എനിക്ക് രണ്ട് വികാരമാണ് ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത്. ഒന്ന്, IAME ഇത്ര നല്ലൊരു പ്രോഗ്രാമിൻ്റെ നോഡൽ ഓഫീസറായി എന്നെ തിരഞ്ഞെടുത്തതിലുള്ള സന്തോഷം. രണ്ടാമത്തത്, നിങ്ങളോടുള്ള അസൂയാണ്. EMSഉം അച്യുതമേനോനും കരുണാകരനും VK നായനാരൊക്കെ ഇരുന്ന കസേരയിൽ പുതിയ കാലത്തെ പോരാട്ടം ഏറ്റെടുക്കാൻ ഭാഗ്യം ലഭിച്ച വിദ്യാർത്ഥികളുടെ പ്രതിനിധികളാണ് ഇവിടെയുള്ളത്. നേരത്തെ നമ്മുടെ ബഹുമാന്യനായ മന്ത്രി സംസാരിച്ചപ്പോൾ അദ്ദേഹം അടിവരയിട്ടൊരു വാക്കുണ്ടായിരുന്നു. ഈ നിയമസഭയിൽ പുലരുവോളം സംവാദങ്ങൾ, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ ഒരുപാട് ബില്ലുകൾ പാസാക്കിയെടുത്തത്. ഭൂപരിഷ്കരണ നിയമം അദ്ദേഹം ഒരു ഉദാഹരണമായി പറഞ്ഞു. എന്നാൽ പുതിയ കാലത്ത് ഭരണകൂടം ചോദ്യങ്ങളെ ഭയപ്പെടുന്നു എന്നതാണ് സത്യം. ചോദ്യങ്ങളാണ് ജനാധിപത്യത്തിന്റെ ആണിക്കല്ല്. ഈ ജനാധിപത്യത്തിന്റെ വളർച്ചയ്ക്ക് നാം ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് ഭരണകൂടം നേരായ വഴിയിൽ സഞ്ചരിക്കുക. എപ്പോഴൊക്കെ ഭരണകൂടം വഴിവിട്ട് സഞ്ചരിക്കുന്നുവോ അപ്പോഴൊക്കെ ജനാധിപത്യത്തിന്റെ പരമാധികാരികളായ ജനങ്ങൾ ചോദ്യം ചെയ്യപ്പെടും, ചോദ്യം ചോദിക്കും. പക്ഷെ ഇന്ന് ചോദ്യം ചോദിക്കുന്നവരെ വായ മൂടിക്കെട്ടാൻ, ചോദ്യം ചോദിക്കുന്നവരുടെ രാജ്യദ്രോഹികളാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പുതിയ കാലത്തെ പോരാട്ടം തന്നെയാണ് നമ്മൾ നടത്തുന്നത്. അതാണ് നമ്മൾ JNUവിൽ നിന്ന് മുഴങ്ങിക്കേട്ടത്. അതുതന്നെയാണ് നമ്മൾ ജാമിയ മില്ലയിൽ നിന്ന് കേട്ടത്. അവിടെയാണ് ചാനൽ ചർച്ചയിൽ ലതീത ചോദിച്ചത്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ PGയും ഡിഗ്രിയും PhDയും ചെയ്യുന്ന ഞങ്ങളെ നിങ്ങൾ വിദ്യാഭ്യാസവും വിവരവും പഠിപ്പിക്കേണ്ട എന്ന് ആവർത്തിച്ചാണയിട്ട് പറയുന്നത്. അത്തരം പുതിയ കാലത്തെ നാളത്തെ രാജ്യത്തെ നയിക്കേണ്ട, അല്ലെങ്കിൽ നാളത്തെ ഭരണകൂടത്തെ നേരെ വഴിയിൽ സഞ്ചരിപ്പിക്കേണ്ട, അതല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പോളിസി മേക്കേഴ്സ് ആയിട്ടുള്ള തിങ്ക് ടാങ്കുകളായ IAME സ്കൂളിലെ റെപ്രസെന്റേറ്റീവുകളാണ് ഇന്ന് ഈ നിയമസഭാ ഹാളിൽ സമ്മേളിച്ചിരിക്കുന്നത്. നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചും ഉത്തരങ്ങൾ നൽകിയും ജനപക്ഷത്ത് നിന്നുകൊണ്ട് തിരുത്തലുകൾ നിർദ്ദേശിക്കാൻ ശ്രമിക്കുകയാണ്. വളരെ സന്തോഷവും അഭിമാനവുമുണ്ട് IAME ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചതിനും IAMEയുടെ ഭാഗമാകാൻ ഭാഗ്യം ലഭിച്ചതിനും. തീർച്ചയായും വളരെയേറെ എഫേർട്ട് ഇതിന്റെ പിന്നിലെടുത്തിട്ടുണ്ട്. ഇന്നത്തെ പ്രോഗ്രാമിന്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഈ മുമ്പിലിരിക്കുന്ന MLAമാരുടെ, മന്ത്രിമാരുടെ ചടുലമായ ഇടപെടലുകളും സംസാരവും ഒക്കെ ആയിരിക്കും. ഇനി അങ്ങോട്ട് നമുക്ക് റോളില്ല. ഇതിന്റെ സ്റ്റിയറിംഗ് നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ബാബുരാജ് സാർ വളരെ കൃത്യമായി ഇവിടെ എന്നാണ് ഇന്ന് നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി ആരംഭിക്കുകയും നന്ദി പ്രമേയ ചർച്ചയോടുകൂടി നമ്മൾ അതിന് തുടക്കം കുറിക്കുകയും അതിനുശേഷം ചോദ്യോത്തര വേളകൾ ആരംഭിക്കുകയും 34 ചോദ്യങ്ങളുമായി MLAമാരും ഭരണ പ്രതിപക്ഷത്തുള്ള MLAമാർ അവർക്ക് ഉരുളക്കുപ്പേരി എന്ന പോലെ മറുപടി നൽകാൻ തയ്യാറായി നിൽക്കുന്ന വളരെ ക്രിയേറ്റീവായിട്ടുള്ള മിനിസ്റ്റേഴ്സും ഗവർണറും സ്പീക്കറും ഒക്കെ നമ്മൾ ഈ സദസ്സിനെ ഇന്ന് വൈകുന്നേരം വരെ ലൈവാക്കി നിർത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ലഞ്ച് ബ്രേക്കിന് ശേഷം നടക്കേണ്ട ചടങ്ങ് ശൂന്യവേളയാണ്. അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ട് നോട്ടീസ് നൽകപ്പെടും. ആ നോട്ടീസിന്റെ മേലയിൽ നമ്മൾ ചർച്ച നടത്തും. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിക്കൊണ്ടും നിഷേധിച്ചുകൊണ്ടും ഉണ്ടാകുമ്പോൾ വാക്കൗട്ടുകൾ നടത്തും. അതിനുശേഷം നമ്മൾ സബ്മിഷൻ ഉന്നയിക്കപ്പെടും, ബില്ലുകൾ അവതരിപ്പിക്കപ്പെടും. ഇത്രയൊക്കെ പ്രോഗ്രാമുകൾ ഒരു 3:30 മണി ആകുമ്പോഴേക്കും നമ്മൾ വളരെ സജീവമായി ഈ നിയമസഭയെ, നേരത്തെ ഇസാഖ് സാർ പറഞ്ഞത്, ഉഴുതുമറിക്കും. നമ്മൾ അതിന് തയ്യാറായി എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് അനുമോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഈ പ്രോഗ്രാമിന് ആശംസ അറിയിച്ചുകൊണ്ട് IAME സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ബഹുമാനനായ
മുഹമ്മദ് അനീഫ് ഹസരിയെ ക്ഷണിക്കും. ഈ മഹത്തായ കേരള സ്കൂൾ പാർലമെന്റ് സമ്മേളനത്തിൽ ഒത്തുചേർന്നിട്ടുള്ള IAME ലീഡേഴ്സ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, അധ്യാപകർ, രക്ഷകർത്താക്കളെ, 2 സന്തോഷങ്ങളാണ് ഹർഷാദ് സാർ പങ്കുവച്ചത്. അതുപോലെ ഒരുപാട് സന്തോഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. ഒരെണ്ണം മാത്രം ഞാനിവിടെ പങ്കുവെക്കുകയാണ്. ഇന്നലെ ഈ സഭയുടെ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് ഈ ഹാള് സന്ദർശിച്ചപ്പോൾ ഓരോ ടേബിളിലും കൊത്തിവെച്ചിരിക്കുന്ന നാമങ്ങൾ നിങ്ങളുടെയൊക്കെയും മുന്നിൽ വളരെ വളരെ വർഷങ്ങൾ പിന്നിലേക്ക് ചിന്തകൾ, നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതാണ്. മരണപ്പെട്ടു പോയ KM മാണി സാറിൻ്റെ സീറ്റ് ഞാൻ ശ്രദ്ധിച്ചു. അതുപോലെ പല നേതാക്കളും, TK ഹംസ തുടങ്ങിയ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ രംഗത്തെ അധികാരന്മാരായ ആളുകളും ഇപ്പോൾ തന്നെ സാമാജികരായിട്ടുള്ള ആളുകളൊക്കെയും ഇരുന്ന സീറ്റുകൾ അവരുടെ പേരിൽ രേഖപ്പെടുത്തി തന്നെ നിങ്ങളുടെ മുന്നിലുണ്ട്. ഒരു ലൈവ് സെഷനിൽ ഇരിക്കുന്ന പ്രതീതിയിൽ വളരെയേറെ ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ ഒരു മന്ദിരത്തില് വളരെ ഔപചാരികമായി തന്നെ ഇരിക്കാനും ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി സഭാ നടപടികളുമായി മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അവസരം ഏറെ സന്തോഷജനകമാണ്. ഞങ്ങളെപ്പോലെയുള്ള സംഘാടകർക്ക്, സ്കൂളിന്റെ മേലധികാരികൾക്കൊക്കെയും ഏറെ സന്തോഷവും അതോടൊപ്പം അസൂയയും ഉള്ള ഈ സന്ദർഭത്തിൽ എല്ലാവിധ സന്തോഷങ്ങളും നിങ്ങൾക്ക് വേണ്ടി അറിയിച്ച് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. സഭാ നടപടികൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കൃത്യമായി പരിശീലനം നൽകി ഈ സഭ എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് വരച്ചു കാണിച്ചു തന്ന പ്രിയങ്കരനായ ബാബുരാജ് സാർ ഇനി സഭ നിയന്ത്രിക്കുന്നു. ബഹുമാനപൂർവ്വം സന്തോഷപൂർവ്വം ക്ഷണിക്കും. ഏറെ സന്തോഷം. മന്ത്രി പറഞ്ഞതും അഷ്റഫ് സാറും ഇതൊക്കെ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വല്ലാത്ത സൗഭാഗ്യ നിമിഷത്തിലാണ് നിങ്ങളെപ്പോഴുള്ളത്. അതാണ് നിങ്ങളുടെ മുന്നിലുള്ള ചില നെയിം ബോർഡുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന്. നിങ്ങളെ പരിശീലിപ്പിക്കാൻ കഴിഞ്ഞത് ഇവിടെ വരാൻ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. നമ്മൾ സമയം കുറച്ച് ലേറ്റായിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങോട്ടും കുറച്ച് ലേറ്റാവും നിങ്ങൾക്കറിയാം. ഉദ്ഘാടന സ്റ്റേഷൻ കുറച്ച് വൈകി പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒന്നും പറയാനൊന്നുമില്ല, കാരണം എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്, രാവിലെ ഒന്ന് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിലുള്ളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ആരാണ് എന്ന കൃത്യമായ ബോധ്യം ഉണ്ടാവുക. ആര് എന്നുവെച്ചാൽ ഞാൻ ഒരു MLA ആണെങ്കിൽ MLA, മന്ത്രിയാണെങ്കിൽ മന്ത്രി, അതിൻ്റെ ഒരു എല്ലാ ബോർഡിനെസ്സും അതൊരു ഉറപ്പും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ചെയ്യുമ്പോഴും അപ്പോൾ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്, ഒക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്. അതൊക്കെ നാളെ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി സാറ് പറഞ്ഞ പോലെ ചൂടേറിയ വാഗ്വാദങ്ങൾക്ക് ഈ ചുമരുകൾ സാക്ഷിയുണ്ട്. ഈ ചുമരുകൾക്കൊക്കെ ഈ ഓരോരുത്തരുടെ ശബ്ദം തങ്ങി നിൽക്കുന്നുണ്ട്. EMS പറയുമ്പോൾ വിക്കുണ്ട്, വിക്കുള്ള ശബ്ദം ഇവിടെയൊക്കെ ഉണ്ട്. ഖനാൻ സാറ് പറയുന്നത് വേറൊരു ശബ്ദമാണ്, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ ഓരോരുത്തരുടെ ശബ്ദവും ഇതിൻ്റെ എവിടേക്കോ തങ്ങി നിൽക്കുന്നുണ്ട്. അവരൊക്കെ നമ്മളെ ഇപ്പോൾ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇതാ നാളെയിലേക്കുള്ള കുട്ടികൾ, ഇതാ നമ്മുടെ നാടിനെ നയിക്കാനുള്ള നാളെയുടെ കുട്ടികൾ ഇതാ വന്നിരിക്കുന്നു. അവരിപ്പോൾ നിങ്ങളെയൊക്കെ നോക്കി പറയുന്നുണ്ടാവും. അതാണ് നിങ്ങൾക്ക് കിട്ടിയ വലിയ സൗഭാഗ്യം. ഈ സൗഭാഗ്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. പറഞ്ഞിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ടീ ബ്രേക്കിന് ശേഷമാണ് നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കാതെ വിചാരിച്ചുള്ളത്. കാരണം എന്നാൽ മാത്രമേ സമീപം കറക്റ്റാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു തരത്തിലും ഇതിൻ്റെ പെർഫോമൻസിൻ്റെ ബലം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കട്ടെ. വളരെ ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം എല്ലാവരെയും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. We are beginning of the democratic process of school leaders here in the IAME Sabha. Before we begin, we will take a break and come back again. At the same time, this is a proud moment
in today's country of India. Every campuses are outside for the upcoming new amendment coming up in the NRC, where you are here inside the parliament and talking about it. You know, the future of generation depends on the education. That also depends the new education policy. That also are going to be a major discussion here today. So that actually build the nation. So that also will be happening here. We have press, other people, society seeing you, your presentation, and you are the answer. You are the answer for lots of questions which the country is looking for. I'll let the ministry of the present see from you, model from you, and bring the change, and let it be a change-making day from here today. I wish all the very best to every ministers of the cabinet and members of the parliament and the chief minister, the governor, everyone. This may be a very rarest and the rare chances for the students of the school. Very rarely people in the students in the schools get chance to talk and have presentation. And within, only the limitation for you is the time. You cannot contest now. If you want a change, make a change, and want to contest an upcoming, the competitions, the election, you cannot because of the time. Only time is the restrictions, but upcoming next, maybe, once you are attained the 18 years of old, you will be able to cast your vote. But it will take again some time to contest, to be an MLA or MP. But that only coming a challenge for you, but that is not a challenge for you. That is the time for preparing yourself. You may not be coming in the hall, but you will be coming in the campuses, upcoming campuses. The campuses are waiting you. Now you can proud of the students community of the Kerala and India. They are protesting against the new policy bringing by the government. You see what's happening in different campuses, starting from the Jamia, moving into Delhi University and IAMU, Aligarh Muslim University, and most of the campuses, the young blood are looking at her, that is a question mark coming into the ministry, and they are looking at the biggest question mark. This is not the way to proceed ahead. The constitution is the base, and that will be there. We will be there to protest until the last moment of our life, and we do not have any problem of it. So the time gap before you contesting and coming into different stage, different positions on the seat, that is the time for preparation. We have nights. We must have sleepless nights. We are sending you are here today to practice and start beginning, and we are sending you back to campuses again. There are libraries in your schools and upcoming colleges. So those are the places where you have to start coming back. You must see Ambedkar. You must see Ambedkar and learn from. You must, stand for what the Nehruji has taught to and stand for it. What Mahatma Ji has stand for, and, we envision India, the future of India. The India, the upcoming, it was, the third world, it was the first country, but after the loot of the British government, 200 years, that became a third world country. And after the 5 years plans of Nehruji brought in, and that was becoming, and India and China was coming in a fast power and with lots of soft power. But last few years it was not that way. So what are we going to do is we will back to the future through you. So upcoming 5 or 7 years, that is our time to learn the world and bring. And what I'm doing here is we are going for a break for the tea, and we'll back. By the time you have to get back to your own positions, and we will start the proceedings of the day, and we will continue different sessions after the every sessions.
So I wish you all the best for every members of the house here, and get ready for the rest of the proceedings. Thank you very much. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गादा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. Honorable Speaker, Chief Minister, Ministers, Leader of Opposition and members. It is my honor and privilege to address this august body of representative of the people of Kerala, marking the beginning of the 14th session of the 14th Kerala Legislative Assembly. At the outset, I would like to express my pride and pleasure in saying that my government has been a beacon of hope. In a world of darkening clouds of casteism, communalism, and disruption of various hues, my government, upholding the constitutional values and strictly adhered to the task of furthering the noble values of secularism and pluralism in every walk of our social life. It is worth mentioning that my government has stood for gender equality, social justice, and the dignity of the toiling masses. It is scaled further heights in ushering in an era of enlightenment by rekindling the lights of Renaissance and inculcating a new sense of oneness in the minds of emerging generations. Time and again, we have pointed out that the imbalance caused by the detrimental effect of the unhealthy center-state relations in general and the fiscal relation in particular have put our state at a great disadvantage in furthering the advances it has already made in several sectors. So my government seeks a total restructuring of the center-state relations in such a way that it will enrich both the center and the state. It is rather unfortunate that the state has been penalized for achievements made in various fields such as health, education, and social well-being. As the state has progressed and achieved gains in these sectors, the center chose not to further aid these sectors, and the state is at a loss to understand the criteria with which the state is deprived of its rightful share in the amount of earmarked for these sectors. Our gains should not be a reason for the losses that we currently have to bear. The floods that submerged Kerala. My government has been serving the people of Kerala for the past 32 months. We have made significant achievement in many fields. We crossed the halfway of mark of our tenure. We have taken every effort to live up the expectations generated by our mandate despite the challenges posed by recent natural calamities of unprecedented nature. As all of us are aware of, state was lashed by territorial rains during 15 to 17 August 2018. Many parts of Kerala received 3,000 to 4,000 millimeter rain.
resulting in the worst ever flood since 1924 in the 100-year history of Kerala. The heavy rainfalls and overflowing rivers submerged many parts of the state and triggered several landslides. As many as 1,259 out of 1,664 villages spread across 14 districts were affected, resulting in displacement of 1.4 million people to 12,253 relief camps. Despite Herculean efforts, 435 precious lives were lost. My government mobilized all its resources to rescue people and provide relief. Lakhs of young volunteers descended into flood-affected areas to extend a helping hand to those in need. We are very proud of thousands of fishermen who went out their boats and saved more than 65,000 lives. We are grateful to the Government of India in effectively stepping in and helping us in the search and rescue operation in the flood-affected areas by developing Army, Navy, Air Force, NDRF, CRPF, ITBF, PSF and Coast Guard. The heroic role played by the Kerala Police, Kerala Fire Force and SDRF to save precious lives can never be forgotten. We are also thankful to all that the state government is mobilizing food, drinking water, medicines and relief materials from across the country. We are indebted to the millions of Malayali diaspora living across the world who came forward to help the flood victims with assistance in cash and kind. On behalf of the people of Kerala, my government gratefully acknowledges the contribution made by people from all walks of life, from school children to ordinary people, from celebrities to different abled people, from the dispossessed to corporate companies, social and community organizations, and also government employees who wholeheartedly contributed to my government appeal of salary challenge. The post-disaster needs assessment (PDNA) was jointly carried out by the United Nations Organization, World Bank, ADP, and the other international agencies. The report was presented to my government on 26 October 2018. The PDNA reported assessed a total loss of rupees 26,026 crores and 26.718 crores across various sectors, and recovery needs were estimated at 31,000 crores. Of this 31,000 crores, at least rupees 5,000 crores would only be available from the National Disaster Fund. The challenge before my government is how to mobilize the balanced resource so that the effective rehabilitation is ensured. The worst affected was infrastructure, roads, power, drinking water, irrigation, agriculture, and many livelihood options, including livestock, poultry, and small business. More than 30,000 houses were fully destroyed and 2.5 lakhs virtually damaged. The livelihoods of millions of people were affected. The actual fund required for rebuilding and restoration of physical infrastructure alone is rupees 15.882 crores, of which my government proposed to raise rupees 7,000 crores from the World Bank and ADP. My government has requested the Government of India to enhance the state borrowing limit to mobilize additional resources of rebuilding Kerala. We are still awaiting a favorable response from the central government in this regarding. In the meantime, my government has decided to repair damaged houses and provide support to livelihood using Chief Minister's Distress Relief Fund, sponsorship and crowdfunding from various individuals and organizations. We want to live and live for the future generation. Let me end with a most quoted lines of Mahatma Gandhi. You must be changed, the change you wish to see in the world. Together, let us write the next chapter to Kerala development model. Thank you for your attention and resolve to make our shared vision come true. Jai Hind.
നന്ദി പ്രമേയ ചർച്ച അവസാനിച്ചിരിക്കുന്നു. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കുന്നു. Respected Speaker, ma'am, I proudly support the policy declaration done by the Honorable Governor. And now I point out the challenges taken by it. As all of us aware that our state was lashed by torrential rain during 17 to August 2018. Many parts of Kerala received 3,000 to 4,000 millimeters of rains, resulting in the worst ever floods since 1924. In 100 years of history of Kerala, the 100 years of history of Kerala, houses, schools, hospitals, roads, rails, airports, etc., everything collapsed. Majority of the people were sent to rehabilitation centers. And I'm proud of our government's victory to provide immediate measures to make everything clear to survive from this adverse situation. And also, they put forward many projects to rebuild Kerala. That's all. Thank you, and I support to this governor. Thank you. Such a good remark that the government of Kerala responded to the devastating August 2018 floods and landslides with immediate relief operations. The timely and efficient rescue and relief operations saved many lives. The government of Kerala efforts were heavily supported by the affected Keralite communities mobilizing their own. Madam Speaker, the prepared act taken by the government make sure that to survive any of these crises and to rebuild our motherland at any cost. That's all. Next. I am supporting to my governor because in the time of flood, 12,253 relief camps are opened in the state and 1.4 million people's lives is saved. Lakhs of young volunteers help needy people. We are very proud of thousands of fishermen who helped save more than 65,000 lives during the flood time. In our state, in the August 15 to 17, 2018, the people and the fishermen have saved all the lives of the people. This is all from my part. Thank you. Next. Respected Chair, our Honorable Governor emphasized that the relationship between the state and the central will be very strong in future. How can we believe it? The central government has passed a bill called NRC, National Registration of Citizenship, recently. But state government is not supporting the bill, also stand against it. Through this way, how can make relationship strong? Respected Chair, I respect the 5-year plan of the government. I strictly support the statement given by the Honorable Governor. My government doesn't mean that the bond between the central and state government is unhealthy.
Because the central government had provided all the privileges to the state government. For an example, let me say that during the flood era, the central government had provided the navigation and financial support to our state government. It shows the power sharing of the central and state bond. So my government points out that only the restructuring of this bond to be the healthiest one. That's all. Thank you. Respected Madam Speaker, the Honorable Governor has made such a wonderful remark that Kerala has stood up with the most devastating flood which Kerala has witnessed. I am sure that this government has taken all the measures to face such a calamity by uniting all the possible sides, and it has been made clear that each and everyone who was subject to this flood would be given whatever they lost with the help of social and non-governmental groups. Madam Speaker, the effort taken by this government to make sure that Kerala would survive this flood has already been accepted globally, and the term Kerala model has spread everywhere. The confidence that this government would impart to the people of Kerala is still giving the strength to survive and rebuild Kerala at any cost. Thank you. നന്ദി പ്രമേയ ചർച്ച അവസാനിച്ചിരിക്കുന്നു. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യോത്തരവേള തുടങ്ങുന്നു. Madam Speaker, please allow me to raise a pertinent question here. We are living in an age of unparalleled and unprecedented changes and challenges. Their far-reaching implications have made the world a puzzling and perplexed place. The world is in a state of flux. It's said to be the post-truth age, where the truth is dead and gone, with values and principles taking a nosedive, and anarchy and authoritarian, autocratic arrogance ruling the roost. A new kind of power seems to rule the world with evil intent, hell-bent on destroying the freedom, democracy, and universal brotherhood. The world is veering away from liberal democracy towards authoritarian repressive regimes. The Indian economy is in dizzying tailspin. The greatest temples of global capitalism are collapsing. There is a paucity of decisive and honest leaders. We are witnessing history playing out a script of extreme muscular, majoritarian, malevolent politics on world's largest democratic stage. As I stand in front of you, my heart goes to the people who are agitating against the ruthless, sadistic, draconian Citizenship Amendment Bill designed to split and to splinter the Indian masses on religious and communal lines. The Citizenship Amendment Act is a profound crisis on India's secular structure. It must be rejected for 3 reasons. First, it's against the letter and spirit of our Constitution. Second, it's divisive, deeply discriminatory, and violative of human rights. Third, it seeks to impose the politics and philosophy of Hindutva, and with its vision of creating a Hindu nation on an entire people and on the basic structure of our polity. Our constitutional values are in peril, and no person who has faith in our democracy can afford to be silent and uninvolved in what is happening around us. Here is yet another issue. Jamia Millia is an institution that has produced some bright, brainy, brilliant bunch of cutting-edge minds who are entering exemplary services in the entire panorama of human life. That institution has been attacked. The Delhi police barged into the Sectum Centrum and vandalized classrooms and libraries and beat up whoever were inside in black and blue. There is a huge swell of anger across the country against this aggressive and abrasive onslaughts against freedom, democracy, and constitutional rights. In this perilous situation, we cannot stand and stare. Time is running out for us to stand united regardless of socio-political hues and shades. It's time for us
to Time form is a human restricted. chain of unity Excuse and me, please be solidarity seated. Time is against restricted. this mindless madness. Madam Speaker, who will stop this madness, and what are we waiting for to say a big blatant no against this innate injustice? Silence. Next. Let me draw your attention to a very different matter that I believe this House should spare some thoughts on. The world is changing faster and faster than you can imagine. Change is a buzzword everywhere. If you don't update, you will be outdated. If you don't perform and perfect yourself, you will perish. It's a future you just can't sleepwalk into it. We code, design, and invent our road into tomorrow. Now, the whole world fits in your palm. Everything is a mouse click away. Nowadays, education is lacking around. Technology has made our life a lot easier, yet mechanical. The mobile phone you have in your pocket has got more computing power than an Apollo space shuttle went to the moon. This is a tectonic change of the technology. You can learn more about anything in this world in a matter of seconds. The whole world is a classroom, and education is all about bringing the world inside the classroom. Ma'am, today the world looks like a jungle where the fittest can only survive. It's a fast and furious world where you must fight daily for your daily bread. There is no free lunch at all. It's not a caste, creed, color, cuisine and costume that decide your destiny. But it's your caliber and capacity, power and potential, values and principles, quality and qualification and confidence and courage that decides everything. But ma'am, our education system is still in a sluggish and stultifying state. The world is moved on, and it's time for us to wake up and smell the coffee. Education is a founding stone of a country's economy. A country which fails to provide its citizens a better education, it's lags behind in every which way. Even though the leaders who should think about it are still trying to fill their hinges and create some communalism in the country. Ma'am, what is the situation of our country? What is being happening in our country? On one side, the leaders are trying to fill their pockets. On the other side, some were trying to rebuild the Indian constitution. Ma'am, let me ask one thing. Why can the Indian education system be changed by a leader who is brave enough to change the Indian constitution? The answer is very simple. He cannot actually. He cannot do it even he take thousands of years to. Before some years, Swami Vivekananda had said about Kerala that Kerala a lunatic asylum. But ma'am, let me correct it. Kerala is not. The India itself a lunatic asylum. And he had made our nation like this. More of that, India is a hell ruled by 2 dinosaurs. More of that, a Jurassic Park under the control of 2 dinosaurs. Someone says that you don't need an atom bomb to destroy the whole world. A politician who gives more priority for his pocket than the life of citizens is just enough to destroy the country. That's what actually happening in our country, ma'am. In 2014, the Indian global education slipped into 93. This, together with a series of scams faced by Indian education system, calls for an immediate change, brings a reform in our education system. Our education system is synonym for examinations. We have many matters. Exams like board exams, entrance exams, marks, guiding, grace marking. Okay, thank you. Here is a picture. Ma'am, please, let me come to my point. Ma'am, here is a picture which you may be familiar with. For a fair selection, everyone should attend the same exams. So do you think an elephant, a rat, a dog, a bat, all can just climb the tree? You may think, what a foolishness is this? But ma'am, actually, this is what's happening in our country. This is what's leading the education system of our country.
Nothing more than foolishness. And more of that, the students of the 10th grade are just migrating to other countries for their further education. And here I have the statistics of our point Indian degree-seeking students. It was increased from 50,000 to 3 lakh within 20 years. And this shows the failure of our education system. Ma'am, and the point is that all we need is a change, and the reform should begin from the schools itself, because the school play a vital role in changing a person's professional and social growth. So all we need is a solution for that is we need some experiential learning like that of Finland, Korea and Japan. And the focus should be on skill-based education. Please be Ma'am, seated. let me come to my No. Let me come to my point. Sorry. And before Excuse some... me. Please be seated. Please, ma'am. It's an end. Please, ma'am. Let me No. alone for a Time is minute. restricted. Please be seated. Please, ma'am. Come to my point. And here is a question. Before some days, a incident happened in Wayanad, and we cannot blame the Excuse me. teachers. Please be seated. Okay. And the system, our education system, is stuck in a rut. And who is dare enough to stem the rut? Here's a $1 million question looming large in the air. A $1 million question looming large in the air. Who will bend the cat? Thank you, ma'am. Thank you so much. Khadija Jasla, please proceed. ബഹുമാനപ്പെട്ട സ്പീക്കർ സർ, തരിശിടുന്ന വയലുകൾ കൃഷിയോഗ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ടെങ്കിലും വേണ്ടത്ര വേഗത്തിലും കൂടുതൽ വയലുകൾ പ്രാപിക്കുന്നതിനും നാം ചില പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. ഭക്ഷ്യവസ്തുക്കൾക്ക് അയൽ സംസ്ഥാനങ്ങളെയാണ് നമ്മൾ ഇന്നും ആശ്രയിക്കുന്നത്. ആന്ധ്രയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ 2 ദിവസത്തേക്ക് ഭക്ഷ്യവസ്തുക്കൾ ഇറക്കിയില്ലെങ്കിൽ അന്ന് കേരളം പട്ടിണിയാണ്. ഇന്നത്തെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും വെല്ലുവിളിയായ ഉള്ളി തന്നെ എടുക്കാം. 28 സംസ്ഥാനങ്ങളുള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളി ഉപയോഗിക്കുന്നത് കേരളക്കാരാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഒരു ഉള്ളി പോലും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല? അതുകൊണ്ട് തന്നെ ഭക്ഷ്യോൽപാദനത്തിന് പ്രേരകമായ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇനി കേരളത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്? ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ഇതിന് സദയം ഉത്തരം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട സ്പീക്കർ മാം, കാർഷിക സംസ്ഥാനം ആയിരുന്ന കേരളത്തിന്റെ മണ്ണും ജലവും പ്രകൃതിയുമൊക്കെ കൃഷിക്ക് അനുയോജ്യമായിരുന്നു. എന്നാൽ കാലം കഴിയും തോറും നമ്മൾ കൃഷിയോട് വിമുഖത കാട്ടുകയും എന്തും വാങ്ങിക്കൂട്ടാനുള്ള ആർത്തി വർദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ കേരളം ഇന്നൊരു കൺസ്യൂമർ സ്റ്റേജായി മാറി. ഇത് കാർഷിക ഉൽപാദന മേഖലയെ ആകെ തളർത്തുകയും ചെയ്തു. മാം, കൃഷി ഓഫീസുകൾ വഴി കാർഷിക വൃത്തിയെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ സർക്കാർ പല പദ്ധതികളും നടപ്പിലാക്കി വരുന്നുണ്ട്. 2 വർഷം മുൻപ് നെല്ലുൽപാദനം വർദ്ധിപ്പിക്കാൻ ഞങ്ങളുടെ വയൽ ഞങ്ങളുടെ ഭക്ഷണം എന്ന പദ്ധതിക്ക് രൂപം നൽകി വളരെ നല്ല പ്രതികരണമാണ് ഇതിന് ലഭിച്ചത്. ഇപ്പോൾ കുട്ടികൾക്കായുള്ള പുതിയ പദ്ധതിയുടെ ആലോചനയിലാണ് സർക്കാർ. കുട്ടികളിൽ കാർഷിക ബോധവും കൃഷി ചെയ്യാനുള്ള കഴിവും വളർത്തിയെടുക്കാൻ ഗ്രീൻ കേരള എന്ന പദ്ധതിക്ക് രൂപം നൽകി വരികയാണ്. ഓരോ സ്കൂളുകളിലും കുട്ടിപ്പാടവും കുട്ടിത്തോട്ടവും ഉണ്ടാക്കുന്നതും അത് ഓരോ വീട്ടിലും വ്യാപിക്കുന്നതിനു വേണ്ടി പദ്ധതി ലക്ഷ്യമിടുന്നു. വീടുകളിൽ ഗ്രോ ബാഗ് ഫാമിംഗ്, ടെറസ് ഫാമിംഗ് തുടങ്ങിയവ കുട്ടികളുടെ നേതൃത്വത്തിൽ നടത്തുകയും അത് പരിശോധിക്കാൻ കൃഷി ഓഫീസർ വീടുകളിൽ സന്ദർശനം നടത്തുകയും ഇത് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുകയും സ്കൂളുകളിൽ കൃഷിയെപ്പറ്റി പഠിപ്പിക്കുന്നതിന് ഒരു കാർഷിക അധ്യാപകനെ നിയമിക്കുവാനുള്ള ചർച്ചകൾ നടന്നു വരികയാണ്. ഇത് പ്രകാരം കാർഷിക വൃത്തി നന്നായി ചെയ്യുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുവാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. Next. Respected Speaker Sir, 2 വർഷം പ്രളയത്തെ അതിജീവിച്ച കേരള സംസ്ഥാനത്ത് മലിനജലത്തിന്റെ യോഗവും വിനിയോഗവും വളരെയധികം പ്രതിസന്ധിയിലാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിന്റെ ഒരു വലിയ ശതമാനം തന്നെ ജലസ്രോതസ്സുകൾ മലിനമായി കൊണ്ടിരിക്കുകയാണ്. കിണറുകളുടെ നവീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്നും രൂക്ഷമായ പലതരത്തിലുള്ള കുടിവെള്ള പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട്. ഇതിനുവേണ്ടി എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കുന്നത്? ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രി സദയം മറുപടി തരുന്നു.
ബഹുമാനപ്പെട്ട സ്പീക്കർ മാം, മനുഷ്യന്റെ നിത്യോപയോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജലം. പക്ഷേ അതിന്റെ ഉപയോഗം കൂടുമ്പോൾ ക്ഷാമം നേരിടേണ്ടി വരും. മഴക്കാലത്ത് നമ്മുടെ നാട്ടിൽ പെയ്യുന്ന വെള്ളം ശേഖരിക്കാൻ നമുക്ക് സാധിക്കണം. ലോകത്ത് സംസ്ഥാനത്ത് ഒരുപാട് കുളങ്ങളുണ്ട്. എല്ലാ പഞ്ചായത്തിലെയും കുളങ്ങളുടെ കണക്കെടുത്ത് നോക്കിയപ്പോൾ ഒട്ടുമിക്ക കുളങ്ങളും ഉപയോഗശൂന്യമായിട്ടാണ് കിടക്കുന്നത്. അതുപ്രകാരം ഉപയോഗശൂന്യമായ കുളങ്ങളെ നവീകരിച്ച് നല്ല നിലയിൽ ഉപകാരപ്പെടുത്താനുള്ള പല പ്രവർത്തനങ്ങളും ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി ഓരോ കുളങ്ങളും കുടിവെള്ള സ്രോതസ്സാക്കി മാറ്റാനുള്ള തീരുമാനം സർക്കാർ ഇന്ന് എടുത്തിട്ടുണ്ട്. കൂടാതെ ആവശ്യമുള്ളിടത്ത് പുതിയ കുളങ്ങൾ നിർമ്മിക്കുന്നതിനായി ത്രിതല പഞ്ചായത്തുകളുടെ സഹായത്തോടു കൂടിയുള്ള പദ്ധതികൾ ഞങ്ങൾ എന്തായാലും തുടങ്ങിയിരിക്കും. 2 വർഷത്തിനകം കുടിവെള്ള പ്രശ്നം എന്നത് നമ്മുടെ സംസ്ഥാനത്ത് നിന്നും പൂർണ്ണമായി ഞാൻ തുടച്ചു നീക്കിയിരിക്കും. താങ്ക് യു. ഇത് പ്രകാരം കോസ്റ്റൽ റെഗുലേറ്റഡ് സോൺ CRZ 200 മീറ്ററിനുള്ളിൽ കൺസ്ട്രക്ഷൻ നിയമവിരുദ്ധമാണ്. So my question is, 1986 ശേഷം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തെ മാറി മാറി ഭരിച്ചു. എന്നിട്ടും ഇത്തരത്തിലുള്ള കെട്ടിട നിർമ്മാണം ആരും എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? How did the Supreme Court come into the picture? Sir, please give me answer. ബഹുമാനപ്പെട്ട സ്പീക്കർ മാം, കോസ്റ്റൽ റെഗുലേഷൻ സോൺ കെട്ടിടങ്ങൾ അനധികൃതമായി നിർമ്മിക്കുന്നതിന് കാരണം നിയമങ്ങൾ ശരിയായി പാലിക്കാത്തതും ഉദ്യോഗസ്ഥന്മാർക്ക് മേലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടുമാണ്. ഈ വിഷയം ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടാനുള്ള കാരണം അധികരിച്ചു വരുന്ന വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളാണ്. ഈ പറയപ്പെട്ട മരട് ഇഷ്യൂവിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ക്രൈം ബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത് അന്വേഷണത്തിന് വിധേയരാക്കിയിട്ടുണ്ട്. Honorable Chair, my question is to Cultural Minister. Ma'am, schools in Kerala have a trend to follow English as a medium of instructions. Since society finds English as a language of prestige, actually it is a language of oppressors, and schools are oppressing students to speak in English. Even government of Kerala also has started English medium classes. There is a news that in a school, a student who did not speak in English had putting dark scales. Why does happen in our state? It is an insult towards the mother tongue of towards the mother tongue when a student is harassed sexually or physically or mentally, and it is harassed mentally or physically, then it is a very relevant issue. Then, so what is the reason behind it? Did this cruel matter will destroy the value of Malayalam language? So, Cultural Minister, please answer for this. Respected Speaker, ma'am. Honorable MLA raised a very relevant question, and I would like to respond to the same. UNESCO gives rights for everyone to learn in mother tongue, which is important for cognition. Mother language is not a secondary option at all, which has to be there in our hearts always. This is a language which we think, which we dream, which we aspire. Ma'am, at the same time, yes, it's true that schools promote English as a medium, even government schools. This is due to the following reasons. First one, to pursue higher education in any discipline in any part of the world. And second one, to be employable in the global market. And third one, to be a global class citizen. This is possible if students get exposed to the global language. That is the purpose. We will ensure harmful way of engaging will be taken away from schools, if at all any such things are in practice in any schools, by banning all the kind of such punishments for sure. And the case mentioned here has also been settled very well. Hence, I don't think we need further discussion on the matter. Thank you. Okay. Now Fida. So, respected Speaker, ma'am,
So my question towards the Women Child Welfare Minister. So ma'am, the peoples of the Kerala are eager to know what the government actions are to control the shocking and skyrocketing numbers of harassments against children. So in just 10 years from back now, the number of child abuse cases has been increasing in Kerala, an average of 552,000. So it marks on 40 to 50% increase. So many of number of parents in our state is sleepless due to the weak proceedings of law and order. So, dear madam, I invite your attention to the recent case of Waller that a girl was brutally tortured and hanged on a tree. And see in Trivandrum case, a girl was harassed by her own brother and she delivered. I am really ashamed of my country, ma'am. And look at Chembalood case, the girl was harassed by sex rackets. So we need to know something from you that what are the measures that the government can take against this? Okay, thank you. Honorable Chair, the question raised by the opposition MLA is very relevant. Kerala has the strongest law against sexual abuses and harassment, as we all know. The emerging crimes is increasing against children day by day. So as a solution for this, we will bring, our government will surely bring fast-track POCSO court in every district to ensure the security and safety of every children. At the same time, we have taken so many measures for threatening the social media and cyber crimes, etc. And we have integrated adolescent education with school curriculum and appointed students counselor in every schools. And boosting the self-confidence is very essential for overcoming this problem. So we are going to implement martial arts and such type of self-defense activities in every school for ensuring this. And also we are discussing about and we are thinking to implement and to bring out a comprehensive program for both parents and students in this process. Thank you. Next. Honorable Chair, കുട്ടികളുടെ വളർച്ചയും വികാസവും നടക്കുന്ന പ്രൈം ടൈമാണ് 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കാലഘട്ടം. പരിമിതമായ സൗകര്യങ്ങളിലാണ് ഇപ്പോൾ അംഗൻവാടികൾ പ്രവർത്തിക്കുന്നത്. സ്കൂളുകൾ ഹൈടെക് ആകുമ്പോൾ അംഗൻവാടികളും ഹൈടെക് ആവേണ്ട അത്യാവശ്യമാണ്. എല്ലാ അംഗൻവാടിയും ശിശു സൗഹൃദമാക്കുകയും ആധുനികവൽക്കരിക്കുകയും ചെയ്യുക എന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് എന്ത് നടപടിയാണ് ഉദ്ദേശിക്കുന്നത്? ചൈൽഡ് വെൽഫെയർ മിനിസ്റ്റർ, പ്ലീസ്. Yes. Honorable Chair, ഓരോ പഞ്ചായത്തിലും വാർഡടിസ്ഥാനത്തിൽ ഇപ്പോൾ അംഗനവാടികൾ പ്രവർത്തിക്കുന്നുണ്ട്. പുതുതായി നിർമ്മിക്കുന്ന അംഗനവാടികൾക്ക് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നാം നടപടികൾ സ്വീകരിച്ചു വരുന്നു. കുട്ടികളുടെ ബുദ്ധിപരവും കായികപരവുമായ വളർച്ചയ്ക്ക് ഉതകുന്ന പദ്ധതികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാലയങ്ങൾക്കൊപ്പം അതേ നിലവാരത്തിലുള്ളതും ശിശു സൗഹൃദമായ അംഗനവാടികളാണ് നാം ഇപ്പോൾ പുതിയതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. Next. Respected Speaker, ma'am, my question is towards Sports Minister. Ma'am, കായിക താരങ്ങളെ സംഭാവന ചെയ്യുന്നതിൽ ഇന്ത്യയിൽ കേരളം ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ത്രോ ഇവന്റ്സ് പോലെയുള്ള കായിക വിനോദങ്ങളിൽ മരിച്ച കുട്ടികൾ ഏറെയാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് ഹാമർ ത്രോയിൽ മരണപ്പെട്ട ഹിഫീൻ ജോൺസൺ എന്ന കുട്ടിയെയാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തതാണ് ഇതിന്റെ ഒരു പ്രധാന കാരണം. മാം, താങ്കൾക്ക് എങ്ങനെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ സാധിക്കും? ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ഈ ചോദ്യത്തിന് സദയം ഉത്തരം നൽകുമോ? Honorable Chair, MLA ഉന്നയിച്ച ചോദ്യം വളരെ ശരിയാണ്. എന്നാൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിക്കപ്പെട്ട നിരവധി കായിക താരങ്ങളെ സംഭാവന ചെയ്ത നാടാണ് നമ്മുടെ കേരളം. PT ഉഷ പോലുള്ള നിരവധി കായിക താരങ്ങൾ
നമ്മുടെ നാടിനെ ലോകത്തിന്റെ മുന്നിൽ തന്നെ എടുത്തു കാണിക്കാൻ വേണ്ടി പ്രാപ്തരായ കായിക താരങ്ങൾ തന്നെയായിരുന്നു. ഇപ്പോഴും PU ചിത്ര പോലുള്ള നിരവധി കായിക താരങ്ങൾ നമ്മുടെ നാടിന്റെ അഭിമാന താരങ്ങൾ തന്നെയാണ്. എന്നാൽ ചില മത്സരങ്ങൾ നടക്കുമ്പോൾ സംഘാടന പിഴവ് കാരണം ചില അപകടങ്ങൾ നടന്നു എന്നത് സത്യം തന്നെയാണ്. അതുപോലെ ഒരു സംഭവമായിരുന്നു ഹഫീൽ ജോൺസൺ. ഹാമർ ത്രോ മത്സരത്തിനിടയിൽ ഹാമർ തലയിൽ പതിച്ചു മരിച്ച വിദ്യാർത്ഥി. ഇനി ഇതുപോലൊരു സംഭവം നടക്കില്ല എന്ന് സർക്കാർ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഇനിയുള്ള മത്സരങ്ങളിൽ നമ്മൾ കടുത്ത സുരക്ഷ നൽകുകയും ചെയ്യും. Honorable Speaker. Yes, proceed. സ്പോർട്സ് മിനിസ്റ്റർ പറഞ്ഞത് കായിക രംഗത്ത് മികച്ച മുന്നേറ്റം കൈവരിച്ചു എന്നതാണ്. എന്നാൽ സ്കൂൾ തലത്തിൽ PT അധ്യാപക സേവന എല്ലായിടങ്ങളിലും ലഭ്യമല്ല. സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തുന്നത് പോലെ കായിക രംഗം അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തേണ്ടത് അത്യാവശ്യമാണ്. ബ്ലോക്ക് അടിസ്ഥാനത്തിൽ സിന്തറ്റിക് കോർട്ടുകളും ഇൻഡോർ സ്റ്റേഡിയങ്ങളും നിർമ്മിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട സ്പോർട്സ് മിനിസ്റ്റർ ഇതിന് ഉത്തരം നൽകണമെന്ന്. കായിക രംഗത്ത് സംസ്ഥാനം ഇപ്പോഴും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. എല്ലായിടത്തും അന്താരാഷ്ട്ര സിന്തറ്റിക് കോർട്ടുകളും എല്ലാം നമ്മൾ നിർമ്മിച്ചു വരികയാണ്. ഇനി സർക്കാരിന്റെ പദ്ധതി എന്നത് ബ്ലോക്ക് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഇൻഡോർ സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുകയും അത് നടപ്പിൽ വരുത്തുക എന്നതുമാണ്. Next. Respected sir, let me point out of my view that my talk is about career parenting. Career parenting is a need of the hour because the parents are pushing their students to opt either medical degree or engineering degree without knowing their taste, aptitude and competency. In fact, it is not even in the 10 top ranks of the job market. Most of the students are either misled by their parenting pressure or by their peer pressure to their fields. As a result, as usual, many suicide cases, many suicide attempts were reported all over Kerala because they are failing to clear their examinations and become frustrated. And my question is towards the Chief Minister. Sir, how are you going to tackle this issue? Honorable Speaker, ma'am. Yes. The opposition MLA was not aware of the initiative that government already took. CBSE recently took a system called Tamanna, Try and Measure Aptitude and Natural Based Approach. This is a based approach system. ഇത് മാത്രമല്ല ഗവൺമെന്റ് മറ്റൊരു പദ്ധതി കൂടിയാണ് കുട്ടികളെ സ്കൂളിൽ വെച്ച് തന്നെ അവരുടെ പ്രത്യേക കഴിവുകൾ അധ്യാപകർ മുഖേന കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട താല്പര്യ പ്രകടനമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അവർക്ക് വേണ്ട നിലവാരത്തിലുള്ള അധ്യാപകവും വിദ്യാഭ്യാസവും നൽകാനും പേരൻസിനെയും അധ്യാപകരെയും ഗവൺമെന്റ് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. Honorable Speaker, with your permission, may I have the relevant question to the Education Minister? I do support the statement which is given by the CM, but nowadays coaching centers are growing like mushrooms. The parents are dumping their students into this type of coaching centers after their secondary education. Not only that, these coaching centers are working for well orientation for the students for examination like NEET, SET, NET, etc. And these coaching centers are working from morning to evening. The students are stressed with spoon-feeding education and they are imprisoned. There is a rule of a government that is the students should be free, stress-free education. But coaching centers, the students are stressed. So this is against the government rule violation, right? Then why we need these types of coaching centers? Respected Chair, before answering the question, let me correct one thing. Actually, എന്തുകൊണ്ടാണ് ഇത്തരം അവസ്ഥകൾ കോച്ചിങ് കൾച്ചർ നമ്മുടെ നാട്ടിൽ വളർന്നു വന്നത് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടതുണ്ട്. ഒന്നാമതായി സ്കൂളുകൾ പ്രാധാന്യം ഇപ്പോൾ കൂടുതലായി നൽകിക്കൊണ്ടിരിക്കുന്നത്
എക്സാം ബേസ്ഡുള്ള വ്യൂ ആണ്. എക്സാമിന് എങ്ങനെ കുട്ടികൾ മാർക്ക് വാങ്ങി വിജയിക്കാം എന്ന ഒറ്റൊരു തലം മാത്രം സ്കൂളുകൾ ചിന്തിച്ചു പോകുന്നത് കൊണ്ടാണ് ഈ ഒരു ദിവസത്തെ നാടിനെ നേരിടേണ്ടി വന്നിരുന്നത്. മറിച്ച് അതുകൊണ്ട് തന്നെയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം നമ്മുടെ സ്കൂളുകളിൽ സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാം നമ്മൾ നടത്തി വരാറുള്ളത്. ഇത് ഗവൺമെന്റ് ഇതിനെതിരെ എടുത്ത ഇനീഷ്യേറ്റീവ് ആണ്. മാത്രമല്ല സ്പൂൺ ഫീഡിങ്ങിന് പകരമായി ഈ കോമ്പറ്റീഷൻ സെന്റർ ആയിക്കൊണ്ട് ഇപ്പോൾ നിലവിലുള്ള സ്കൂളുകളെ കോമ്പറ്റൻസി സെന്റർ ആക്കാനും ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നുണ്ടെന്ന് വിവരം വിനയപൂർവ്വം അറിയിക്കുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക് യു. Next. Respected Speaker Madam, I would kindly invite your attention to a recent newspaper report. A 46-year-old man jumped off a High Court building and committed suicide. And the cause of his death was he was filed with a false case against him and he did not get justice. In Kerala, we have hundreds of laws, but it is not implemented equally for everyone. Why is it so? Then why do we have laws? There's no meaning for laws then. Still, innocent and backwards people commit suicide just for not having justice and not getting injustice. Does every innocent and backwards people have to do the same for getting justice? Then why do we have laws? Does government have any insurance that the laws that they pass are not being implemented? I would like to get a reasonable reply from the responsible side. Honorable Speaker Madam. Yes. Everybody is equal in the eyes of law. മനുഷ്യൻ നിയമത്തിനുള്ളതല്ല, എന്നാൽ നിയമം മനുഷ്യനുള്ളതാണ്. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷനും മതത്തിന്റെയോ ജാതിയുടെയോ പേരിൽ ഇവിടെയില്ല. അഥവാ ഏതെങ്കിലും ഒരു കേസിൽ ഒരു പാവപ്പെട്ട ആളെ ചമഞ്ഞു കുടുക്കിയാൽ അതിനെതിരായി ഗവൺമെന്റ് അന്വേഷിക്കുകയും ആ കുടുംബത്തിന് വേണ്ട, പ്രത്യേകിച്ച് ഈ എന്റെ ഓപ്പോസിഷൻ MLA പറഞ്ഞ ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം സഹായങ്ങളും ഗവൺമെന്റ് ഭാഗത്തിൽ നിന്നും ഉണ്ടാവുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. Next. ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ, എന്റെ ചോദ്യം ഗതാഗത വകുപ്പ് മന്ത്രിയോടാണ്. ഈയിടെ നമ്മുടെ സർക്കാർ വാഹനങ്ങൾ മോടികൂട്ടുന്നതിനെതിരെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. ഒരു വണ്ടി മോടികൂട്ടുന്നതിലൂടെ എന്ത് പ്രശ്നമാണ് സംഭവിക്കാനുള്ളത്? നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ കഴിഞ്ഞ 2 പ്രളയങ്ങളിലും നമ്മളിൽ നിന്ന് തന്നെ 17,000-ലേറെ ആളുകളെ രക്ഷിച്ചത് ഈ വണ്ടികൾ തന്നെയായിരുന്നു. മോഡിഫിക്കേഷൻ ശരിക്കും ഒരു കലയാണ്. ചിത്രം വരക്കുന്നത് പോലെ ഇതിലും പ്രതിഭ തെളിയിച്ചവർ വളരെ അധികമുണ്ട്. സ്വന്തം വാഹനത്തിൽ സർക്കാർ അംഗീകൃതമായ സർട്ടിഫിക്കറ്റോട് കൂടിയുള്ള മോഡിഫൈങ് പാർട്സ് ഉപയോഗിച്ച് സ്വന്തം വണ്ടി മോഡിഫൈ ചെയ്യുന്നതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. മോഡിഫിക്കേഷൻ ശരിക്കും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കലയാണ്. സർക്കാരിന് മോഡിഫിക്കേഷൻ എന്ന കല പ്രോത്സാഹിപ്പിച്ചുകൂടെ? ഇതിന് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി സദയം മറുപടി നൽകുമോ? നമുക്ക് എല്ലാവർക്കും അറിയാം, മോഡിഫിക്കേഷൻ പ്രകൃതിയിൽ മലിനീകരണം ഉണ്ടാക്കുമെന്ന്. മലിനീകരണമാണ് പല പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണമാവുന്നത്. നമുക്കറിയാം, മോഡിഫൈ ചെയ്ത വണ്ടികൾ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ദുരന്തങ്ങൾക്ക് കാരണമായവ ദുരന്തവേളയിൽ രക്ഷിച്ചു എന്നതിൽ കാര്യമുണ്ടോ? അതിനു പകരം ദുരന്തത്തിന് കാരണമായവ എന്തെല്ലാം എന്ന് കണ്ടുപിടിച്ച് അതിനെതിരെ ശക്തമായ നടപടി എടുക്കുക എന്നതാണ് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം. അതുപോലെ തന്നെ സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്ന് എത്രയോ വണ്ടികൾ മോഷ്ടിച്ചു കൊണ്ടുവന്ന് രൂപം മാറ്റി പലതരം മോഡിഫിക്കേഷൻ നടത്തി പുത്തൻ രൂപത്തിലിറക്കി വിൽക്കുന്ന ഒരു സംഘം തന്നെ ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും മോഡിഫിക്കേഷനെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. നാട്ടിൽ മോഷണവും അപകടങ്ങളും കൂടാൻ മാത്രമേ ഇത് ഉപകരിക്കൂ. അതുകൊണ്ട് തന്നെ ഇത് നിയമം മൂലം തടയാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. Next, Tali. Please proceed. മാഡം, ഒരു രാജ്യത്തിന്റെ അധപ്പതനം അവിടുത്തെ ജനങ്ങൾ ഐക്യമില്ലാതിരിക്കുമ്പോഴാണ്. രാജ്യത്തിന്റെ സമാധാനം നഷ്ടപ്പെടുമെന്നറിഞ്ഞുകൊണ്ട്
ആ രാജ്യത്തിൽ ജീവിക്കുന്ന ആളുകൾ തമ്മിലുള്ള ഭിന്നശേഷി നൽകിക്കൊണ്ട് പുതിയ നിയമങ്ങൾ എന്തിനാണ് കൊണ്ടുവരുന്നത്? നാനാതാളത്തിൽ ഏകത്വവും മതതരത്വവും കണ്ണിൽ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. എന്തിനാണ് ഇവിടെ പൗരത്വ ഭേദഗതി ബിൽ കൊണ്ടുവന്ന് സ്വന്തം സഹോദരനെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്നത്? ഈ വിഷയത്തിൽ ഞാനും എൻ്റെ പാർട്ടിയും അനുകൂലിക്കുന്നില്ല. ഈ വിഷയത്തിനെ കുറിച്ച് സർക്കാരിന്റെ നിലപാട് അറിയാൻ സദയം ഞാൻ മറുപടി ചോദിക്കുന്നു. സ്പീക്കർ, ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുന്ന പൗരത്വ ഭേദഗതി ബിൽ നടപ്പിലാക്കാൻ കേരളത്തിന് മനസ്സില്ല എന്ന് ഞാൻ ആണിയിട്ട് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒരു മതത്തിനെ മാത്രം ലക്ഷ്യമിട്ട് ഇറക്കിയ ബില്ലാണിത്. ആയതിനാൽ ഇത് മതേതര കേരളം ഒറ്റക്കെട്ടായി നേരിടണം. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ സന്യാസിമാരും ഫക്കീർമാരും തോളോട് ചോർത്ത് ചേർന്ന് ബ്രിട്ടീഷുകാരെ ഇവിടെ തുരത്തിയതുപോലെ ഈ ബില്ലിനെയും ഇവിടുന്ന് നാം തുരത്തും. ഈ ബില്ല് കേരളം ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയുമെന്ന് ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട സ്പീക്കർ മാം, കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ വലിയ പങ്ക് തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ വഹിച്ചത്. എന്നാൽ ഇപ്പോൾ ജോലി ഇല്ലാതെ അവർ തിരിച്ചു വരുമ്പോൾ കേരള സർക്കാർ അവർക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഇതിന് കേരള ധനകാര്യമന്ത്രി സദയം ഉത്തരം നൽകേണ്ടതാണ്. ബഹുമാനപ്പെട്ട സ്പീക്കർ മാം, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജോലി ചെയ്യുന്നവരുടെ സമ്പാദ്യം കേരളത്തിന്റെ വരുമാന വളർച്ചയെ ഏറ്റവും മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. നോർക്ക വഴി പ്രവാസികൾക്കായി സ്വയം തൊഴിൽ പദ്ധതികളും മൂലധന നിക്ഷേപകർക്ക് സ്റ്റാർട്ടപ്പ് പദ്ധതികളും നടപ്പിലാക്കി വരുന്നുണ്ട്. കൂടാതെ ഗൾഫിൽ നിന്ന് ജോലി ഉപേക്ഷിച്ചു വരുന്നവർ 60 വയസ്സ് വരെ പ്രതിമാസം 100 രൂപ അടച്ചാൽ 60 വയസ്സിനു ശേഷം പ്രതിമാസം 5000 രൂപ അവർക്ക് പെൻഷൻ നൽകുന്നുണ്ട്. ഇതുപോലെ നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ പ്രതിമാസം 300 രൂപ അടച്ചാൽ 60 വയസ്സിനു ശേഷം പ്രതിമാസം 5000 രൂപ തന്നെ പെൻഷൻ നൽകുന്നതാണ്. ഇങ്ങനെ പ്രവാസികൾക്കും നിലവിൽ വിദേശത്തുള്ളവർക്കും ഏറെ സഹായകരമായ പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നത്. ഇനിയും ഇത് തുടരുക തന്നെ ചെയ്യും. Next. Yes, President. Honorable Speaker, if there is anyone out there in this house and outside who believe that 70% of our planet is covered by potable drinking water, who still wonders at the possibility of yet another world war for water, who still doesn't care to question the digging and mining of our planet's Earth in the name of devastating, mindless development. Madam Speaker, here lies your answer. Amazon rainforest is the world's largest rainforest, over 5.5 million kilometers squared, which is burning, which is under severe threat. Amazon is the lungs of our planet, which is producing 20% of the oxygen for you and me. The region is home to about 2.5 million insect species, 40,000 of plant species, tens of thousands of animal species, 3,000 of fish, and a whopping 2.5 million different insects. A large part of the rainforest have been defiled and destroyed. A big mining mafia is playing havoc on the rainforest with the connivance of government. Madam Speaker, you know Amazon delivers 55 million gallons of the water to the Atlantic Ocean every single second. 25% of all Western pharmaceuticals come from rainforest-based ingredients. Yet less than 1% of the trees and plants in the Amazon have been tested by scientists. A depressing 1.5 acres of the rainforest vanishes every single second, and within an average of 137 species becoming extinct each day.
Less than 1% of the light makes it through the canopy of the trees, and when it rains, it takes around 10 minutes for water to seep down to the earth. Imagine losing this dense forest cover. Already 17% of the rainforest was lost in this way within the last 50 years. If 20 to 25% of Amazon gets destroyed, the system will definitely get into a tipping point. Madam Speaker, here is a girl who champions the cause of our planet Earth, who conducts the biggest climate strike in the world. Greta Thunberg. Silence. We have an assembly line of leaders: Donald Trump, Emmanuel Macron, Angela Merkel, Boris Johnson, Narendra Modi, Xi Jinping, with a blinkered vision, doing next to nothing to protect and preserve the depleting greenery of our planet Earth. We have to have a girl like Greta Thunberg to waking these leaders up from their deep slumber to make a change in this world. I'm really humbled with the valor and tenacity of this girl. I would like to express my solidarity with this young, gritty girl. We will be with you, Greta Thunberg. Okay, thank you. Madam Speaker. Thank you. Please be seated. Sorry, ma'am. One more. Come down to Kerala. We have 44 rivers crisscrossing Kerala. We have thousands of water bodies, lagoons, streams, rivers, ponds, rivulets, pools. But here is a big but. When summer comes, Kerala reels under the severe droughts. People are made to run helter and skelter in search of potable drinking water. Madam Speaker, don't we have a lasting solution for this? Why don't we have anything about our misplaced development? As Gadgil report suggests, Kerala is ecologically sensitive. Every inch of Kerala is ecologically sensitive. The world is waking up. The change is coming, even whether you like it or not. So my question is, what is your policy? What is your standard on this red hot issue? Thank you. ചോദ്യോത്തരവേള തുടരുന്നു. Next, Ms. Zuha. Honorable Speaker, ma'am, with your permission. Yes, proceed. My question to our Social Welfare Minister. India is our country and Kerala is our state. Kerala is a part of India. Our father of nation, Mahatma Gandhi, and other social reformers have told us that we all are equal. Nobody is superior or inferior before the law. Although there are many plans for the promotion of transgenders, there is a widespread complaint that they are not being adequately treated or treated equally. They have been ridiculed, ma'am. They have been ridiculed and isolated by the society and all. Why are they so segregated and deprived from all the rights of an ordinary citizen? And what are the measures taken by the government for their uplift? Thank you. Thank you. ബഹുമാനപ്പെട്ട സ്പീക്കർ മാം, Yes. നമുക്കിടയിൽ പണ്ട് മുതലേ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും പൊതുസമൂഹത്തിന് മുന്നിൽ വരാൻ അവർ ഒരു വിമുഖത പ്രകടിപ്പിച്ചിരുന്നു. സമൂഹം അവരോട് കാണിക്കുന്ന അവഗണനയും പരിഹാസത്താലാണ് ഇത് സംഭവിച്ചത്. എന്നാൽ ഇന്ന് കാലം മാറി. അവർ അവരുടെ പ്രശ്നങ്ങൾക്കായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും ശബ്ദമുയർത്തുവാനും ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി സർക്കാർ അവർക്കാവശ്യമായ സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുമുണ്ട്. ഓരോ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തും ആലോചിച്ചും അവർക്ക് അനുകൂലമായ ഒരു നിലപാടാണ് സർക്കാർ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. 2015 സെപ്റ്റംബർ 22 സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ജെൻഡർ പോളിസി അംഗീകരിച്ചു. ഇതാദ്യമായി നടപ്പിലാക്കിയത് നമ്മുടെ തന്നെ കേരള ഗവൺമെന്റ് ആണ്. 2016 സ്റ്റേറ്റ് ഗവൺമെന്റ് ലിംഗമാറ്റ ശസ്ത്രക്രിയ ഫ്രീ ആയി നടത്തുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് ആശുപത്രികളിൽ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ കണ്ണൂർ ബഡ്ജറ്റിൽ ഒരു ഭാഗം ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നതിക്കും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനായി മാറ്റിവെച്ചിട്ടുണ്ട്. ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 2 സീറ്റുകൾ വീതം സർക്കാർ നീക്കിവെക്കുന്നുമുണ്ട്. കൊച്ചി മെട്രോ റെയിൽ വന്ന സമയത്ത് അതിൽ 23 ട്രാൻസ്ജെൻഡേഴ്സിന് ജോലി നൽകാനായി നമ്മുടെ സർക്കാർ തയ്യാറായിട്ടുമുണ്ട്.
ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ കൂടി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള കർമ്മ പദ്ധതികൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കൂടി ഉൾക്കൊള്ളുവാനുള്ള ഒരു നല്ല മനസ്സ് നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾക്ക് കൂടി ഉണ്ടായാൽ മാത്രമേ സർക്കാരിന്റെ ഈ ഉദ്യമനത്തിന് ഫലം ലഭിക്കുകയുള്ളൂ. ഇവരുടെ ഉന്നതിക്ക് വേണ്ടിയും ഇവരുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് തന്നെ. ബഹുമാനപ്പെട്ട സ്പീക്കർ മാഡം, കേരളത്തിൽ ഇന്ന് വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കിയ നിയമമാണല്ലോ മിനിമം ചാർജ് 2 രൂപ എന്ന നിരക്കിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം. എന്നാൽ സീറ്റുണ്ടെങ്കിലും വാഹനത്തിൽ നിന്നും വിദ്യാർത്ഥികൾ ഇരിക്കാൻ മടിക്കുന്നു. പലപ്പോഴും ഇത്തരം അവകാശങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല. അതിനാൽ ഇതിനെതിരെ ഗതാഗത വകുപ്പ് എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി സദയം മറുപടി നൽകുന്നു. ഗതാഗത മന്ത്രി. ബഹുമാനപ്പെട്ട സ്പീക്കർ മാം, കേരളത്തിലെ യാത്രാ സൗകര്യം വളരെ മെച്ചപ്പെട്ടതാണ്. സൗജന്യ നിരക്കിൽ അർഹതപ്പെട്ടവർക്കെല്ലാം ബസ് യാത്രയ്ക്ക് ഇളവ് നൽകാൻ സർക്കാർ നിയമം മൂലം തീരുമാനിച്ചിട്ടുണ്ട്. അത് സ്കൂൾ വിദ്യാർത്ഥികൾക്കും ബാധകമാണ്. അതവർക്ക് സർക്കാർ നൽകുന്ന അവകാശമാണ്, അല്ലെങ്കിൽ അതല്ലാതെ വേറൊരാളുടെ ഔദാര്യമല്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ബസ്സുകൾ ആ ആനുകൂല്യം നിഷേധിക്കുന്നുണ്ടെങ്കിൽ ആ വിവരം ബന്ധപ്പെട്ട സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ രേഖാമൂലം അറിയിച്ചാൽ കർശന നടപടി കൈക്കൊള്ളാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏതൊരു ആനുകൂല്യവും നിഷേധിക്കുന്ന നിലപാടുകൾ ആരെടുത്താലും തന്നെ അത് നീതി നിഷേധമായി കണ്ട് കർശന നടപടി കൈക്കൊള്ളുന്നതാണ്. Respected Speaker Madam, there are 1,200 CBSE schools functioning very well in our state, and they all are providing a very good platform to the students in the field of scholastic and co-scholastic areas. Madam, why the government has a step-mother attitude towards the unaided schools? Madam, my question is towards the educational minister, sir, please. ബഹുമാനപ്പെട്ട എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. Respected Chair, Yes. the question is a fact. I do accept it. In the present education system, the unaided schools are also playing a pivotal role in providing quality education to the students. But the main concern of my government is to provide quality and free education through general education system. That's giving more priority to the general education system doesn't mean a complete negligence to the unaided schools. You know that aided school പഠിക്കുന്ന മിക്ക കുട്ടികളും SC, ST, OBC എന്നീ തരത്തിലുള്ള ആൾക്കാരാണ്. ഈ പാവപ്പെട്ടവർക്ക് പേന വലിച്ചെറിഞ്ഞ് കയ്യിൽ മൺവെട്ടിയും ചൂലും എടുത്ത കുട്ടികൾക്ക് തിരിച്ച് പേന കൊണ്ടുവരിക എന്നൊരു വലിയ ഉത്തരവാദിത്തം എന്റെ ഗവൺമെന്റിനുണ്ട്. അതിനാലാണ് ഈ സാമ്പത്തിക നിലവാരം കുറഞ്ഞ കുട്ടികൾക്ക് പണം നൽകി സഹായിക്കാൻ എന്റെ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, അൺഎയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന പല കുട്ടികളും ഫിനാൻഷ്യലി ഹൈ ക്ലാസ്സിലായത് മറ്റൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ഓൾറെഡി പണമുള്ള ഈ എലൈറ്റ് ക്ലാസ്സിന് വീണ്ടും പണം നൽകി സഹായിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് എ നെഗ്ലക്ട്, ബട്ട് ഇറ്റ്സ് ദ ഫാക്ട്. താങ്ക് യു. Now, Mr. Ashiq Ashraf. Honorable Speaker Ma'am, മതിയായ സൗകര്യമുണ്ടായിട്ടും സ്കൂളുകളിൽ NOC നൽകണമെന്ന ഉത്തരവാദിത്തത്തിനെതിരായി സുപ്രീം കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ച് ശരിയായ നടപടിയാണോ സാർ? ഇത്തരം സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പാരന്റ് നൽകുന്ന നികുതി പണം കൊണ്ടല്ലേ സംസ്ഥാനത്തെ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത്? പിന്നെന്തിനാണ് സാർ ഈ വിവേചനം? താങ്ക് യു. MLA was unaware of the fact. Actually, മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ ഗൈഡ് ലൈൻസ് കൃത്യമായി പാലിക്കാത്ത സ്കൂളുകൾക്കെതിരെയാണ് നമ്മൾ NOC സുപ്രീം കോടതിയിൽ നിന്ന് വാങ്ങിച്ചെടുത്തിട്ടുള്ളത്. അതല്ലാതെ പാലിച്ചു പോകുന്ന ഒരു സ്കൂളിനും ഗൈഡ് ലൈൻസ് അംഗീകരിക്കുന്ന ഒരു സ്കൂളിനെതിരെയും ഞങ്ങളുടെ ഗവൺമെന്റ് അത്തരം ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അത് തെറ്റിദ്ധാരണയാണ്, തിരുത്തണം. താങ്ക് യു. Next. Yes. വലിയ ആവേശത്തോടെ ഗവൺമെന്റ് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചല്ലോ. ഇപ്പോൾ അതിന്റെ പ്രവർത്തനം 1 വർഷം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇൻഡിഗോയും ഗോ എയറും എയർ ഇന്ത്യയും അല്ലാത്ത വിദേശ രാജ്യങ്ങളുടെ ഒരു ഫ്ലൈറ്റ് പോലും അവിടെ സർവീസിലില്ല. സാർ, ഈ മന്ദഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണം ഗവൺമെന്റിന്റെ അനാസ്ഥയല്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിന് സദയം മറുപടി നൽകി.
ബഹുമാനപ്പെട്ട സ്പീക്കർ മാഡം, കേന്ദ്ര സർക്കാരിന്റെ പുതിയ വ്യോമയാന നിയമമാണ് ഇതിന് പ്രധാന കാരണം. പുതിയ വിമാനത്താവളങ്ങൾക്ക് വിദേശ സർവീസുകൾ പരിഗണിക്കേണ്ടതില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ നയമാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് വിദേശ സർവീസുകൾ ലഭിക്കാത്തതിന്റെ മുഖ്യ കാരണം. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഹബ് എയർപോർട്ട് സംവിധാനം പ്രകാരം കേരളത്തിൽ കൊച്ചിക്ക് മാത്രമായിരുന്നു വിദേശ സർവീസ് ലഭ്യമായിരിക്കുന്നത്. എന്നാൽ ദീർഘകാലത്തെ സർവീസും യാത്രക്കാരുടെ എണ്ണയും പരിഗണിച്ച് കോഴിക്കോട് പിന്നീട് ഉൾപ്പെടുത്തി. കണ്ണൂർ വിമാനത്താവളത്തിൽ അന്താരാഷ്ട്ര സർവീസ് ലഭ്യമാക്കാൻ വ്യോമയാന മന്ത്രാലയത്തിന് ഈ നയം തിരുത്തിക്കുന്നതിനും സർക്കാർ ശ്രമിക്കുന്നുണ്ട്. Thank you. Then next question is by Honorable Speaker Ma'am, my question is to the Chief Minister. Our Kerala, the God's own country, is said to be best in every area. But can we value these words? As we know that poverty eradication is the main aim of Nava Kerala mission. But what is the actual situation of Kerala? Is poverty completely eradicated now? So here I would like to mention the pathetic situation of a woman and her 6 children who faced utter poverty, and due to the extreme hunger, it is said that they were faced with sand. Ma'am, this happened here in this capital city, Trivandrum. We can say it as a capital shame itself. Ma'am, why is our government acting blind to such issues? And yes, indeed, the government have provided the necessary things to these families. But this is not enough. Because medias വഴി ഈ ന്യൂസ് പുറത്തു വന്ന ഒരു ഇഷ്യൂ ആയതിനു ശേഷം മാത്രമാണ് അതോറിറ്റീസ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. So what I have to point out here is that even the medias are being more responsible than the government. ആ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ആ ഒരു ഫാമിലിക്ക് വേണ്ട കാര്യം ചെയ്തു കൊടുത്തെന്ന് വെച്ച് മാത്രം ഈ പ്രോബ്ലം ഇവിടെ തീരുന്നില്ല. Because there are a lot more families struggling and facing poverty here in this God's own country. So what about them? Should they too wait for the media, or should they too depend the media? Because only then they will get the necessary help from the government. Silence. Is this what they are meant to do? So I would like to get a reasonable reply from the responsible side. Okay. Respected Speaker Ma'am, Yes. ഇത്തരം പിന്നോട്ട് നിൽക്കുന്ന ജാതി മതക്കാരെ എന്നാൽ ആൾക്കാരെ അവരുടെ നിയോഗിക്കപ്പെട്ട കൗൺസിലർമാരുടെ പ്രകാരം ഇത്തരം ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട പരിഗണന ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രധാന കാരണം മീഡിയ തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് അവരോടുള്ള കടമ നികത്താൻ വേണ്ടി ഞങ്ങൾ പല അന്വേഷണങ്ങൾക്കും പോയിട്ടുണ്ട്. എന്നാൽ മീഡിയ ഇത് ചെറിയ കാര്യങ്ങൾ പോലും ഊതി ഉയർപ്പിച്ച് വലുതാക്കാറുണ്ട്. അത്തരം വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം ഞങ്ങളുടെ അന്വേഷണം ദീർഘിപ്പിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഈ എന്റെ ഓപ്പോസിഷൻ MLA പറഞ്ഞ പ്രകാരം അദ്ദേഹത്തിന് ആ കുടുംബത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് താമസം വന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. Okay. Next, Miss Fatima Hana. Respected Speaker Ma'am, the influence of mobile phones is increased among school students. Even teachers tend to use mobiles in front of the students. This inspires the students and they are addicted to it. So my question is to the Education Minister, why aren't you banning the use of mobile phones in the school? Sir, please answer me. Ban the use of mobile phones among schools, and it is directed that if anyone bring mobile phones in the school premises, the HM or the principal can seize it under his custody. And it is reported that the overuse of mobile phone are influenced and also the academic performance of students. So our government is looking forward to a de-addiction program on mobile phones and also an orientation class on cyber laws. That's all. Thank you. Okay, thank you. Next question is by ബഹുമാനപ്പെട്ട സ്പീക്കർ മാം, പ്ലാസ്റ്റിക് ഒരു കാലത്ത് സയൻസിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായിരുന്നു. പക്ഷേ ഇന്ന് ആ പ്ലാസ്റ്റിക് മൂലം പലരും മരണമെന്ന വെല്ലുവിളിക്ക് കീഴടങ്ങുകയാണ്.
മറ്റു പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിലും അവിടെയുള്ള ഭരണാധികാരികൾ പ്ലാസ്റ്റിക് ഉപയോഗത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൽ മാത്രം നമ്മുടെ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഇതിനെതിരെ ശക്തമായ നിയമവും നടപടിയും സ്വീകരിക്കാത്തത്? ഇതിന് ബഹുമാനപ്പെട്ട പരിസ്ഥിതി വകുപ്പ് മന്ത്രി സദയം മറുപടി നൽകണം. ബഹുമാനപ്പെട്ട സ്പീക്കർ മാം, ലോകത്തിലെ വിപ്ലവാത്മകമായ കണ്ടുപിടുത്തമാണ് പ്ലാസ്റ്റിക്. എന്നാൽ അതിന്റെ ചില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വളരെ അപകടകരമാണ്. സംസ്ഥാനത്ത് പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്നിട്ടുണ്ട്. ജനുവരി 1 മുതൽ പിഴ ഈടാക്കാനാണ് സർക്കാർ തീരുമാനം. ഒരു തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളുടെ നിർമ്മാണവും വിൽപ്പനയും സൂക്ഷിക്കലും അടുത്ത വർഷം ജനുവരി 1 മുതൽ സംസ്ഥാനത്ത് നിരോധിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നിയമം ലംഘിക്കുന്ന പ്ലാസ്റ്റിക് നിർമ്മാതാക്കൾ, മൊത്ത വിൽപ്പനക്കാർ, ചെറുകിട വിൽപ്പനക്കാർ എന്നിവർക്ക് 10,000 രൂപ പിഴ ചുമത്തുന്നതാണ്. രണ്ടാമതായും അവർ നിയമം ലംഘിക്കുകയാണെങ്കിൽ 25,000 രൂപ പിഴ ഈടാക്കുന്നതാണ്. തുടർന്നും നിയമം ലംഘിച്ചാൽ 50,000 രൂപ പിഴ ഈടാക്കുകയും ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനാനുമതി റദ്ദാക്കുകയും ചെയ്യുന്നതാണ്. തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാരും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥന്മാർക്കും ഇതിന് അധികാരം നൽകിയിട്ടുണ്ട്. വിൽപ്പന നടത്തുന്ന പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും ഉപഭോക്താക്കളിൽ നിന്നും തിരിച്ചു വാങ്ങി പണം നൽകാനാണ് ബീവറേജ് കോർപ്പറേഷൻ, മിൽമ, കേരള വാട്ടർ അതോറിറ്റി എന്നീ സ്ഥാപനങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, പേപ്പറുകൾ, കുപ്പികൾ, തെർമാക്കോൾ, സ്ട്രോ, പ്ലാസ്റ്റിക് മേശവിരി, ജ്യൂസ് പാക്കറ്റ്, വാട്ടർ പൗച്ച്, മാലിന്യം ശേഖരിക്കാനുള്ള ഗാർബേജ് ബാഗ്, ഫ്ലെക്സ് എന്നിവ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ഈ നിയമങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തും. ബദൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ യൂണിറ്റുകളെ പ്രോത്സാഹിപ്പിക്കും. ജില്ലകൾ തോറും തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ ഹരിത കർമ്മസേന രൂപീകരിച്ചിട്ടുമുണ്ട്. നന്ദി. Thank you. Next, Ms. Limsa, please proceed. Madam Speaker, please allow me to raise a pertinent question here. We are living in an age of unparalleled and unprecedented changes and challenges. Their far-reaching implications have made the world a puzzling and perplexed place. The world is in a state of flux. It's said to be the post-truth age, where the truth is dead and gone, with values and principles taking a nosedive, and anarchy and authoritarian, autocratic arrogance ruling the roost. A new kind of power seems to rule the world with evil intent, hell-bent on destroying the democracy, universal brotherhood. The world is veering away from liberal democracy towards authoritarian, repressive regimes. The Indian economy is in dizzying tailspin. The greatest temples of global capitalism are collapsing. There is a paucity of decisive and honest leaders. We are witnessing history playing out a script of extreme muscular, majoritarian, malevolent politics on world's largest democratic stage. Democracy is in peril. Intolerance is growing. The minorities live in fear. Dissent is being suppressed. Media is shackled. And the judiciary too is under pressure. As I stand in front of you, my heart goes to the people who are agitating against the ruthless, sadistic, draconian Citizenship Amendment Bill designed to split and to splinter the Indian mass on religious and communal lines. The Citizenship Amendment Act is a profound crisis on India's secular structure. It must be rejected for 3 reasons. First, it's against the letter and spirit of our Constitution. Second, it's divisive, deeply discriminatory, and violative of human rights. Third, it seeks to impose politics and philosophy of Hindutva with its vision of creating a Hindu nation on entire people and on the basic structure of a polity. Our constitutional values are in peril, and no person who has faith in our democracy can afford to be silent and uninvolved in what is happening around us. Here is yet another issue. Jamia Millia is an institution that has produced some bright, brainy, brilliant bunch of cutting-edge minds who are entering exemplary services in the entire panorama of human life. That institution has been attacked.
The Delhi police barged into Trivandrum and vandalized classrooms, libraries, and beat up whoever inside in black and blue. There is a huge swell of anger across the country against this aggressive and abrasive onslaughts against democracy, freedom, and constitutional rights. In this perilous situation, we cannot stand and stare. Time is running out for us to stand united, regardless of socio-political hues and shades. It's time for us to form a human chain of dignity and solidarity against this mindless madness. I strongly believe that there is a method in this madness. Madam Speaker, who will stop this madness and what are we waiting for to say a big blatant no against this innate injustice? Okay, thank you. Next, Noora. Honorable Speaker, if there is anyone out there in this house and outside who believe that 70% of the planet is covered by potable drinking water, who still wonders at the possibility of yet another world war for water, who still doesn't care to question the digging and mining of our planet Earth in the name of devastating mindless development. Madam Speaker, here lies your answer. Amazon is the world's largest rainforest, over 5.5 million kilometers squared, which is burning, which is under severe threat. Amazon is the length of this planet, which is producing 20% of the oxygen for you and me. The region is home to about 2.5 million insect species, 3,000 types of fish, 40,000 plants, 2,000 birds, and a whopping 2.5 different insects. A large part of the rainforest have been defiled and destroyed. A big mining mafia is playing havoc on the rainforest with the connivance of government. Madam Speaker, you know that Amazon delivers 55 gallons of water to the Atlantic Ocean every single second. 25% of all Western pharmaceuticals come from rainforest-based ingredients. Yet, less than 1% of the trees and plants in the Amazon have been tested by scientists. A depressing 1.5 acres of the rainforest vanishes every second, with an average of 137 species becoming extinct each day. Less than 1% of the light makes it through the canopy of the trees, and when it rains, it takes around 10 minutes for the water to seep down to the ground. Imagine losing this dense forest cover. Already 17% of the rainforest was lost in this way. That last 50 years. If 20 to 25% of Amazon gets destroyed, this system will definitely get into a tipping point. Madam Speaker, here is a girl who champions the cause of our planet, who conduct the biggest climate strike in the world. We have an assembly line of leaders doing next to nothing to protect and preserve our planet, the depleting greenery of our planet. Madam Speaker, let's come down to Kerala. We have 44 rivers crisscrossing Kerala. We have thousands of water bodies, lagoons, pools, ponds. But here is a big but. When summer comes, the people are made to run helter-skelter in search of potable drinking water. Don't we have a lasting solution for this? Don't we have a rethink on this misplaced development? As Gadgil report suggests, every inch of Kerala is ecologically sensitive. The change is coming. The world is waking up, whether you like it or not. So that is why
I would like to introduce one of my personal missions called Plants Our Passion. It's a mission started in 2017, which we are distributing plants among the world, a global green revolution. Have a mission of 1 lakh living plants around the world. We all know when Environment Day, some special days come and we plant and we go. We doesn't care to continue that and we doesn't care to preserve that. But what the plants our passion makes unique that we are doing the regular follow-up and that. If it dies, we will replace it with the next day. Our plants should be alive. And we have already started our account in about 5 states of India and 14 districts of Kerala. And we are giving an awareness to the students and to the people. We are losing our environment. We are just getting out of the track. We have to work on that. We are the one who is responsible for looking after our environment, our nature. That is why we started the mission called Plants Our Passion. Thank you. Sorry, Madam Speaker, in between, we have a very distinguished guest, Mr. B.T. Balram, MLA. നമ്മുടെ കേരളത്തിൻ്റെ യുവ MLA-മാരുടെ ഒരു കൂട്ടായ്മ ഇന്ന് നമ്മുടെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ശക്തമായി സമൂഹത്തിനോടൊപ്പം നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. VT ബൽറാം MLA പാലക്കാട് ജില്ലയിലെ തൃത്താല മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇത് 2ാം തവണയാണ് നിയമസഭയിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 9 വർഷമായി തന്റെ അസംബ്ലി പ്രാതിനിധ്യത്തിലൂടെ കേരളത്തിലെ സമൂഹത്തോട് നിരന്തരം സംവദിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ VT ബൽറാം MLA IAME ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ സംഘടിപ്പിക്കുന്ന കേരള സ്കൂൾ പാർലമെന്റിലേക്ക് ഈ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ MLA-യെ ക്ഷണിക്കുന്നു. ആദരണീയായ സ്പീക്കർ, ഏറെ ബഹുമാന്യരായിട്ടുള്ള സ്കൂൾ പാർലമെന്റ് അംഗങ്ങളെ, വേദിയിലെ ബഹുമാന്യരായിട്ടുള്ള സംഘാടകരെ, എല്ലാവരെയും മറ്റു വാക്കിൽ അഭിവാദ്യം ചെയ്യുകയാണ്. ഐഡിയ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് 140-ലേറെ വിദ്യാലയങ്ങളുടെ പ്രതിനിധികളായിട്ടാണ് നിങ്ങൾ ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത്. വിദ്യാലയങ്ങളുടെ മാത്രം പ്രതിനിധികളല്ല നിങ്ങൾ, ഒരു തലമുറയുടെ പ്രതിനിധികളായിട്ടാണ് ഞാൻ നിങ്ങളെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. കേരള നിയമസഭയിലെ ഒരു അംഗം എന്ന നിലയിൽ ഇവിടെ നിങ്ങളുടെ ഈ സ്കൂൾ പാർലമെന്റിനെ ഇങ്ങനെ നിന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ വലിയ സന്തോഷവും അതിനേക്കാളേറെ വലിയ പ്രതീക്ഷയുമാണ് എന്നെപ്പോലുള്ള ആളുകളുടെ മനസ്സിലുണ്ടാവുന്നത്. ഞാൻ ആലോചിച്ചു പോവുകയാണ്, കേരള നിയമസഭയിലും ഇതുപോലെ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. തീർച്ചയായും നാളുകളിൽ അതുണ്ടാകുക തന്നെ ചെയ്യും എന്നാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വാക്കുകൾ ഇവിടെ കേട്ടപ്പോൾ എനിക്ക് ഉറച്ച ബോധ്യമുണ്ടായത്. നിങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് വളർന്നു വരുന്നത്. നിങ്ങളിൽ എത്ര പേർക്ക് ഇപ്പോൾ ഔപചാരികമായിട്ട് വോട്ടവകാശമുണ്ട് എന്നറിയില്ല, മിക്കവാറും ആർക്കും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അടുത്ത ഏതാനും വർഷങ്ങൾക്കകം നിങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാഗമാവുകയാണ്.
ജനാധിപത്യം ഒരു വലിയ അവസരമാണ്, അതോടൊപ്പം വലിയൊരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നല്ല ഒരു പരിശീലനമാണ് ഈ സ്കൂൾ പാർലമെന്റിന്റെ മൊത്തത്തിലുള്ള എക്സസൈസിലൂടെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി, 5-6 മാസമായി നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് എന്ന് അഭിമാനിക്കാറുണ്ട്. ഇപ്പോഴും ഔദ്യോഗികമായി ആ വിശേഷണം നമുക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അത് പറയുമ്പോഴും അത് എത്രത്തോളം ആത്മാർത്ഥമായി നമുക്ക് പറയാൻ സാധിക്കും, എത്രത്തോളം ആ ആശയത്തോട് നീതി പുലർത്തിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ള സംശയമാണ് ഈ രാജ്യത്ത് ഓരോ ദിവസവും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അല്പം മുമ്പ് നിങ്ങളുടെ ഒരു പ്രതിനിധി സംസാരിച്ചത് ഞാൻ കേട്ടു. ഇന്ത്യ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന ചില സാഹചര്യങ്ങളെ കുറിച്ചാണ്. ഇന്ത്യ എന്ന ആശയം എത്ര വലിയ രീതിയിലാണ് വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. അതിൽ നിങ്ങളുടെ തലമുറയുടെ ആശങ്കയാണ് ഇവിടെ എനിക്കതിലൂടെ കേൾക്കാൻ സാധിച്ചത്. ഇതുപോലെയുള്ള ചർച്ചകൾ, ഇതുപോലെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ആശയ സംവാദങ്ങൾ നമ്മുടെ യഥാർത്ഥ പാർലമെന്റിലും യഥാർത്ഥ നിയമസഭയിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുകൂടി ഈ അവസരത്തിൽ ചിന്തിച്ചു പോവുകയാണ്. അത്രത്തോളം വൈവിധ്യമാർന്ന വിഷയങ്ങളാണ്. ഞാനിവിടെ കടന്നു വന്നിട്ട് 10-20 മിനിറ്റ് ആയിട്ടുള്ളൂ. പക്ഷെ ഇതിനകം തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ സാധിച്ചത് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. 44 നദികളുള്ള കേരളത്തിൽ ആളുകൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടാത്ത അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നു. ഓരോ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിലേക്കുള്ള ബസ്സിൽ കയറുമ്പോൾ ആ ബസ്സിൽ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇവിടെ സൂചിപ്പിക്കുന്നു. ആരോഗ്യ മേഖലയിൽ ഉണ്ടാകേണ്ടുന്ന മാറ്റങ്ങളെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നു. ട്രാൻസ്ജെൻഡേഴ്സിന്റെ സാമൂഹ്യ പദവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഇവിടെ അവതരിപ്പിക്കുന്നു. അൺഎയ്ഡഡ് വിദ്യാലയങ്ങളുടെ അംഗീകാരമടക്കമുള്ള വിഷയങ്ങൾ ഇവിടെ പരാമർശ വിധേയമായി എന്നുള്ളത് എത്രത്തോളം വലിയൊരു ക്യാൻവാസിലാണ് നിങ്ങൾ ഈ കാര്യങ്ങളെയൊക്കെ നോക്കിക്കാണുന്നത് എന്നത് അത്ഭുതപ്പെടുത്തുന്നൊരു അനുഭവമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജനാധിപത്യത്തിൽ ഇപ്പോഴുള്ള ഈ കാർമേഘങ്ങൾ നമുക്കൊക്കെ അല്പം നിരാശ നൽകുന്നുണ്ട് എങ്കിലും ഇതിന്റെ ഭാവി നിങ്ങളിലൂടെ ശോഭായമാനമാവും എന്ന പ്രതീക്ഷ ഇവിടെ നിൽക്കുമ്പോൾ വർദ്ധിക്കുന്നു. സംസാരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഉത്തരവാദിത്വം. ജനാധിപത്യം അടിസ്ഥാനപരമായി കോൺവെർസേഷൻസ് ആണ്, ആശയവിനിമയങ്ങളാണ്, ഒപ്പീനിയൻ മേക്കിംഗ് ആണ്. മഹാനായ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ എപ്പോഴും ഉദ്ധരിക്കപ്പെടുന്ന ഒരു വാചകം നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. The world suffers a lot, not because of the violence of the bad people, but because of the silence of the good people. ഈ ലോകത്ത് ഇന്നുണ്ടാകുന്ന വലിയ അപജയങ്ങളും ബുദ്ധിമുട്ടുകളും സാധാരണക്കാർ അനുഭവിക്കുന്ന പീഡനങ്ങളും അത് ചില വില്ലന്മാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമല്ല, അത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ച് മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, നല്ലവർ എന്ന് നമ്മൾ എല്ലാവരും വിശേഷിപ്പിക്കുന്ന ആളുകൾ, ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് കരുതി മാറി നിൽക്കുമ്പോഴാണ് അവർക്ക് അതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള അവസരം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ജനാധിപത്യം ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ഒരു അവസരം മാത്രമല്ല, ഒരു സ്വാതന്ത്ര്യം മാത്രമല്ല, ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ഇടപെടുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം. നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നമ്മുടെ അതിർവരമ്പുകൾ നമുക്ക് തന്നെ നിശ്ചയിക്കാം. ഓരോരുത്തരുടെയും സാഹചര്യം വ്യത്യസ്തമാണ്. പക്ഷെ അതിനകത്തൊക്കെ നിൽക്കുമ്പോഴും ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് എങ്ങനെ ഇടപെടലുകൾ നടത്താം, എങ്ങനെ അഭിപ്രായങ്ങൾ പറയാം, എങ്ങനെ ഈ ഒപ്പീനിയൻ മേക്കിങ്ങിന്റെ ഭാഗമാവാം, എങ്ങനെ തെറ്റായ പ്രവണതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ തിരുത്താനുള്ള വലിയ പോരാട്ടത്തിന്റെ ഭാഗമാവാം. ഇതാണ്
ജനാധിപത്യം അടിസ്ഥാനപരമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ത്യയുടെ അടിസ്ഥാനപരമായ ഭരണഘടനാ മൂല്യങ്ങൾ വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചു, ഒരു ലിബറൽ ഇന്ത്യയാണ് നമ്മൾ ആഗ്രഹിച്ചത്, ഒരു സെക്യുലർ ഇന്ത്യയാണ് നമ്മൾ വിഭാവനം ചെയ്തത്, ഒരു ഇൻക്ലൂസീവ് ഇന്ത്യക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്രയും നാൾ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ ആ ആശയം ദൗർഭാഗ്യവശാൽ വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അസഹിഷ്ണുതയുടെ, വെറുപ്പിന്റെ, അപരവൽക്കരണത്തിന്റെ, മാറ്റി നിർത്തലിന്റെ, വേട്ടയാടലിന്റെ, ഒറ്റപ്പെടുത്തലിന്റെ, അട്ടിപ്പായിക്കലിന്റെ അതിന്റെ വാർത്തകളാണ്, അതിനെക്കുറിച്ചുള്ള ആക്രോശങ്ങളാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഈ സാന്നിധ്യം കാണുമ്പോൾ വലിയ പ്രതീക്ഷ, വലിയ സന്തോഷം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. കാരണം നിങ്ങളെ ഓരോരുത്തരെയും മുന്നിൽ കാണുമ്പോൾ ഈ രാജ്യത്തെ ഭാവി പൗരന്മാരെയാണ് ഞാൻ അടക്കമുള്ള ആളുകൾ നിങ്ങളുടെ മുഖങ്ങളിൽ ദർശിക്കുന്നത്. പക്ഷെ മറ്റു ചിലർ നിങ്ങളുടെ വസ്ത്രം നോക്കി തിരിച്ചറിയാൻ ആക്രോശിക്കുകയാണ്. പക്ഷെ ഇന്ത്യൻ ജനാധിപത്യം തിരുത്തൽ വരുത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് മണ്ണിൽ നിന്നുകൊണ്ടാണോ ഇന്ത്യയുടെ പ്രധാന ഭരണാധികാരി സ്വന്തം രാജ്യത്തെ ജനങ്ങളെ, പ്രതിഷേധിക്കുന്ന ജനങ്ങളെ അവരുടെ വസ്ത്രം നോക്കി തിരിച്ചറിയണം എന്ന് ആഹ്വാനം ചെയ്തോ, ആ മണ്ണിൽ ഇന്നലെ അവിടുത്തെ ജനവിധി പുറത്തു വന്നിരിക്കുന്നു. ആ വിഷലിപ്ത രാഷ്ട്രീയത്തെയും വർഗീയ ചിന്താഗതിയെയും ജനങ്ങൾ തൂത്തെറിഞ്ഞുകൊണ്ട് മതേതരത്വത്തിന്റെ പാതയിലേക്ക് അതിശക്തമായി തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ച ഒരു സന്തോഷകരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് ഝാർഖണ്ഡിൽ നിന്ന് ഇന്നലെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ നമുക്ക് പൂർണ്ണമായും പ്രതീക്ഷ നഷ്ടപ്പെടില്ല. നമ്മൾ തിരിച്ചു വരിക തന്നെ ചെയ്യും, നമ്മൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നമ്മുടെ നാടിനെ നമ്മൾ വീണ്ടെടുക്കുക തന്നെ ചെയ്യും. ആ വലിയ പോരാട്ടമാണ് നിങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഞങ്ങളൊക്കെ അതിന്റെ ഭാഗമേ ആകുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ പുറകിൽ ഇതുപോലെ നിൽക്കാനാണ് ഞങ്ങളുടെ തലമുറയുടെ നിയോഗം. മുന്നിൽ നിൽക്കേണ്ടതും മുന്നിൽ നിന്ന് നയിക്കേണ്ടതും നിങ്ങൾ ഓരോരുത്തരുമാണ്. ആ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഭംഗിയായി നിർവഹിക്കാൻ കഴിയും എന്നുള്ള പൂർണ്ണ ശുഭാപ്തി വിശ്വാസമാണ് ഇവിടെ നിൽക്കുമ്പോൾ എന്നെപ്പോലുള്ള ആളുകൾക്കുള്ളത്. നമ്മൾ ഇന്ത്യയെ വീണ്ടെടുക്കും എന്നൊരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ തെളിഞ്ഞ കാഴ്ചപ്പാടിനെയും ഇടപെടാനുള്ള മനസ്ഥിതിയെയും ആശയങ്ങൾ പരസ്പരം സംവദിക്കാനുള്ള ആ സന്നദ്ധതയെയും ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഭയപ്പെടാതെ ഉത്തരം പറയാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഭരണാധികാരികളെ ഇവിടെ കാണാൻ സാധിച്ചതുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ നല്ല സംരംഭം ഇവിടെ കാഴ്ചവെച്ച IAMEക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നേരുന്നു. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണിത്. കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങളിൽ വളരെ താല്പര്യപൂർവ്വം കേരള യുവജനങ്ങൾ ഉറ്റുനോക്കുന്ന നിയമസഭാ സഭാജികനാണ് പ്രിയങ്കരനായ ബലറാം സാർ. തെരുവുകളുടനീളം സമരമുഖത്ത് നേർപ്പിക്കുന്നതിനിടയിൽ ഒരു സമരമുഖത്തിൽ നിന്നാണ് അദ്ദേഹം നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. തീർച്ചയായും പോരാട്ടങ്ങൾ കഥ പറയുകയല്ല, പോരാട്ടങ്ങളിൽ പങ്കെടുത്തുകൊണ്ടാണ് ഒരു ജനതയെ നയിക്കാൻ നമ്മുടെ നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത്. ആശ്രമമായ കാലത്ത് പുതിയ തലമുറക്ക് ദിശ പകരുന്ന നമ്മുടെ ഇത്തരത്തിലുള്ള നിയമസഭാ സാമാജികർ എന്തുകൊണ്ടും നിങ്ങളെ മുമ്പിലെത്തിയത് ഞങ്ങൾക്ക് വലിയ സന്തോഷം അറിയിക്കുകയാണ്. ഈ സാന്നിധ്യത്തെ ഞങ്ങൾ വളരെ വിലമതിക്കുന്നു. എല്ലാവിധ സന്തോഷങ്ങളും പ്രിയപ്പെട്ട MLA സാർക്ക് ഉപഹാരം നൽകുന്നു. IAME സെക്രട്ടറി ശ്രീ അബ്ദുൽ ഖാദർ സാർ, ചീഫ് മിനിസ്റ്ററും സ്പീക്കറും ചേർന്ന് MLA സാറിന് ഉപഹാരം. പ്രതിപക്ഷ നേതാവ്
The young MLA Noora from Ishad Public School has brought a project today and have a presentation. She would love to declare here with our young MLA Balram sir with a seed which she wants to bring every parts of the world with planting the passion, right? The project, Noora, come in. So we request our honorable MLA to receive the seeds to be planted. We make our world green, cool, calm, ever sustainable. Thank you, sir. Next, Miss Rizwana Nasrin, please proceed. ബഹുമാനപ്പെട്ട സ്പീക്കർ മാം, ഇന്ത്യ ലോക ജനസംഖ്യയിൽ 2ാം സ്ഥാനത്താണ്. സ്വാതന്ത്ര്യം നേടി 70 വർഷം കഴിഞ്ഞിട്ടും ലോകത്തിലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങളുള്ള പട്ടികയിൽ മുൻപന്തിയിലാണ് ഇന്ത്യ. സർക്കാരിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 30 കോടിയോളം വരുന്ന ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്നവരാണ്. 15 വയസ്സിനും 29 വയസ്സിനും ഇടയിലുള്ള 30% ചെറുപ്പക്കാർ തൊഴിലില്ലായ്മ അനുഭവിക്കുന്നവരാണ്. ഈ തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ ഗവൺമെന്റ് എന്ത് നടപടിയാണ് സ്വീകരിക്കുക? എന്റെ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രി സദയം മറുപടി തരുമോ? Silence. സ്പീക്കർ മാം, കേരളത്തിൽ തൊഴിലില്ലായ്മയല്ല ഒരു മുഖ്യ പ്രശ്നം. മലയാളികളുടെ തൊഴിലിനുള്ള സമീപനമാണ് പ്രധാന പ്രശ്നം. അന്യ സംസ്ഥാനക്കാർ ഇവിടെ വന്ന് തൊഴിൽ ചെയ്ത് ജീവിക്കുമ്പോൾ മലയാളികൾ വൈറ്റ് കോളർ ജോബ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എംപ്ലോയബിലിറ്റി സെന്ററുകൾ വഴി ധാരാളം തൊഴിൽ നൽകാനുള്ള ശ്രമങ്ങൾ നമ്മുടെ സർക്കാർ ചെയ്തു വരുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ സ്കിൽഡ് ലേബേഴ്സിന് ധാരാളം അവസരമുണ്ടെങ്കിലും മലയാളികൾക്ക് അതിനുള്ള സ്കില്ലില്ലാത്തതാണ് പ്രധാന പ്രശ്നം. വൊക്കേഷണൽ സെന്ററുകൾ വഴി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നൽകുന്നുണ്ടെങ്കിലും മലയാളികൾക്ക് അതിനോട് വിമുഖതയാണ്. Next. As we know, unemployment is becoming more common day by day. As the top rankers are also seeking for jobs. So, what is the use for studying up to 10 to 20 years? നമുക്കറിയാം തൊഴിലില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പല തരത്തിലുള്ള ബിരുദങ്ങൾ നേടിയിട്ടും ഉന്നതമായ പഠനങ്ങൾ കരസ്ഥമാക്കിയിട്ടും ഒരു കൂട്ടം യുവാക്കൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. On the same hand, people who are studying at higher institutions like Infosys, Microsoft are getting higher salaries and good jobs. But same course studying at some local institution, they are not getting. So my question is to the Excise and Labour Minister, what are the precautions that you can take to vanish this and abolish? I already explained everything here. Reason for unemployed is unplanned preparation from the basic sectors of education. The education system are not preparing the child for job on global perspective. Albert Einstein once said, everybody is genius, but if you judge a fish by its ability to climb a tree, it always live its whole life believing that it is stupid. Our school should be competency centered to enhance the skills of students. The curriculum must be future focused and prepare the child not only based on what the world demands now but for the future. That's all. Honorable Madam Speaker, as a member of this assembly, I would like to bring a burning issue to the attention of this august assembly. Our future buds, the youngsters, the teeny-weeny kids are in the grip of a new evil, a new kind of intoxicant called the internet. They are sitting day in, day out, bent over gadgets and gizmos, navigating and wandering through various social media platforms at a time when they should seriously concentrate on their studies. These gadgets and gizmos stifle their creativity and imagination. It makes them slaves of this technology. It's a global trend. It's a contagion spreading across the world. Take for example, if you give Facebook a land and a territory, this platform is going to be the biggest country, substantially bigger than China. Of course, social media continues to open up new opportunities for societies. At the same time, nowhere is the propagation of racist ideas more apparent today than on social media. The international riveting exploration of the causes and consequences of the current societal breakdown just openly points out to this social media itself.
The role of digital technology is breaking down the physical borders and is one of the many trends in the fourth industrial revolution. 88% of the respondents in the study of social media experiences reported that people are less polite on social media than they would be in face-to-face interaction. Why is that? Of course, the easy answer is that they can't see the face. Face give feedback. They give a non-verbal thumbs up through body language when our words create either misunderstanding or offense. The book Anti-Social by Andrew Martens is an engrossing work of literacy journalism. A genuine first of its kind, ambitious, attuned to the novel features of social media, and is written with enough detail and perspective to survive the subtle grain of a multifaceted movement. Anti-Social is an engaging, relentlessly detailed and observant study of the modern digital drug. The word social media itself burns in the minds of youngsters and is invading and replacing today's society and culture itself. The internet has become the public space of the 21st century. The world's town square, classroom, nightclubs, marketplace, coffee house, we all shaped and are shaped by what happens there. All 2 billion of us and counting. So India has got the largest room in the digital space. So my question is, what are we heading for? Unless and until we control this beast, it will go rampaging the entire socio-political order. I would like to know from this government, do we have a policy for this? Time is running out to have a well-defined policy and approach against this beast, social media. Thank you. Okay, thank you. ചോദ്യോത്തരവേള തുടരുന്നു. Next, Shirin, Ms. Shirin, please proceed. My question is to Tourism Minister. What are the innovative projects planned and followed in Kerala for the development of Tourism Minister? And what more is there? When we cast a glance upon the industry of Kerala tourism, we can see it's dotted with numerous rivers and backwaters. So, what are the special projects and steps going to implement for the better developing of luxury boat by connecting backwaters and rivers? Will the Minister of Tourism be pleased to state? Honorable Chair, question of MLA indicates the hope and anxiety of opposition party. Appreciating for the given attention to the mentioned area. Honorable Speaker, ma'am, the Ministry of Tourism is developing in the states in a planned and prioritized manner. Kerala Tourism has given final shape to several of its projects and a bearing of its future tourism activities in the state. Some of the projects are clean lines in public areas, innovation of park view building, development of ecotourism projects, etc. As a part of ecotourism, we in future are going to connect rivers and backwaters. We hope a good and pleasant luxury boat service through these connected rivers and backwaters as soon as possible. Thank you. Okay, next. ബഹുമാനപ്പെട്ട സ്പീക്കർ മാം, നമ്മുടെ രാജ്യത്ത് 89% MBBS സ്റ്റുഡൻസ് പാസ് ഔട്ട് ആകുന്നുണ്ട്. എന്നാൽ അതിൽ നല്ലൊരു ശതമാനം പേരും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. ശേഷിച്ച ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ കണക്ക് പറയുന്നത് 10,000 ആളുകൾക്ക് 7 ഡോക്ടേഴ്സ് എന്നതാണ്. 134 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഇന്ത്യയിലെ നല്ലൊരു ശതമാനം ജനസംഖ്യയുള്ള കേരളത്തിന്റെ കാര്യവും മറിച്ചല്ല. രാത്രി 8 മണിക്ക് ശേഷം പല സർക്കാർ ഹോസ്പിറ്റലുകളിലും ഒരു ഡ്യൂട്ടി ഡോക്ടർ പോലുമില്ലാത്ത അവസ്ഥയാണ് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. ഈ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി സദയം മറുപടി നൽകുന്നു. സ്പീക്കർ മാം, പൊതുജന ആരോഗ്യ രംഗത്ത് ലോകത്തിന് മാതൃകയാണ് ഈ കൊച്ചു കേരളം. ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക്, കൂടിയ ആയുർദൈർഘ്യം തുടങ്ങിയവ നമ്മുടെ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങളുടെ ആകെത്തുകയാണ്. ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ആർദ്രം പദ്ധതി
വലിയൊരു മുന്നേറ്റത്തിന്റെ തുടക്കമാണ്. ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. ഗ്രാമീണ ആശുപത്രികളിൽ വൈകുന്നേരം 6 മണി വരെ ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുന്നുമുണ്ട്. എല്ലാ ചികിത്സയും എല്ലാവർക്കും ലഭ്യമാകുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ആയതിനാൽ ആർദ്രം പദ്ധതി സജീവമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനവും. Next, Lintha. Respected Speaker, ma'am. സ്പീക്കർ മാം, യഥാർത്ഥത്തിൽ പ്രശ്നം ഇതൊന്നുമല്ല. ഈ ഡോക്ടർമാർക്ക് സർക്കാർ നൽകുന്ന ശമ്പളം അട്രാക്റ്റീവ് അല്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പരമാവധി ശമ്പളം ഇപ്പോൾ നൽകുന്നുമുണ്ട്. ആകർഷകമായ ശമ്പള വർധനവ് നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ സർക്കാർ ഹോസ്പിറ്റലുകളിൽ ഫെസിലിറ്റീസ് കുറവായതിനാൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നതും ഒരു കാരണമാണ്. ഈ ചോദ്യത്തിന് ആരോഗ്യമന്ത്രി സദയം മറുപടി നൽകുന്നു. Honorable Speaker, ma'am. The first reason at the back of her question is that the salary package, there is no attractive salary. This is being resolved. We are giving the attractive salary to the doctors. The second reason is that the infrastructure, സൗകര്യങ്ങളാണ് അടുത്ത ഒരു കാരണം എന്ന് പറയുന്നത്. ഈ സാധാരണ ഗവൺമെന്റ് ആശുപത്രികളെ മൾട്ടിനാഷണൽ ആശുപത്രികളാക്കി മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസുകളും ഇനി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കും എന്നാണ് നമ്മുടെ സർക്കാരിന്റെ ഒരു നിഗമനം. അതെന്തായാലും നടക്കും എന്ന് നമ്മൾ ഉറപ്പു തരുകയും ചെയ്യുന്നു. Next question. ബഹുമാനപ്പെട്ട സ്പീക്കർ മാം, ലോകരാജ്യങ്ങൾക്കിടയിൽ നമുക്ക് അഭിമാനിക്കാനാവുന്ന ഒരു ബദൽ മാർഗമായിരുന്നു നമ്മുടെ ജനാധിപത്യം. ഓരോ പൗരനും നൽകുന്ന പരിരക്ഷയും സ്വാതന്ത്ര്യവും അതിനെ വ്യത്യസ്തമാക്കുന്നു. എന്നാൽ ആ ജനാധിപത്യ മൂല്യങ്ങളെ നിഷേധിക്കുന്ന പ്രവൃത്തികളാണ് രാജ്യത്ത് ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ഉദാഹരണമാണ് ഹൈദരാബാദ് പീഡന കൊലക്കേസ്. പ്രതികൾക്ക് ശിക്ഷയും നിയമപരിരക്ഷയും ആവശ്യമാണ്. അതിലുപരി ഇരകൾക്ക് നീതി ലഭിക്കുകയും വേണം. ഹൈദരാബാദ് പീഡന കൊലപാതക കേസിലെ പ്രതികൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഈ സംഭവത്തിൽ പോലീസ് നിയമം കയ്യിലെടുക്കുകയാണ് ചെയ്തത്. നിയമപാലകർ തന്നെ നിയമം ലംഘിക്കുമ്പോൾ ഇത് മറ്റുള്ളവർ നിയമലംഘനത്തിന് പ്രചോദനം നൽകുകയും ഇതുവഴി ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കോടതിയും നിയമമുള്ള ഈ രാജ്യത്ത് ഇത്തരം കൊലപാതകങ്ങൾ അനിവാര്യമാണോ? ബഹുമാനപ്പെട്ട സ്പീക്കർ മാം, I would like to answer the question which was asked by the MLA from the opposition party. നിയമം കയ്യിലെടുക്കാൻ പൊതുജനങ്ങൾക്കോ ഉദ്യോഗസ്ഥന്മാർക്കോ യാതൊരു അവകാശവുമില്ല. നിയമം നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥന്മാർക്ക് അവരവർ ചെയ്യേണ്ട ജോലികൾ എന്തെല്ലാമാണെന്ന് ഉത്തരവുകൾ നിലവിലുണ്ട്. ഹൈദരാബാദ് സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. കുറ്റവാളികളെ വിചാരണ ചെയ്ത് കോടതി വിധിക്കുന്ന ശിക്ഷയാണ് നടപ്പിലാക്കേണ്ടിയിരുന്നത്. എന്നാൽ അവിടെ നടന്നതിനെ ഒരിക്കലും പിന്തുണക്കാൻ നമുക്ക് സാധിക്കില്ല. എങ്ങനെ നിയമം കയ്യിലെടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചാൽ മെല്ലെ മെല്ലെ രാജ്യം അരാജകത്തിലേക്കും അക്രമങ്ങളിലേക്കും വഴുതി വീഴും. അതിന് ഇടവരുത്തരുത്. ഇത്തരം നടപടി ജനങ്ങൾ സത്യസന്ധതയും നിയമവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി. Next. Honorable Speaker, ma'am. 2020 ജനുവരി മുതൽ കേരളത്തിൽ സമ്പൂർണ്ണമായി പ്ലാസ്റ്റിക് നിരോധനം കൊണ്ടുവരാൻ പോകുന്നതായി അറിഞ്ഞു. അതിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് പ്ലാസ്റ്റിക് ക്യാൻസറിന് കാരണമാകുന്നു എന്നാണ്. മാം, കേവലം ക്യാരി ബാഗുകളും ഫ്ലെക്സ് ബോർഡുകളും നിരോധിച്ചാൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ തടയാൻ കഴിയുമോ? ഇന്നത്തെ നമ്മുടെ കുട്ടികൾ യൂസ് ചെയ്യുന്ന നാപ്കിൻ പാഡുകൾ പ്ലാസ്റ്റിക് അടങ്ങിയവയാണ്. And it will cause breast cancer and uterus cancer when we use it for more than 2 hours. ആരോഗ്യമുള്ള ഒരു പൊതുതലമുറയ്ക്ക് എന്ത് പരിഹാരമാണ് നിർദ്ദേശിക്കാനുള്ളത്? ഇതിന് ആരോഗ്യവകുപ്പ് മന്ത്രി സദയം മറുപടി പറയുന്നു. The chair and the opposition MLA. Yes. Our government had already provided the cotton napkins to the consumers through the panchayats. We are not at all providing any plastic napkins to anyone. The prudence would select only the safest. നല്ലത് കാണിച്ചു കൊടുക്കാൻ മാത്രമേ ഞങ്ങൾക്ക് പറ്റൂ. അത് സ്വീകരിക്കണോ തിരസ്കരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് അവരവർ തന്നെയാണ്. We cannot urge them a lot. We cannot urge them a lot. ഇതിൽ ചെറിയൊരു ശതമാനം മാത്രമാണ് ഗവൺമെന്റിനുള്ളത്. അത് ഞങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു.
Not only that, there is another mission, which is the menstrual cup, which can be used again and again and is very hygienic. There is an option to use the clothes instead of napkin pads. വിദ്യാർത്ഥികളിൽ ബോധവൽക്കരണം നടത്തുന്നതിനായി JPH-മാർക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂളുകളിൽ നാപ്കിൻ വെൻഡിംഗ് ഡിസ്പോസൽ മെഷീനുകൾ സ്ഥാപിക്കുക വഴി ഇതുകൊണ്ട് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയും ചെയ്യും. സ്കൂളുകൾ ഹൈടെക് ആകുന്നതോടെ ഷീ ടോയ്ലറ്റ് സംവിധാനം വ്യാപകമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒപ്പോസിഷൻ MLA ഉന്നയിച്ച ഈ ചോദ്യം തികച്ചും നിരർത്ഥകമാണ്. ആയതിനാൽ സഭയുടെ വിലപ്പെട്ട സമയം ഇതിനുവേണ്ടി ചെലവഴിക്കേണ്ടതില്ല എന്നതാണ് എന്റെ അഭിപ്രായം. Next question, Mr. Shani. ബഹുമാനപ്പെട്ട സ്പീക്കർമാർ, എന്റെ ചോദ്യം ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രിയോടാണ്. സാർ, വൈദ്യുതി ഉൽപാദനമുള്ള ഒരു രാജ്യമല്ല നമ്മുടേത്. ഉപയോഗത്തിൽ വളരെ ശ്രദ്ധ വേണ്ട വിഷയമാണിത്. വൈദ്യുതിയുടെ ദുരുപയോഗം തടയാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ കൂടുതൽ കർശനമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ഈ ചോദ്യത്തിന് സദയം മറുപടി നൽകുന്നു. ഒരു രാജ്യത്തിന്റെ ഉൽപാദനവും സാമ്പത്തിക വളർച്ചയും ആ രാജ്യത്തിന്റെ വ്യവസായ വളർച്ചയെ ആശ്രയിച്ചിരിക്കുന്നു. ഊർജ്ജരംഗത്തെ നാഴികക്കല്ലായി മാറിയത് മൈക്കൽ ഫാരഡെ 1830 വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള കണ്ടുപിടിച്ചതോടെയാണ്. ഈ കാലഘട്ടത്തിൽ വൈദ്യുതി, ഇന്ധനം എന്നിവ ഒഴിവാക്കാനാവാത്ത ഘടകങ്ങളാണ്. ജനങ്ങൾ സ്വയം ബോധവാന്മാരായി ഊർജ്ജ ഉപയോഗം കുറയ്ക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. വെളിച്ചത്തിനായി LED ബൾബുകളും CFL ലൈറ്റുകളും ഉപയോഗിക്കാം. ഇതിനായി സർക്കാർ ബോധവൽക്കരണ പരിപാടികളും സൗജന്യ നിരക്കിൽ LED ബൾബുകളും വിതരണം ചെയ്തിട്ടുണ്ട്. കൂടാതെ സോളാർ പാനലുകൾ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വീടുകൾ വെളിച്ചമുണ്ടാക്കാൻ സൗജന്യ നിരക്കിൽ സോളാർ പാനലുകളും ബൾബുകളും നൽകുന്ന പദ്ധതികളും നിലവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. Next. Honorable Speaker, ma'am, my question is towards the electricity minister. Tribal areas like Wayanad and the remote hilly areas of the district are not getting proper electricity supply. So, why isn't the government responsible for that? Sir, please answer. Silence. ബഹുമാനപ്പെട്ട സ്പീക്കർ മാം, സമ്പൂർണ്ണ വൈദ്യുത സംസ്ഥാനമാണ് സർക്കാരിന്റെ ലക്ഷ്യം. വൈദ്യുതി എത്താത്ത സ്ഥലങ്ങൾ ഉണ്ടെന്ന് പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഉൾനാടുകളിൽ താമസിക്കുന്നവർക്ക് വൈദ്യുതി എത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനാൽ അവരെ കൂടി ജനവാസ കേന്ദ്രങ്ങളിൽ പ്രത്യേകമായി താമസിപ്പിക്കാൻ സർക്കാർ ലക്ഷ്യമിട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വൈദ്യുതിയും വെള്ളവും മറ്റു അടിസ്ഥാന കാര്യങ്ങളും അവർക്കും കൂടി ലഭ്യമാകുന്ന അവസ്ഥയും ഉണ്ടാകും. That's all. Thank you. Then Respected sir, എന്റെ ചോദ്യം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോടാണ്. ഒരു രാജ്യത്തെ തകർക്കാൻ ബോംബുകളോ മിസൈലുകളോ ആവശ്യമില്ല. അവിടുത്തെ വിദ്യാഭ്യാസ മേഖല തകർന്നാൽ മതി. അത്തരം യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഡോക്ടർമാർ രോഗികളെ കൊല്ലും. അതുപോലെ തന്നെ എഞ്ചിനീയർമാരുടെ റോഡും പാലവും തകരും. അങ്ങനെ പല മേഖലകളും തകരും. ഇപ്പോൾ മോഡറേഷൻ ഗ്രേസ് മാർക്ക് നൽകി നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും പുറത്തിറങ്ങുന്നവർ നാളെ രാജ്യത്തെ കെട്ടിപ്പൊക്കുകയല്ല, മറിച്ച് തകർക്കുകയാണ് ചെയ്യുന്നത്. താങ്കൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സദയം മറുപടി നൽകുമോ? Honorable Speaker, Madam, it's indeed a prestigious and relevant question. Let me answer with that. As we all know that the primary objective of the higher education is to enhance one's abilities for his future generation. With increase in literature and government actually spending on school and college education, the number of enrollments of higher education is also on the rise. From our part, or your part, it's very essential to encourage the students to just not look at the fancy side of finding a job and a good salary, but to build an excellent career and to track a record with a good higher education. Our government has not yet issued grace marks to anyone other than those who are eligible. I can assure you that it will not happen as long as my government is in office. We all know that. Silence. We all know that we are talented in different ways. Those who fail to get high marks in exams are
not wrong to give grace marks to build a better future generation. If grace mark is given to others, it will be investigated and actions will be taken on it. And remember, qualification for something good doesn't come as a miracle or luck. It only comes from true hard work. ബഹുമാനപ്പെട്ട സ്പീക്കർ മാം, ഞങ്ങളുടെ നാട്ടിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. അതായത് മഴക്കാലത്ത് പോലും കുടിവെള്ളം വില കൊടുത്തു വാങ്ങേണ്ടി വരുന്നു. ജനങ്ങളെല്ലാവരും നിസ്സഹായരാണ്. ആ പ്രദേശത്തെ ജനങ്ങൾക്കെല്ലാം കുടിവെള്ളം എത്തിക്കാൻ എന്ത് നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി സദേം മറുപടി നൽകുമോ? സ്പീക്കർ മാം, കുടിവെള്ള പ്രശ്നം ഇന്ന് സംസ്ഥാനത്ത് വളരെ രൂക്ഷകരമായി നിലകൊള്ളുന്നു. ആയതിനാൽ പല കുടിവെള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയും നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തുന്നുണ്ട്. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി ജലനിധി പോലെയുള്ള കൂടുതൽ ജലവിതരണ പദ്ധതികൾ നമ്മൾ നിലവിൽ കൊണ്ടുവരുന്നതായിരിക്കും. That's all. Thank you, ma'am. സൈലൻസ്. അടുത്ത ചോദ്യം. ബഹുമാനപ്പെട്ട സ്പീക്കർ മാം, എന്റെ ചോദ്യം പുരാവസ്തു വകുപ്പ് മന്ത്രിയോടാണ്. സംസ്ഥാനത്തെ സമ്പന്നമായ ചരിത്രരേഖകൾ കണ്ടെത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും പുരാവസ്തു വകുപ്പ് സർവേ നടത്തിയിട്ടുണ്ടോ? ഈ സർവേയിൽ അമൂല്യമായ ചരിത്രരേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? മലപ്പുറം ജില്ലയിൽ നിന്നും 500ഓളം വർഷം പഴക്കമുള്ള അറബി ആയുർവേദ ഗ്രന്ഥങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? ഇതിന് ബഹുമാനപ്പെട്ട പുരാവസ്തു വകുപ്പ് മന്ത്രി സദയം മറുപടി നൽകുമോ? സൈലൻസ്. ബഹുമാനപ്പെട്ട സ്പീക്കർ മാം, രാജഭരണകാലത്ത് തന്നെ സംസ്ഥാനത്ത് തുടക്കം കുറിച്ച പുരാവസ്തു വകുപ്പ് പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നവീകരിച്ചു വരുന്നു. വകുപ്പിന് കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുന്നതിനായി സർക്കാർ നിർദ്ദേശപ്രകാരം ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ വിദഗ്ധ സമിതി നടത്തിയ പഠന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് വിശദമായി വിലയിരുത്തിയതിനു ശേഷം അതീവ പ്രാധാന്യത്തോടെ ഉൾക്കൊള്ളാനും നടപ്പിലാക്കാനും ശ്രമിക്കും. നിരവധി നവീന പ്രവർത്തനങ്ങൾ വകുപ്പിന്റെ കീഴിൽ നടന്നു വരുന്നുണ്ട്. ജില്ലാടിസ്ഥാനത്തിൽ പൈതൃക മ്യൂസിയങ്ങൾ സ്ഥാപിക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നു. നിലവിൽ 180-ൽ പരം സ്മാരകങ്ങളും 12 മ്യൂസിയങ്ങളുമാണ് വകുപ്പിന്റെ സംരക്ഷണത്തിൽ കീഴിൽ വരുന്നത്. പുരാതന ലിഖിതങ്ങളും പുരാതനമായ ഭാഷാ ശൈലികളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി എപ്പിഗ്രഫി വിംഗ് സ്ഥാപിച്ചിട്ടുണ്ട്. ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയും കേരള പുരാവസ്തു വകുപ്പും സംയുക്തമായി നടത്തിയ സർവേയിൽ ഒരുപാട് പുരാലിഖിതങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. തിരുനെല്ലി ചെപ്പേടുകൾ പോലുള്ള രേഖകൾ അങ്ങനെ സംരക്ഷിച്ചു പോകുന്നവയാണ്. മലപ്പുറത്തിൽ നിന്നും 500 വർഷം പഴക്കമുള്ള രേഖകൾ കിട്ടിയിട്ടുണ്ട്. അതിന്റെ കാലപ്പഴക്കം കൃത്യമായി നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് 500 വർഷം പഴക്കം വരും എന്നാണ് നിഗമനം. ആയുർവേദ യുനാനി ചികിത്സയും പല അസുഖങ്ങൾക്കുള്ള ഒറ്റമൂലികയുമാണ് കൃതിയുടെ ഉള്ളടക്കം. വിശദമായ പഠനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഇന്ന് കാലത്ത് അന്യം നിന്ന് പല ചികിത്സാ രീതികളും ആ അറബി ഭാഷയിൽ രേഖകളിൽ പ്രതിപാദിക്കുന്നതായി പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. Next question. Honorable Speaker Ma'am, with your permission, ഇന്നത്തെ CBSE കുട്ടികൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ബാഗ് വെയിറ്റ്. പുസ്തകത്തിന്റെ ബാണ്ഡക്കെട്ടുകൾ ചുമന്ന് പോകുന്ന പ്രൈമറി കുട്ടികളുടെ ദൈനംദിന വിവരണമാണ്. ബാഗ് വെയിറ്റ് കുറക്കുന്നതിന് ആവശ്യമായ എന്ത് നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്? ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഈ ചോദ്യത്തിന് സദയം മറുപടി നൽകുമോ? സ്കൂൾ ബാഗിന്റെ ഭാരം കുറക്കുന്നതിന് ഗവൺമെന്റ് നേരത്തെ തന്നെ നടപടി സ്വീകരിച്ചിട്ടുള്ളതാണ്. കുട്ടിയുടെ ഭാരത്തിന്റെ 1% മാത്രമേ സ്കൂൾ ബാഗിന് ഭാരമുണ്ടാകൂ എന്നുള്ള നിയമം നിലവിലുണ്ട്. മാത്രമല്ല സെമസ്റ്റർ കോർ സബ്ജക്റ്റുകൾ ഉപയോഗിച്ചും 100 പേജുള്ള നോട്ട്ബുക്കുകൾ ഉപയോഗിച്ചോ മറ്റു പല ടെക്നിക്കുകൾ വഴിയും നമുക്ക് സ്കൂൾ ബാഗിന്റെ ഭാരം കുറക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല ഇതിനകം തന്നെ 1-2 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് EVS IT എന്നീ സബ്ജക്റ്റുകൾ പഠിപ്പിക്കേണ്ട എന്ന നിർദ്ദേശമുണ്ട്. ഇത് കുട്ടികളുടെ പഠനഭാരം കുറക്കുന്നതിനും അതിലേറെ ഈ സ്കൂൾ ബാഗിന്റെ ഭാരം കുറക്കുന്നതിനും ഏറെ സഹായകമാകുമെന്ന് ഞങ്ങൾക്ക് ഗവൺമെന്റ് അതീവ പ്രതീക്ഷയുണ്ട്. ബഹുമാനപ്പെട്ട സ്പീക്കർ മാം, ഞങ്ങൾ സ്ഥിരമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് തന്നെ അപകടങ്ങളുടെ എണ്ണവും ഏറെ കൂടി വരുന്നു. ഒരുപാട് ആളുകളുടെ ജീവൻ ആ റോഡിൽ പൊലിഞ്ഞു പോകുകയാണ്. കൊടും വളവ് കാരണം രാത്രിയാത്ര വളരെ അപകടം പിടിച്ചതാകുന്നു. ഇതിന് എന്ത് നടപടിയാണ് സ്വീകരിക്കാനാവുക? ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി സദയം മറുപടി പറയുമോ? സ്പീക്കർ മാം,
കേരളത്തിലെ പശ്ചാത്തല മേഖലയിലെ പ്രധാന വെല്ലുവിളി ഓരോ ഗ്രാമങ്ങളും തമ്മിൽ യോജിപ്പിക്കുന്ന റോഡുകളുടെ പരിമിതിയാണ്. എന്നിരുന്നാലും മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ റോഡ് ദൈർഘ്യത്തിന്റെ കാര്യത്തിൽ കേരളം മുന്നിലാണെങ്കിലും റോഡുകളുടെ അവസ്ഥ വ്യത്യസ്തമാണ്. ഗതാഗത മേഖലയിലെ നിക്ഷേപം വളരെ വ്യക്തിയുള്ളതും ഗവൺമെന്റ് ലഭ്യമാക്കുന്ന വിഭവങ്ങൾക്കപ്പുറമാണ്. ആയതിനാൽ സ്വകാര്യ നിക്ഷേപം, ഗവൺമെന്റ് ഏജൻസികൾ, സംയുക്ത സംരംഭങ്ങൾ എന്നിവ പാതകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും മെച്ചപ്പെടുത്തൽ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കേണ്ടത് അത്യാവശ്യമാണ്. കേരളം നേരിടുന്ന റോഡ് പ്രശ്നം പരിഹരിക്കുന്നതിനായി പുതിയ കാലം പുതിയ നിർമ്മാണം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുള്ള പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. കാലത്തിനനുസരിച്ച് സാങ്കേതിക വിദ്യകളും നിർമ്മിതികളും പരിസ്ഥിതി സൗഹൃദ അപകടരഹിത സുരക്ഷിത റോഡ് നിർമ്മാണമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിനായി താഴെ പറയുന്ന ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. 1. രാജ്യപുരോഗതിക്ക് ഉതകും വിധം ജനയാത്ര സൗഹൃദ, ചരക്ക് നീക്ക സൗഹൃദ റോഡ് നെറ്റ്വർക്ക് ഏർപ്പെടുത്താൻ. 2. പൊതുഗതാഗത മേഖല ശക്തിപ്പെടുത്താൻ ഉതകുന്ന വിധത്തിലുള്ള റോഡുകൾ. 3. നിലവിലുള്ള റോഡുകൾ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തലും പുതിയത് നിർമ്മിക്കലും. Next. Respected Speaker Ma'am, കേരളം ഇന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. റവന്യൂ വരുമാനം കുത്തനെ കുറഞ്ഞു വരുന്നതിനാൽ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയതായി അറിയാൻ കഴിഞ്ഞു. കേരളത്തിലെ പല സർക്കാർ ഉദ്യോഗസ്ഥർക്കും ശമ്പളം കൃത്യമായി ലഭിക്കുന്നില്ല. ഓൺലൈൻ ഷോപ്പിംഗ്, അന്യസംസ്ഥാന തൊഴിലാളികളുടെ കേരളത്തിലേക്കുള്ള വരവ്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വരുമാന തടസ്സം ഇവയെല്ലാമാണ് ഇതിന് കാരണമായി തീരുന്നത്. ഇതിനെതിരെ സർക്കാർ എന്തു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി സദയം ഉത്തരം പറയാമോ? ബഹുമാനപ്പെട്ട സ്പീക്കർ മാം, ഓൺലൈൻ ഷോപ്പിംഗ് ഉപഭോക്താക്കൾക്ക് ഗുണമാനമാണെങ്കിലും വരുമാനത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനത്തിന് കാര്യമായി നേട്ടമില്ല. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഇവിടെ ധാരാളമായി ജോലി ചെയ്തു വരികയാണ്. അവരുടെ വരുമാനത്തിന്റെ അധിക പങ്ക് അവരുടെ സ്വന്തം സംസ്ഥാനത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. സംസ്ഥാനത്തിനേറെ വരുമാനം കൂട്ടാനുള്ള വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരികയാണ്. പർച്ചേസിംഗ് പവറുള്ള എംപ്ലോയേഴ്സ്, എലൈറ്റ് ക്ലാസ് ഉണ്ടാവുമ്പോഴാണ് കച്ചവടത്തിന് ജീവിതം ഉണ്ടാവുകയും സംസ്ഥാനത്തിന് വരുമാനം ലഭിക്കുകയും ചെയ്യുന്നത്. പല വിദേശ രാജ്യങ്ങളിൽ ഉള്ളതുപോലെ വരുമാനത്തിന്റെ നിശ്ചിത സംഖ്യ ഇവിടെ ചെലവാക്കണം എന്ന നിയമം കൊണ്ടുവരുന്നതിന്റെ കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ട്. Next question. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭാ നടപടിക്രമങ്ങൾ തുടരുന്നു. അനീതിയും അരാജകത്വവും കാണുമ്പോൾ രാജ്യത്തെ ക്യാമ്പസുകളിൽ നിന്ന് ശക്തമായ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. എന്നാൽ CAB ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ സമാധാനപരമായി നടത്തുന്ന സമരത്തെ പോലീസിനെ ഉപയോഗിച്ച് ക്രൂരമായി അടിച്ചമർത്തുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. JNUവിലും ജാമിയ മില്ലയിലും അടക്കമുള്ള ക്യാമ്പസുകളിൽ കണ്ടത് പോലീസുകളുടെ നരനായാട്ടമാണ്. 3 വിദ്യാർത്ഥികൾക്ക് വെടിയേറ്റതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. സമരത്തിൽ പങ്കെടുത്ത് മദ്രാസ് IITയിലെ ജർമ്മൻ വിദ്യാർത്ഥിയെ നാട് കടത്തുന്നതും പല വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് തടഞ്ഞു വെച്ചതും രാജ്യത്തെ ലോകത്തിന് മുമ്പിൽ നാണം കെടുത്തുന്നതായിരുന്നു. ഏകദേശം ഇതിന് സമാനമായ സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളത്. സമരത്തിന് പങ്കെടുത്തവരെ ക്രൂരമായി തല്ലിച്ചതച്ചും കള്ളക്കേസിൽ കുടുക്കിയും പീഡിപ്പിക്കുകയാണ്. അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യം പൗരന്മാർക്ക് സാമൂഹ്യ നീതി ഉറപ്പുവരുത്തേണ്ട സർക്കാർ പൂർണ്ണമായി പരാജയമാണ്. ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ ബഹുമാനപ്പെട്ട സ്പീക്കറിനോട് ഞാൻ ആവശ്യപ്പെടുന്നു. അവതരിപ്പിച്ചപ്പോൾ തന്നെ നമ്മുടെ കേരള ഗവൺമെന്റ് ഇത് നടപ്പിലാക്കില്ലെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയ്ക്ക് ഉറപ്പു തന്നതാണ്.
അതുകൊണ്ട് തന്നെ ഇതേ തുടർന്നുള്ള ഒരു സമരത്തെയും നമ്മുടെ കേരള ഗവൺമെന്റ് അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടില്ല. ഇതിൽ ഒരു സോഷ്യൽ ഇൻജസ്റ്റിസും നടന്നിട്ടില്ല. പക്ഷേ നിയമം കയ്യിലെടുക്കാൻ ശ്രമിച്ചാൽ അതിനെതിരെ പ്രവർത്തിക്കേണ്ടത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഇതേ തുടർന്ന് ഈ വിഷയത്തെ തുടർന്ന് ചർച്ച നിർത്തിവെച്ച് പുതിയൊരു വിഷയം ചർച്ച ചെയ്ത് സഭയുടെ വിലയേറിയ സമയം നഷ്ടപ്പെടുത്തേണ്ടതില്ലെന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് മുൻപാകെ ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു. Sir. Sorry. Sir, but I want, because you are not giving, the statement she had made is exactly wrong. No, please be seated. Sir, please, 2 minutes, No, please, no, sir. please be seated. കരിനിയമങ്ങൾ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുമ്പോഴും സംസാരിക്കുന്നവർക്ക് sir, please, sir, 2 minutes, sir. Just 2 minutes. No. Sir, please. No. Then അടിച്ചേൽപ്പിക്കുമ്പോഴും ഈ സംസാരിക്കുന്നവരെ കൊന്നൊടുക്കുമ്പോൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന ജനവികാരം പൊതുവെ സ്വാഭാവിക മാത്രമാണ്. പക്ഷേ something, sir. No. 2 minutes. No. Sir, പക്ഷേ അത് കാരണം ഉണ്ടാകുന്ന ജനവികാരം വെറും സ്വാഭാവികത മാത്രമാണ് എന്നുള്ളതാണ് കണക്കാക്കേണ്ട കാര്യം. Honorable opposition leader, please be quiet. So, we are going to boycott this process. We are going for a walkout process. ഞങ്ങൾ ഈ യോഗം ബഹിഷ്കരിക്കുന്നു. നട്ടെല്ലുയരട്ടെ, ശബ്ദമുയരട്ടെ. ഇത് അനീതിയാണ്. നട്ടെല്ല് നിവരട്ടെ, ശബ്ദമുയരട്ടെ. ഇത് അനീതിയാണ്. സഭ നടപടിക്രമങ്ങൾ തുടരേണ്ടതാണ്. പോയിക്കോട്ടല്ലോ. സഭ നടപടിക്രമങ്ങൾ തുടരേണ്ടതാണ്. പ്ലീസ് കം. ബാബുലേറ്റ് സർ, ഇനി ചോദ്യോത്തരവേള തുടങ്ങല്ലേ? സർ, ചോദ്യോത്തരവേള തുടങ്ങല്ലേ? സർ, ചോദ്യോത്തരവേള തുടങ്ങല്ലേ? ചോദ്യോത്തരവേള തുടങ്ങല്ലോ. വന്നിട്ട് ആ നന്ദന മനോജിന്റെ ഡയലോഗ് വേണ്ടല്ലോ. നന്ദന മനോജിന്റെ ഇനി വരണ്ടല്ലോ. നമ്മൾ തുടരേണ്ടതാണ്. നിഷേധിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. നേരത്തെ പറഞ്ഞ മൈക്ക് ഓൺ ചെയ്യുന്ന സമയം കൊടുക്കണം. വെറുതെ പറയരുത് പ്ലീസ്. അതിനുള്ള കൂടെ വരാം, പ്രശ്നമില്ല. അത്ര ചുറ്റിപ്പോണ്ടല്ലോ, വേ വന്നൂടെ. ചോദ്യം ഉണ്ടാവില്ല ഇവിടെ. ചോദ്യം ചോദിക്കേണ്ട ആളുകളുണ്ടാവില്ല. പോയി ഇവിടെ നിൽക്കല്ലോ, വാ വേഗം കേറ്. സർ, ചോദ്യോത്തരവേള തുടരുന്നു. ആൾക്കില്ലേ? ആരംഭിക്കുന്നു എന്ന് പറയാം. Silence.
സ്റ്റാർട്ട് ചെയ്യുന്നത്. ചോദ്യോത്തരവേള തുടരുന്നു. അലി സൈനുൽ ആബിദ്, മിസ്റ്റർ അലി സൈനുൽ ആബിദ്. റെസ്പെക്റ്റഡ് സർ, എന്റെ ചോദ്യം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോടാണ്. ഒരു രാജ്യത്തെ തകർക്കാൻ ബോംബുകളോ മിസൈലുകളോ ആവശ്യമില്ല. അവിടുത്തെ വിദ്യാഭ്യാസ മേഖല തകർത്താൽ മതി. അത്തരം സർവകലാശാലയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഡോക്ടർമാർ രോഗികളെ കൊല്ലുകയും അവിടുത്തെ എഞ്ചിനീയറുകൾ പഠിച്ചിറങ്ങുമ്പോൾ ആ എഞ്ചിനീയർ ഉണ്ടാക്കുന്ന പാലവും റോഡും തകരുകയും ചെയ്യും. അങ്ങനെ ഓരോരോ മേഖലകളും തകരുന്നതാണ്. ഇപ്പോൾ മോഡറേഷൻ ഗ്രേസ് മാർക്ക് നൽകി നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും പുറത്തിറങ്ങുന്ന നാളത്തെ രാജ്യത്തെ കെട്ടിപ്പിടിക്കുകയല്ല, മറിച്ച് അവർ രാജ്യത്തെ തകർക്കുകയാണ് ചെയ്യുന്നത്. താങ്കൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സദയം മറുപടി നൽകുമോ? Honorable Speaker, Madam, it's indeed a prestigious and relevant question. Let me answer with that. As you all know, the primary objective of higher education is to enhance one's abilities for his future. With increasing literature and government actively spending on school and college education, the number of enrollments of higher education is also on the rise. From our part, or your part, it's essential to encourage the students not to just look at the fancy start of finding a job and a good salary, but build an excellent career and track a record with a good higher education. Our government has not yet assured grace mark to anyone other than those who are eligible. It will not happen as long as my government is in office. We all know we are talented in different ways. Those who fail to get high marks in exams are capable of excellence in some other levels. So, it's not wrong to give grace marks to build a better future generation. If grace marks are given to others, it will be investigated and strong actions will be taken on it. And remember, qualification for something good doesn't come as a miracle or luck. It only comes from true hard work. Next, Aisha Rana. Miss Aisha Rana, please proceed. ബഹുമാനപ്പെട്ട സ്പീക്കർ മാം, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതികളിലൂടെ നമ്മുടെ വ്യവസായ മേഖലകൾ വളർച്ച പ്രാപിച്ചിരുന്നു. ഇന്ന് GSTയും ഓൺലൈൻ ഷോപ്പിംഗും നമ്മുടെ വ്യവസായ മേഖലയുടെ നട്ടെല്ലൊടിച്ചിരിക്കുകയാണ്. പരമ്പരാഗത വ്യവസായങ്ങൾക്ക് പകരം ഇൻഫോർമേഷൻ ടെക്നോളജി, ബയോടെക്നോളജി പാർക്കുകൾ ആരംഭിച്ചും സെല്ലുലാർ അഗ്രികൾച്ചറും ഹൈബ്രിഡ് ഫാമിംഗും പ്രോത്സാഹിപ്പിച്ചും നമ്മുടെ വ്യവസായ മേഖലയെ പുരോഗതിയിൽ എത്തിക്കാനുള്ള ഉത്തേജന പാക്കേജ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്റെ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി സദയം മറുപടി തരുമോ? ബഹുമാനപ്പെട്ട സ്പീക്കർ മാം, പൊതുമേഖലാ വ്യവസായങ്ങൾ വിൽക്കാൻ വെച്ച അവസ്ഥയാണ് നിലവിലുള്ളത്. പുതിയ പുതിയ ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിലും അതൊന്നും വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതികളായി മാറുന്നില്ല. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ വ്യവസായ പദ്ധതികൾ കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇതിനായി വിദേശ മൂലധന വ്യവസായികളെ ആകർഷിക്കാനാവശ്യമായ ക്യാമ്പയിനുകൾ നടന്നു വരികയാണ്.
IT, BT പാർക്കുകൾ ആരംഭിച്ചു വരികയാണ്. സെല്ലുലാർ അഗ്രികൾച്ചർ, ഹൈബ്രിഡ് ഫാമിംഗ് തുടങ്ങിയ നൂതന പദ്ധതികൾ ആരംഭിച്ച ദിശയിലാണ്. വ്യവസായ മേഖലയെ അടിമുടി മാറ്റിയെടുക്കുക എന്നത് തന്നെയാണ് സർക്കാരിന്റെ ഏക ലക്ഷ്യം. സ്പീക്കർ മാം, ഇന്ന് നമ്മുടെ കേരളത്തിലെ കുട്ടികൾ പല വിദേശ സർവകലാശാലകളിലും ഉന്നത വിദ്യാഭ്യാസത്തിനായി പോകുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസ വായ്പ നൽകുന്നത് നാഷണലൈസ്ഡ് ബാങ്കുകളാണ്. സഹകരണ ബാങ്കുകൾ വഴി ഇൻട്രസ്റ്റ് ഫ്രീ ആയി ലോൺ നൽകാനുള്ള നടപടി സ്വീകരിച്ചുകൂടെ? ബഹുമാനപ്പെട്ട സഹകരണ മന്ത്രി സദയം മറുപടി നൽകുമോ? മുൻകാലങ്ങളെ അപേക്ഷിച്ച് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ലോൺ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിച്ചതിനാൽ യഥേഷ്ടം വിദ്യാഭ്യാസ വായ്പകൾ ലഭിച്ച വിദ്യാർത്ഥികൾ വിദേശ സർവകലാശാലകളിൽ പഠിക്കുന്നുണ്ട്. തൊഴിൽ ലഭിച്ചതിനു ശേഷം വായ്പ തിരിച്ചടിച്ചാൽ മതി എന്ന ഉപാധികളോടെയാണ് ഈ ലോൺ ലഭ്യമാകുന്നത്. മാത്രമല്ല, സർക്കാരിന്റെ വക സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് NTSC, MMS എന്നീ പരീക്ഷകളിലൂടെ ലക്ഷം രൂപകൾ സ്കോളർഷിപ്പായി നൽകി വരുന്നുമുണ്ട്. Next question. Safa Nasreen. ക്വാറികളുടെ നിരവധി പ്രവർത്തനങ്ങൾ കാരണം ഭൂമിയിൽ ശബ്ദ മലിനീകരണത്തിന്റെയും വായു മലിനീകരണത്തിന്റെയും തോത് വല്ലാതെ ഉയരുന്നു. ക്വാറികളാൽ പരിസ്ഥിതിയെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രതികൂല ഫലമാണ് ജൈവ വൈവിധ്യത്തിന്റെ നാശം. നാം എല്ലാവരും അനുഭവിച്ചറിഞ്ഞ പ്രളയകാലത്ത് ഉരുൾപൊട്ടലുകളുടെ ഒരു പ്രധാന കാരണം കൂടിയാണ് ക്വാറികൾ. മാം, എന്റെ ചോദ്യം ഇതാണ്: ശരിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ക്വാറികൾ പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും എത്രത്തോളം ഭീഷണിയാണെന്ന് എപ്പോഴെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട വ്യാവസായിക വകുപ്പ് മന്ത്രി സദയം മറുപടി നൽകുമോ? മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും വ്യാപകമായ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പാറഖനനം പൂർണ്ണമായി നിരോധിച്ചു. നിയമാനുസരണം പ്രവർത്തിക്കുന്ന 750 ക്വാറികളുടെ പ്രവർത്തനമാണ് ഇതോടെ നിലച്ചത്. മലയോരത്തെ പാറഖനനം ഉരുൾപൊട്ടൽ സ്വാധീനം വർദ്ധിപ്പിക്കും. അതിനാൽ തന്നെ കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഖനനത്തിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തും. ഖനനത്തിന് ശേഷം ഉപേക്ഷിച്ച പാറമടകളും അപകടകരമാണ്. ഇത് പരിശോധിച്ചു വരികയാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ ഇനി ക്വാറികൾക്ക് ലൈസൻസ് നൽകുകയുള്ളൂ. ജനവാസികൾക്കും സംയുക്തമായ സ്ഥലങ്ങളിൽ ക്വാറികൾക്ക് അനുമതി നൽകുന്ന മനുഷ്യന്റെ ജീവനും സ്വത്തും സംരക്ഷണം നൽകാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. Madam, as a citizen of India and as a member of Parliament, I would like to utilize my right to do a perception on Jan-U rebellion. Yes. The Jan-U rebellion is not against the rise in the hostel fees. It is not against the silly regulations that forbid them to stay out late. It is not against the closure of cafes by 11. It is actually against the world they have inherited. A world that tests their innocence, spurns their restlessness. A world that answers their questions only with stupid clutches. It is their protest about an imperfect, immoral world they have inherited. A corrupt and uncaring political system they have no faith in. Later, as life moves on, like the rest of us, they will eventually adjust, fall in the lines with all the stupid rules, give up their dreams, become the good, mindless, tax-paying citizen we are today. Life tames us all. Till then, let them be what they are, proud and innocent, young and idealistic young challenge that might challenge the brute system and dream of change. Change that may make for a better world,
We must stop trying to bullying them. Discipline them. Discipline is the enemy of creativity and change. Let them remain free and fearless. For freedom alone can redefine their tomorrows. So my question is to ma'am, what is the business of police and paramilitary forces do inside the campus? Who gave them the orders to do such kind of atrocities in this university campus? Thank you, ma'am. Answer. Answer. അടുത്ത സമ്മേളന കാലയളവ് വരെ സഭ പിരിഞ്ഞതായി അറിയിക്കുന്നു. ഇപ്പോ ഇനി നിങ്ങളൊരു ടാലന്റ് ടെസ്റ്റാണ്. നമ്മൾ സഭാ നടപടികൾ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് മുതൽ ഇതുവരെ സഭാ നടപടികൾ അവസാനിച്ചു. ഇനി ഇപ്പോ നിങ്ങൾക്ക് നോക്കട്ടെ, നിങ്ങൾക്ക് പെട്ടെന്ന് ചോദിക്കാം, ഒരു മന്ത്രിയോട് പെട്ടെന്ന് ഉത്തരം പറയാം. അത് നിങ്ങൾ ടാലന്റ് ആണ്. ഇപ്പൊ എല്ലാം പഠിപ്പിച്ച 1 ആക്ട് പ്ലേ ആണ് ഇല്ല സാറേ? 1 ആക്ട് പ്ലേക്ക് അപ്പുറം ഒരു ചോദ്യം ചോദിച്ചാൽ പെട്ടെന്ന് അതിന്റെ മറുപടി പറയാൻ പറ്റുമോ? ഏതൊക്കെ മന്ത്രിക്ക്? ടാലന്റ് ക്വസ്റ്റ്യൻ പറയാൻ ഞാൻ പറ്റുന്ന ആളൊക്കെയാണ്. അപ്പോൾ ഒരു 10-നും 15-നും ഇടയിൽ ചോദ്യം ചോദിക്കും. നമ്മൾ 2:35 3:30 നമ്മൾ പിരിയും. അതിൻ്റെ ഇടയിൽ സാറ് പറഞ്ഞാൽ 1-2 ഫീഡ്ബാക്കുകൾ കൂടി നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഏറ്റവും അത്യാവശ്യമായിട്ട് എൻ്റെ പിന്നെ ചോദിക്കാത്ത സ്കൂളുകൾ മാത്രം. ഇന്നിപ്പോൾ രാവിലേക്ക് വന്ന സ്കൂളുകളുണ്ട്, അവർക്ക് ചോദ്യം ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല, അവർക്ക് ധാരണയുണ്ടാവില്ല. എന്നിട്ട് ചോദിക്കാത്ത സ്കൂളുകൾക്ക് അവസരം ആദ്യം തരും. ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങളല്ലാത്ത നിങ്ങളെ മനസ്സിലുണ്ടാവും, പത്രവാർത്തകളിലൊക്കെ ഉണ്ടാകുന്ന, ഇന്ന് പത്രവാർത്തയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ടാക്കി ചോദിക്കാനുള്ള അവസരമുണ്ട്. നമ്മുടെ സഭാ നടപടിയൊക്കെ അവസാനിച്ചു. പക്ഷേ നിങ്ങൾ ഒന്ന് കൂടി ഇങ്ങോട്ട് ആൾ നോക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. ചോദിക്കാം. ചോദിക്കുന്ന ആൾ ഉത്തരം പറയാൻ കൊടുക്കാൻ വേണ്ടിയല്ല ചോദിക്കണം, അത് ഉത്തരം പറയാൻ കിട്ടുമെന്ന വിശ്വാസം തന്നെ ചോദിക്കണം. അപ്പൊ ഇവര് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ടൈം സ്റ്റാർട്ട്. My question is related to the CAA, the Citizenship Amendment Act. Actually, our present CM told that the CAA won't affect Kerala, but the Prime Minister of India, he had indirectly informed us that as the law was made for a country, that means India, it will affect every single part of that country. So whom should we believe? We should believe our present CM? Are we safe? That is the question. ബഹുമാനപ്പെട്ട സ്പീക്കർ മാഡം, പ്രതിപക്ഷ MLA ഉന്നയിച്ചത് വളരെ പ്രാധാന്യമേറിയ ഒരു ചോദ്യം തന്നെയാണ്. ആയതിനാൽ കേരളത്തെ CAA ബില്ല് ഒട്ടും ബാധിക്കുകയില്ല എന്ന് ഞാൻ ആണി അടിച്ച് ഉറപ്പ് നൽകുകയാണ്. കാരണം പെട്രോളിന്റെ മുകളിൽ വീണ്ടും കത്തിക്കൊണ്ടിരിക്കുന്ന പെട്രോളിന്റെ മുകളിൽ വീണ്ടും പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയാണ് നമ്മുടെ ഭരണാധികാരിയായ മോദിജി. എന്തുകൊണ്ടും പ്രക്ഷോഭമേറിയ ഈ ജനം ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങും സമരങ്ങളും ദീർഘമായ സമരങ്ങളും വിദ്യാർത്ഥികൾ യുവസമൂഹമാണ് സമരത്തിന് മുന്നിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് 1990-കളിലെ ബ്രിട്ടീഷുകാരെ നമ്മൾ എങ്ങനെ തുരത്തിയോ അതേപോലെ തന്നെ ഈ ജുറാസിക് നേഷനെ നമുക്ക് തുരത്താൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. അതിനാദ്യമായി തന്നെ നമ്മുടെ വിദ്യാർത്ഥി സമൂഹമാണ് പുറത്തിറങ്ങേണ്ടത്. നന്ദി, നമസ്കാരം. Honorable Madam Speaker, so my question is, like in India, women are not at all safe,
At the present hour, there are many women being raped each hour, each day. And for example, the justice is taking time, and the justice is very rarely only the justice has been taken. If we take for example the Nirbhaya rapists, it took 1 year, even though the court has, even though the prosecution or all the evidence were there, it took 1 year for the Nirbhaya rapists hanging. So why is the justice taking this much delay in a democratic country like this, even though we have this much evidences and witnesses for this type of? Honorable Chair, as the question raised by the opposition MLA, I have already said that Kerala has the strongest law against sexual abuse and harassment, and it is not just as other states, and it has more what improved, and such laws are so improved in Kerala rather than other states. And we will bring POSCO court in every district to ensure the security and safety of every children, as I said. And we have also going to start or implement martial arts and such type of self-defense activities in every school for boosting up the self-confidence in every child. And as we want to, if we are going to take any evidence, it should be legally proved. We can't say anybody. As we all know, if anybody is a culprit, it should be a proved one, and we can't say anybody as forced as a guilty person, because our constitution protects the life or gives value for a life. So we have taken so much measures, and also adolescents education are merged with school curriculum, so it will be safe. Speaker ma'am. എടുത്താലും അതിനൊരു താക്കോലായി മദ്യപാനം ഒളിഞ്ഞിരിപ്പുണ്ടാകും. എന്തുകൊണ്ടാണ് ഇന്നും രാജ്യത്ത് മദ്യപാനം നിരോധിക്കാത്തത്? Honorable Speaker ma'am, നമ്മുടെ നാട്ടിൽ മദ്യം നിരോധിച്ചു കഴിഞ്ഞാൽ സർക്കാരിന്റെ വരുമാന സ്രോതസ്സിനെ അത് പ്രതികൂലമായി ബാധിക്കുകയും ഇവിടെ തൊഴിലില്ലായ്മ സൃഷ്ടിക്കുകയും ചെയ്യും. പിന്നെ 18 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മൾ അതിന്റെ വിൽപ്പനയും ഉപയോഗവും കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ഇനിയും നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെതിരെ കേസെടുക്കുന്നതാണ്. Honorable Speaker ma'am, കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കാനും അവരുടെ ഒരു പ്രതിനിധിയെ നിയമസഭ നിയമിച്ചുകൂടെ? റെസ്പെക്റ്റഡ് ചെയർ, അതിനാണ് ഈ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഇരിക്കുന്നത്. അത്രേ പറയാൻ. ഈയിടെയായി നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വിഷയമാണ് സ്ത്രീകൾക്കുള്ള ശബരിമല പ്രവേശനം. കഴിഞ്ഞ വർഷം ശബരിമലയിൽ പ്രവേശിച്ച ബിന്ദു അമ്മിണിക്ക് നേരിടാൻ കുറെ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. ഈ വർഷം അതേ ബിന്ദു അമ്മിണി നമ്മുടെ കേരളത്തിൽ വന്നപ്പോൾ അവരെ മുളക് സ്പ്രേ അടിച്ച് പ്രതിഷേധക്കാർ ആക്രമിക്കുകയാണ് ഉണ്ടായത്. നമ്മുടെ കേന്ദ്രം, അതായത് നമ്മുടെ ഭാരതം പാസാക്കിയ ഒരു നിയമം എന്ന നിലയിൽ അത് അനുസരിക്കുന്നവരെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ സർക്കാരിന്റെ കടമയല്ലേ? എന്തുകൊണ്ട് അവരത് നിറവേറ്റുന്നില്ല? തീർച്ചയായും റെസ്പെക്റ്റഡ് സ്പീക്കർ മാം, തീർച്ചയായും വളരെ പ്രശസ്തിയായ ഒരു ചോദ്യമാണ്.
ആയതിനാൽ എല്ലാവിധ സൗകര്യങ്ങളും കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഞങ്ങൾ നൽകുന്നുണ്ട്. മാത്രമല്ല പോലീസിന്റെ ഒരു സെക്യൂരിറ്റി വലിയ നിലയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നതുണ്ട്. എന്നാൽ ഇനി ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾക്കെതിരെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുകയും വേണ്ടവിധ നിയമാനുകൂലങ്ങൾ എടുക്കുകയും അതിനായി ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ട് എന്നും ഓർമ്മപ്പെടുത്തുന്നു. Respected Chair, എൻ്റെ ചോദ്യം ബഹുമാനപ്പെട്ട എക്സൈസ് മിനിസ്റ്ററോടാണ്. കഞ്ചാവ്, കൊക്കൈൻ തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളുടെ പൂർണ്ണമായും നിരോധിച്ചിട്ടും ഇപ്പോഴും കേരളത്തിലേക്കുള്ള അവയുടെ ഒഴുക്ക് എന്തുകൊണ്ടാണ് പൂർണ്ണമായും തടയാൻ കഴിയാത്തത്? ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി ഇവ സദയം മറുപടി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓണറബിൾ സ്പീക്കർ, ഇതിനു വേണ്ടി നമ്മുടെ ഒരു ഫോഴ്സ് അന്വേഷിച്ചു വരുന്നുണ്ട്. ഓണറബിൾ സ്പീക്കർ, നമ്മുടെ കേരളത്തിൽ നിയമസഭയിലെല്ലാം അപമര്യാദയായി മന്ത്രിമാർ പെരുമാറുന്നതിലും അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിലും വരുന്ന തലമുറ കുട്ടികൾക്ക് നമ്മുടെ പാർലമെന്റിനോടുള്ള മമത നഷ്ടപ്പെടുന്നു. ഇതിനെതിരെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ബഹുമാനപ്പെട്ട സ്പീക്കർ മാഡം, ഇതിനെതിരെ നല്ലൊരു എങ്ങനെ ഒരു പാർലമെന്റ് ശരിക്കും നടത്തണമെന്ന് അച്ചടക്ക രൂപീകരണത്തോടു കൂടി എങ്ങനെ പാർലമെന്റ് നടത്തണമെന്നുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് കൂടിയാണ് നാം എല്ലാവരും വിദ്യാർത്ഥികളായി നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കണം ഒരു പാർലമെന്റ് എങ്ങനെ നടത്തണം, എങ്ങനെ നടത്തിപ്പ് ചെയ്യാം എന്നുള്ള ഒരു ബോധം കൂടി നമുക്ക് ഇതിൽ നിന്ന് ലഭിച്ചു എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. Respected Speaker, sir, my question is towards the Education Minister. Sir, ഒരു ക്ലാസ്സിൽ 3 തരം വിദ്യാർത്ഥികൾ ഉള്ളതായി പറയപ്പെടുന്നു. അതായത് ഗിഫ്റ്റഡ്, ആവറേജ് ആൻഡ് ബിലോ ആവറേജ്. ആൻഡ് ഇപ്പോഴത്തെ സ്ഥിതി പ്രകാരം ക്ലാസ് റൂമിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഞങ്ങൾ കൊടുക്കുന്നത് ഗിഫ്റ്റഡ് പേഴ്സൺസിനാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ശരിക്കും കൊടുക്കേണ്ടിയിരുന്നത് ബിലോ ആവറേജ് സ്റ്റുഡൻസിനാണ്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് മെഷേഴ്സ് ആണ് ബിലോ ആവറേജ് സ്റ്റുഡൻസിനെ കണക്കിലെടുത്ത് ടീച്ചേഴ്സ് പഠിപ്പിക്കണമെങ്കിൽ ടീച്ചേഴ്സ് ഷുഡ് ബി ട്രെയിൻഡ് വെൽ, റൈറ്റ്? സോ വാട്ട് ആർ ദ മെഷേഴ്സ് യു ഹാഡ് ബീൻ ടേക്കൺ ഫോർ ദാറ്റ് ടു മേക്ക് ദം അബവ് ആവറേജ്? ഇപ്പോൾ ടീച്ചേഴ്സിന് തന്നെ ഇത്രകാലമുള്ള സിസ്റ്റം മാറ്റിക്കൊണ്ട് BEdൽ 2 കൊല്ലത്തിൽ 1 കൊല്ലം എക്സ്ട്രാ കുട്ടികളെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമായി ഒരു സിസ്റ്റമാണ് ഇപ്പം പുതിയതായി നിലവിൽ വന്നിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ കുട്ടികളെ മനസ്സിലാക്കാൻ ടീച്ചർ കൂടുതൽ പ്രാപ്തരാകുകയും അതുവഴി കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുകയും ചെയ്യുന്നതാണ്. Respected Chair, my question is to Health Minister. Nowadays, we can see that the cancer patients are rapidly increasing day by day because of many reasons at all. And one among the reason is the junk food, the overuse of junk food. And a law has passed right now that junk food will not be sold in the area of 150 something area of schools and all. But there is an option of acquiring it beyond the limit. No, so I don't think that it's an adequate law. What we actually want to prevent the danger situation what we are facing today. And ma'am, I want a clear answer from the Health Minister how to prevent the overuse of junk food nowadays are rapidly increasing. So what are the measures she is going to take on this issue? Thank you. Respected Chair, she has mentioned that about the junk foods. Plastic is banned from its origin. We are planning, it already had banned from its origin. Like that, junk food is also going to ban from its origin itself. We need a time. ഒരിക്കലും പെട്ടെന്നൊരു ലോ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അതിന് കുറച്ച് കാലതാമസം വേണ്ടി വരും. അതുകൊണ്ട് കാലക്രമേണ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരാൾക്ക് പെട്ടെന്ന് ഒരു കാര്യം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല.
അതുകൊണ്ട് മെല്ലെ മെല്ലെ ഘട്ടം ഘട്ടമായി അവരെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യമാണ് നമ്മുടെ സർക്കാരിനുള്ളത്. That's all. ഒരൊറ്റ ചോദ്യത്തോടു കൂടി ഈ പരിപാടി അവസാനിപ്പിക്കുന്നു. 2 ചോദ്യം. 4. ഹോണറബിൾ ചെയർ, ഏറ്റവും കൂടുതൽ സാക്ഷരത കൂടിയ സ്റ്റേറ്റ് കേരളം എന്ന് പറയുന്നു. എന്നിട്ടും എന്തുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം കേരളം വിട്ട് ഹയർ സ്റ്റഡീസിന് പുറത്തുപോയി പഠിക്കുന്നു? ഇത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ അനാസ്ഥയല്ലേ? ഇതിന് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നന്ദി. അതായത് കേരളം എന്നുള്ളൊരു ഏരിയ വിട്ട് മറ്റുള്ള സ്ഥലത്തേക്ക് പോകുന്നത് കൂടി കുട്ടികൾക്ക് കേരളത്തിൽ നിന്ന് കിട്ടുന്നതിനുള്ള കൂടുതൽ എക്സ്പീരിയൻസ്, നമുക്കറിയാലോ ട്രാവൽ ചെയ്യുന്നതിനനുസരിച്ച് എക്സ്പീരിയൻസ് കൂടുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇത്രത്തോളം ട്രാവൽ ചെയ്യുന്നു അത്രത്തോളം കുട്ടികൾക്ക് ലേണിംഗ് കൂടും. പുറംനാടുമായി എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് കുട്ടികൾ പഠിക്കും. ഈ ഒരു കാര്യത്തിൽ ഇത് ഉപകരിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് സത്യം. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ എല്ലാ വാഹനം വാങ്ങുമ്പോഴും അതിന്റെ റോഡ് ടാക്സ് വളരെ അധികമാണ്. ഇത്രയും റോഡ് ടാക്സ് കേരളത്തിൽ ഈടാക്കുമ്പോഴും നമ്മുടെ കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അതെന്തുകൊണ്ടാണ്? ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി Respected ma'am, ഓപ്പോസിഷൻ MLA ഉന്നയിച്ചതുപോലെ നമ്മുടെ റോഡുകളുടെ കാര്യത്തിൽ ഒരുപാട് നമ്മൾ മുന്നേറാറുണ്ട്. എന്നാൽ കേരളം ഇപ്പോൾ റോഡിന്റെ കാര്യത്തിൽ പല റോഡുകളും കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയ റോഡുകൾ മെക്കാഡം ടാറിംഗ് ചെയ്തു വരികയാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡുകളാണ് കേരളത്തിന്റെ സ്വപ്നം. അത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം തന്നെ കേരളം അത് സാക്ഷാത്കരിക്കുന്നതാണ്. Respected ma'am, my question is to Education Minister. നമുക്കറിയാം സ്കൂൾ ടൈം ഇപ്പോൾ 9:30 മുതൽ 3:30 വരെയാണുള്ളത്. അത് നമുക്ക് 8 മണി മുതൽ 2:30 വരെ മാറ്റിക്കൂടെ? രാവിലെ പഠിക്കുന്ന സമയമല്ലേ മനസ്സിലേക്ക് വേഗം ഉൾക്കൊള്ളാൻ പറ്റുക? അതൊരു ഫാക്റ്റ് ആണെങ്കിൽ കൂടി ഒരു കുഴപ്പമുണ്ട്. ഒരു സ്കൂൾ നടത്തുമ്പോൾ എല്ലാ കമ്മ്യൂണിറ്റിനെയും നമ്മൾ അഫോർഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ 8 മണിക്ക് തുടങ്ങുകയാണെങ്കിൽ ഈ സമയത്ത് മദ്രസ തുടങ്ങുന്ന പല വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഈ മദ്രസ ഒഴിവാക്കേണ്ട ഒരു അവസ്ഥ ഇവർക്ക് ഉണ്ടാകുകയാണ്. ഇപ്പോൾ എല്ലാ മതഭൗതിക വിദ്യാഭ്യാസത്തിന് രണ്ടിനും സമമായി ഊന്നൽ നൽകേണ്ടത് ആവശ്യമായതുകൊണ്ട് തന്നെ അത് നടക്കാൻ വരുത്താൻ സാധിക്കില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Honorable Speaker, my question towards the Transport Minister. In Kerala, there are lots of government schools, but nowhere in the government schools there is no school bus. But in the private schools, there are buses. Like now I remember a statement that is given by the Education Minister. He had said that here is giving more priority to the students belongs to government schools. But the government school students are not getting school bus. Mainly they should get a school bus, right? Why there is no bus to them? My question was the Transport Minister, why there is no bus to government school students? Respected Speaker ma'am, ഗവൺമെന്റ് സ്കൂൾസിലെ ബസ്സില്ല, ഒരു ഗവൺമെന്റ് സ്കൂൾസിലും ഇല്ല എന്ന് അടിച്ചമർത്തി പറയാൻ പറ്റില്ല. കാരണം ഗവൺമെന്റ് സ്കൂള് ഹൈടെക് നിലവാരത്തിലേക്കാണ് പോകുന്നത്. കേരളത്തിലെ ഓരോരോ സ്കൂളിന്റെയും പ്രാധാന്യത്തിൽ വളരെയധികം സർക്കാർ കർശനമായ ഓരോരോ നിയമ നടപടികളും കൈകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ചിലയിടങ്ങളില് ഒരുപക്ഷെ തെറ്റ് പറ്റിക്കൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ അടിച്ചമർത്തിക്കൊണ്ട് ഒരു ഗവൺമെന്റ് സ്കൂളിലും പ്രൈവറ്റ് സ്കൂളിലും മാത്രമാണ് സ്കൂൾ ബസ് എന്ന് പറയാൻ പറ്റില്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സ്കൂൾസ് കണ്ടെത്തി സർക്കാർ നടപടി എടുക്കുന്നതാണ്. ഇത് മാത്രം പറഞ്ഞാൽ പോരാ, അടുത്ത സമ്മേളനത്തിന് അടുത്ത സമ്മേളനം
കൺസെഷൻ അനുവദിച്ച് വിദ്യാർത്ഥികളുടെ യാത്ര ബുദ്ധിമുട്ട് പരിഹരിക്കാൻ സർക്കാരിന് സാധിക്കില്ലേ? ഗതാഗത മന്ത്രി സദയം മറുപടി നൽകും. KSRTCയിൽ സീറ്റ് കൺസെഷൻ അനുവദിച്ച് വിദ്യാർത്ഥികളുടെ യാത്ര ബുദ്ധിമുട്ട് പരിഹരിക്കാൻ സർക്കാരിന് സാധിക്കില്ലേ? ഗതാഗത മന്ത്രി സദയം മറുപടി നൽകുമോ? Respected Speaker, ma'am, opposition MLA ഉന്നയിച്ച കാര്യത്തിൽ ഞാൻ യോജിക്കുന്നില്ല. കാരണം till 2015 January, the private buses and the KSRTC buses had allowed and permitted the students for the concession of 83%. But after the 2015 February, the KSRTC buses are allowing the students till the +2 are allowed free concession. So we have to remind that one. KSRTC ബസ് ഒരുപാട് ഇതാക്കിയിട്ടാണ് 83% ആദ്യം കൊടുത്ത പ്രൈവറ്റ് ബസ്സും KSRTCയും കൊടുത്ത ആനുകൂല്യം, കുട്ടികളുടെ ആ ഒരു അവകാശം പിന്നീട് 2015 ഫെബ്രുവരി മുതൽ ഫ്രീ കൺസെഷൻ ആയിട്ട് തുടരുന്നുണ്ട്. ഒരുപക്ഷെ ഓപ്പോസിഷൻ MLAക്ക് തെറ്റ് പറ്റിയതാവുമെന്ന് കരുതുന്നു. അടുത്ത സമ്മേളന കാലയളവ് വരെ സഭ പിരിഞ്ഞതായി അറിയിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. ഇന്നിവിടെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നും ഒരു കേട്ടുകേൾവി മാത്രമുള്ള ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ എത്രയോ ചരിത്ര നിമിഷങ്ങൾക്ക് ചരിത്ര നിമിഷങ്ങൾ കഴിഞ്ഞ ഈ അസംബ്ലിയിൽ എത്താൻ സാധിച്ചതിലും വളരെ അഭിമാനമുണ്ട്. പിന്നെ മക്കളെ പെർഫോമൻസ് കാണാൻ കഴിഞ്ഞാലും അവരുടെ ക്രിയേറ്റിവിറ്റി സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്. റെസ്പെക്റ്റഡ് ഓൾ മെമ്പേഴ്സ്, കേരള സ്കൂൾ പാർലമെന്റിൽ പങ്കെടുക്കാൻ എനിക്കും എൻ്റെ കുട്ടികൾക്കും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ ബാല്യത്തിലൊന്നും ഞങ്ങൾക്ക് കിട്ടാൻ പറ്റാത്തതായിട്ടുള്ള, അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും കിട്ടാൻ പറ്റാത്ത ഒരു നല്ലൊരു അനുഭവമാണ് ഈ കുട്ടികളിലൂടെ കാണാൻ കഴിഞ്ഞത്. നാളേക്കുള്ളൊരു നല്ല പൗരന്മാരായിട്ട് ഇവർ വരട്ടെ, അതിനുള്ള നല്ലൊരു കഴിവ് ഈ കുട്ടികളിൽ കണ്ടു. വളരെ ആക്റ്റീവായിട്ട് നല്ലതായിട്ട് പെർഫോം ചെയ്യാനുള്ള കഴിവ് കിട്ടി. ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്കും അതിന് പങ്കെടുക്കാൻ അവസരം കിട്ടിയതിലും അഭിമാനിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. ഞാൻ കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂർ എന്ന സ്ഥലത്തു നിന്ന് വരുന്നതാണ്. എൻ്റെ പേര് മുഹമ്മദ് കുഞ്ഞി എന്നാണ്. എൻ്റെ കുട്ടി മുജമ്മ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നു. നാദറ നൗഷാദ് എന്നാണ് ആ കുട്ടിയുടെ പേര്. രാവിലെ ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ സാറ് പറഞ്ഞതുപോലെ നിങ്ങൾ ഏത് സ്ഥലത്താണ് ഇരിക്കുന്നത് എന്ന് വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതുപോലെ നല്ല നല്ല നേതാക്കന്മാർ, മന്ത്രിമാർ, അതേമാതിരി മറ്റുള്ള MLAമാരെല്ലാം ഇരുന്ന സ്ഥലത്താണ് നിങ്ങൾ ഇരുന്നത്. വളരെ നന്നായി പെർഫോം ചെയ്ത് കണ്ടു, വളരെ നന്നായി ചെയ്തു. അതുപോലെ തന്നെ എല്ലാ കുട്ടികളും നല്ല നിലയിൽ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും വിവരിച്ചു കണ്ടു. എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ ഇംഗ്ലീഷ് സ്കൂൾ പട്ടാമ്പി സ്കൂളിലെ പ്രതിനിധിയും പാരൻ്റ് കൂടിയാണ്. വളരെയേറെ സന്തോഷമുണ്ട്. IAME ഒരുക്കിയ കേരള സ്കൂൾ പാർലമെൻറ്റ് തികച്ചും നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഭവമായി മാറും ഇത് എന്നുള്ളതിൽ തർക്കമില്ല. ഇതിന് അവസരമൊരുക്കിയ IAMEക്കും അതിൻ്റെ ടീം അംഗങ്ങൾക്കും 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. Good afternoon to all. Respected dignitaries on and of the dais and all members of the parliament. I am the mother of Ashik Ashraf from Maulana English Medium School, Kombam. It was a wonderful program, and also I enjoyed very well. My son
performed well in this program. I enjoyed it well, and also it was a great and memorable program in my life. Thank you for all. ഗുഡ് ആഫ്റ്റർനൂൺ. ആദ്യമായി IAMEക്ക് അഭിവന്ദനങ്ങൾ. ഞാൻ മഹ്മൂദിയ സ്കൂളിലെ പേരൻ്റാണ്. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് 3 കുട്ടികൾ വന്നിട്ടുണ്ട്. നമ്മുടെ കേരള നിയമസഭാ മന്ദിരം ആദ്യമായി കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായ ഒരു അത്ഭുതമാണ് ഉണ്ടായിരുന്നത്. നമ്മളുടെ മക്കൾക്ക് അതൊരു നല്ലൊരു അനുഭവമായിരിക്കും. നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് അവർക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൈതപ്പൊയിൽ മർക്കസിൻ്റെ കൈതപ്പൊയിൽ നടന്ന ഒരു രക്ഷകർത്താവാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരത്തിൽ ഇവിടെ വരാൻ സാധിച്ചത്. അതിന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ദിവസങ്ങളായിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവർക്കും നന്ദി. ബഹുമാനപ്പെട്ട IAME സംഘാടകർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം. ഞാൻ AES പബ്ലിക് സ്കൂൾ എരുമപ്പെട്ടിയിലെ ഒരു അധ്യാപികയാണ്. ഒരു അധ്യാപിക എന്ന നിലയിൽ ഏറെ മനസ്സറിഞ്ഞ് സന്തോഷിച്ച ഒരു നിമിഷമാണ് ഇന്നിവിടെ കടന്നുപോയത്. ഇതുപോലൊരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാവാനും എൻ്റെ കുട്ടികൾക്ക് അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിനും ഞാൻ IAME സംഘാടകർക്ക് നന്ദി പറയുന്നു. ഈ കുട്ടികൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടുള്ളൊരു മുഹൂർത്തം ആയിരിക്കില്ല ഇത്. അത് സാക്ഷ്യം വഹിക്കാനായിട്ട് നിങ്ങളാണ് അതിന് കാരണക്കാരായത്. എത്ര നന്ദി പറഞ്ഞാലും അതിന് മതിയാവില്ല. ഇത് ചരിത്ര മുഹൂർത്തം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, സുവർണ ലിപികളിൽ രേഖപ്പെടുത്തേണ്ട ഒരു ചരിത്ര മുഹൂർത്തം തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദി. Good afternoon, everyone. I'm Bismillah, Academic Coordinator from Kadisia English Medium School. First of all, I want to thank IAME for this great opportunity, because ശരിക്കും IAME എന്ന് പറഞ്ഞാൽ വെരി ടാലൻറ്റഡ് ആയിട്ടുള്ള ഈ കുട്ടികളെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതിന് IAMEക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് അറിയത്തില്ല. ഞാൻ മാത്രമല്ല, ഞാൻ ഈ ഇരിക്കുന്നതും IAMEയുടെ കീഴിലുള്ള ബാക്കി എല്ലാ സ്കൂളുകളുടെയും പ്രതിനിധിയായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇന്നലെ ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ പ്രിൻസിപ്പൽ ചോദിച്ചു ആർക്കാണ് ഇതിൽ ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളത്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന്. പക്ഷെ അപ്പോഴൊന്നും വിചാരിച്ചില്ല ഇത്രയും വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന്. പക്ഷെ ശരിക്കും ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു. IAMEക്ക് താങ്ക് യു സോ മച്ച്. മാത്രമല്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക്, കാരണം ഇത് വെറുതെ ഒരു നിസ്സാരമായ ഒരു കാര്യമല്ല, പെട്ടെന്നൊന്ന് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ഒരു ടീം വർക്കാണ്. ഇത് നിങ്ങൾക്കും നമ്മുടെ കുട്ടികൾക്കും ഫോളോ ചെയ്യാവുന്നതാണ്. IAMEയുടെ ഒരു ടീം വർക്കാണ് ഈ കാണുന്നത്. ഈ IAMEയുടെ ഈ ടീം വർക്കിന് ഫസ്റ്റ് ഓഫ് ഓൾ ഹാറ്റ്സ് ഓഫ്. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ വൺ ആൻഡ് ഓൾ. ഞാൻ MAT ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അധ്യാപകനാണ്. ആദ്യമായി IAMEയുടെ സംഘാടകർക്ക് ഹൃദയം നിറഞ്ഞ സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ സംഘടനക്കും സാധിക്കാത്ത വിധം ഏറ്റവും മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ കേരള സ്കൂൾ പാർലമെന്റിലൂടെ IAMEക്ക് സാധിച്ചിട്ടുണ്ട്. സമകാലിക കേരളം നേരിടുന്ന ഒരുപാട് സമസ്യകൾക്ക് നമ്മുടെ MLAമാർ ചോദിക്കുന്നതും ചോദിക്കാൻ വിട്ടുപോയ ചോദ്യങ്ങൾക്ക് ശക്തമായ ഭാഷയിൽ ചോദ്യങ്ങൾ ചോദിക്കാനും അതിലേറെ നല്ല രീതിയിൽ മറുപടി പറയാനും നമ്മുടെ വളർന്നു വരുന്ന യുവ തലമുറയ്ക്ക് വിദ്യാർത്ഥികൾ കഴിഞ്ഞിട്ടുണ്ടെന്നത് ഈ പരിപാടിയുടെ മഹത്വമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വരും വർഷങ്ങളിൽ ഇതിലും നന്നായിട്ട് പരിപാടികൾ സംഘടിപ്പിക്കാൻ IAMEക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. I am from IAS English Medium School. Really, it was a jaw-dropping performance from these students. First of all, I also want to appreciate IAME to give such a fantastic program and opportunity to our students. Anyway, my appreciation goes to the IAME again, because you gave a chance to our students to see the ability and capacity of other students. Different faces of students are here. By this show, we able to imitate, to get motivate from all other students. Really, I was stunned by the performance of these kiddie MLAs and ministry. So I again thanking IAME for giving such a great opportunity to the students. Thank you.
ഹു ആർ യു എന്നൊരു ചോദ്യമുണ്ട് നമ്മുടെ മുമ്പിൽ. അതിന് ഉത്തരം ഇത്രയാണ്: ഇന്നലെ എനിക്ക് കിട്ടിയിരുന്ന, അല്ലെങ്കിൽ ഇന്നലെ നമുക്ക് കിട്ടിയിരുന്ന അവസരങ്ങളാണ് ഇന്ന് നാം എല്ലാവരും ഇന്ന് നമ്മുടെ മുമ്പ് നാമായി നിൽക്കുന്നത്. ഈ ഒരു അവസരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മക്കളുടെ മുമ്പിൽ അസംഭവ്യമായതൊന്നില്ല എന്ന് ഇന്നത്തെ, കാരണം ഒരു ദിവസം IAS കാരനായി സീറ്റിലിരിക്കുകയും ഒരു ദിവസം IPS കാരനായിട്ട് സീറ്റിലിരിക്കാൻ സാധിച്ച ഒരുപാട് കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് മുമ്പിൽ ജീവിതത്തിൽ കേരളത്തെ നിയന്ത്രിക്കുന്ന, കേരളത്തെ നയിക്കുന്ന MLA-മാരായിട്ട്, മന്ത്രിമാരായിട്ട് ഇവിടെ കയറിയിരിക്കാൻ നമ്മുടെ മക്കൾക്ക് അവസരം നൽകിയ IAME-യെ ഞാൻ ഈ ഒരു നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി, ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂളിന് വേണ്ടി സ്മരിക്കുകയാണ്. IAME ഈ ഒരു സൗകര്യം, ഈ ഒരു അവസരം നമ്മുടെ മക്കൾക്ക് ഒരുക്കി കൊടുക്കുന്നതിലൂടെ അസംഭവ്യമായതൊന്നില്ല എന്ന് ഇന്നത്തെ ഈ ഒരു അവസരത്തിലൂടെ IAME തെളിയിച്ചിരിക്കുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള അവസരങ്ങൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും അതിലൂടെ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാളെയുടെ വക്താക്കളായിട്ട് മാറാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കൂട്ടത്തിൽ IAME-ക്കും നല്ലൊരു ഇത്തരത്തിൽ നല്ല കാര്യങ്ങൾ ഇനിയും പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. I'm so glad and excited because none other here got the chance to sit the place which I got. You know where I sat? I sat on the most important person of Kerala and the former minister, that is Sir Umman Chandi. Sir, so I got the most very nice opportunities, and what I can say that nothing is coming from me, and I think that we will say, right, the humans cannot fly, but I'll say that at this opportunity I flied till the sky, like how Malala Yousafzai and all. Same way I feel that same thing on my heart. Thank you IAME for giving these types of opportunities for us. Thank you. Good afternoon. ആദ്യമായി 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് വിദ്യ അഭ്യസിച്ച ഒരു സമൂഹത്തെ എക്സ്പീരിയൻസ് ലേണെന്ന് വാക്കാലല്ല പ്രവൃത്തിയാൽ ഇവിടെ കാണിച്ചെന്ന IAME-ക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. മാത്രമല്ല, യഥാർത്ഥ പാർലമെന്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീ പ്രാതിനിധ്യം ഇത്രയേറെ കാണാൻ സാധിക്കില്ല. എന്നാൽ IAME അതിനെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഓൾസോ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കാൻ സാധിച്ചത്, വലിയ വലിയ മിനിസ്റ്റേഴ്സ് ഇരുന്ന ആ ഒരു ചെയേഴ്സിൽ ഞങ്ങളെപ്പോലുള്ള കുട്ടികൾക്കും ഇരിക്കാൻ ഈ ഒരു അവസരം തന്നതിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇറ്റ്സ് റിയലി an experience, a great experience and a future what I have no any other words. As our MLA Balram sir had told, democracy is not the violence of the people, some people, but the silence of some good peoples. First of all, let me greet all. A very good afternoon. എന്തുകൊണ്ടോ പണ്ട് മുതൽക്കേ IAS എന്നൊരു മോഹം മനസ്സിൽ കയറി കൂടിയ ഒരു വിദ്യാർത്ഥിനിയാണ് ഞാൻ. പണ്ട് ആരൊക്കെ പറഞ്ഞാൽ എൻ്റെ ഉപ്പ എന്നോട് പറയാറുണ്ടായിരുന്നു, നീ IAS കാരിയായി കാണണമെന്ന്. അതുകൊണ്ട് തന്നെ ഈ ജനത്തെ പ്രതിനിധീകരിക്കാനുള്ള ഒരു ചാൻസ് ഞാൻ ഒഴിവാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് കടകംപള്ളി സുരേഷ് സാറും പിന്നെ ബൽറാം സാറും ഷെയ്ക്കാണ് തന്ന് നിങ്ങൾക്കാവും എന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ ഉദിച്ചത് എൻ്റെ വലിയൊരു ഭാവിയാണ്. Inshallah, I will try my best. I have no words to say. Tears are coming from my eyes because I got such an opportunity here from my heart. Let me thank all the IAME organizers for giving me such an opportunity. It's from me. Thank you. Good afternoon. First of all, let me thank Almighty Allah for giving me a chance to speak over here. Alhamdulillah. Second, we can't forget the people who gave us this golden opportunity to showcase our talents in the Legislative Assembly. I thank Team IAME from the bottom of my heart, and I thank on behalf of all the other students and teachers. Actually, IAME has given a chance to absorb the experiences, to absorb that, to think that we are sitting in the place of a member who had converted the colonial Kerala into the independent Kerala which we can see nowadays. As they have already said that they have the members of this particular parliament had changed Kerala into an literate state. So I thank Team IAME for giving me a chance to be a part of this and to showcase what we have hidden in ourselves. Thank you. First of all, a warm, very good afternoon to one and all. Myself, I am Fatima Hana from Markaz OKMS Chokli.
സത്യം പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല, ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല ഞാനൊരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണ് ഇരിക്കുന്നതെന്ന്. കാരണം ഒരിക്കലും കരുതാത്തൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത് IAMEക്ക് വളരെയധികം നന്ദിയുണ്ട്. അതേപോലെ തന്നെ IAME നടത്തുന്ന ഓരോരോ പ്രോഗ്രാംസും ഇനി വരുന്ന തലമുറക്ക് എങ്ങനെയൊക്കെ സമൂഹത്തിന് അഭിമുഖീകരിക്കണം എന്നുള്ള വലിയൊരു കാര്യം തന്നെയാണ് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ എൻ്റെ സ്കൂളിൽ നിന്ന് നമ്മളെ എസ്കോർട്ട് ചെയ്ത ടീച്ചേഴ്സ് അവർക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് IAMEക്ക് ഇതിനു വേണ്ടിയിട്ട് എത്രയോ മാസങ്ങളായിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ താങ്ക്സ്. ഗുഡ് ആഫ്റ്റർനൂൺ. എന്തുകൊണ്ടും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഓർമ്മക്കുറിപ്പായി എഴുതി വെക്കേണ്ട ഒരു അനുഭവമാണിത്. EMS നമ്പൂതിരിപ്പാട് മുതൽ നായനാർ സാർ വരെ ഇരുന്ന കസേരയിൽ എനിക്ക് ഇരിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒന്നാണ്. എന്തുകൊണ്ടും സ്കൂളിൽ 1500ഓളം കുട്ടികളുണ്ടായിട്ടും അതിൽ നിന്നും ഒരാളായി നീ തന്നെ പോകണമെന്ന് എൻ്റെ അധ്യാപകർ എന്നെ നിർബന്ധിച്ചപ്പോഴും എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടുമെന്ന് മനസ്സിൽ പോലും വിചാരിച്ചിരുന്നില്ല. എന്തുകൊണ്ടും എൻ്റെ അധ്യാപകർക്കും എന്നെ ഇവിടേക്ക് എത്തിച്ച എല്ലാവർക്കും IAMEക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആശംസകൾ. ഞാൻ അമാന. ഞാൻ കായംകുളം മജ്ലിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഞാൻ IAMEയുടെ പരിപാടിയിലൊക്കെ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. വളരെ നല്ലൊരു ഓർമ്മയാണ് എനിക്ക് കിട്ടിയത്. നല്ല ഓപ്പർച്യൂണിറ്റീസാണ് എനിക്കിതിൽ നിന്ന് കിട്ടിയത്. കേരള സ്കൂൾ പാർലമെൻറ്റ് നടത്തുന്ന ഈ വലിയ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ. മൈ നെയിം ഇസ് റിഫാൻ മുഹമ്മദ്, കമ്മിങ് ഫ്രം ഇഷാദ് പബ്ലിക് സ്കൂൾ പൂനൂർ. ആദ്യമായി IAME എല്ലാവരോടും നന്ദി പറയുന്നു. എനിക്ക് ഇപ്പോഴും തന്നെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഒരു MLA ആയിട്ട് എനിക്കിവിടെ ഇരിക്കാൻ പറ്റുമെന്നും. മിനിസ്റ്റർമാരെയും സ്പീക്കർ അതുപോലെ എല്ലാ മന്ത്രിമാരെയൊക്കെ നേരിൽ കണ്ടു. ഇപ്പോഴാണ് ഒരു യഥാർത്ഥ പാർലമെൻറ്റ് എങ്ങനെ രൂപപ്പെടുന്നതും എങ്ങനെ നടക്കുന്നതും ഒക്കെ എനിക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലെ ഒരു സുവർണ്ണ നിമിഷങ്ങളാണ് കടന്നുപോയത്. അതിന് എല്ലാവരോടും നന്ദി പറയുന്നു. എസ്കോർട്ടിംഗ് സ്റ്റാഫ് എല്ലാവർക്കും ഇതിന് പിറകിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരിക്കുന്നത് എനിക്കറിയാം. എല്ലാവർക്കും താങ്ക് യു. Good afternoon. Good afternoon, respected dignitaries and my dear friends. Myself, I am Risha from Marcus Public School, Balusheri. I am very proud to be here, Kerala School Parliament, conducted by IAME. It's a great opportunity to me and my friends. So it's proud to be seated in the chairs of the great citizens. I thank to IAME to give us a great opportunity. Thank you. Good afternoon to one and all. I am Muhammad Abdullah from AES Public School. ഇന്ന് നമ്മൾ ഇവിടെ മതഭേദ വർണ്ണവ്യത്യാസമില്ലാതെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യൻസും വെളുത്തവനും കറുത്തവനും എല്ലാവരും ഈ പാർലമെന്റിന്റെ ഉള്ളിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇതൊക്കെ ആരുടെ കാരണത്താലാണ്? ഈ IAME നടത്തുന്ന ഈ പ്രോഗ്രാം കാരണത്താൽ തന്നെ നമ്മൾക്ക് ഇവിടെ ഒരുമിച്ച് ചേരാൻ പറ്റിയിരിക്കുന്നു. അൽഹംദുലില്ലാ. ഈ IAMEയുടെ കൂട്ടായ്മത്തിൽ എനിക്ക് പങ്കുചേരാൻ അവസരം ലഭിച്ചതിൽ ഞാൻ ശുക്ർ ചെയ്യുന്നു. ഇതേപോലെ IAMEയുടെ അടുത്തുനിന്ന് ഇനിയും പരിപാടികൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പരിപാടികളിൽ എനിക്കും പങ്കെടുക്കാൻ ഇനിയും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. Good afternoon. I am Rasha Fatima, here standing as Women and Child Development Minister. Yes, I am very proud to say as a minister in this Kerala Legislative Assembly, of course as a student, and it's a golden opportunity for me as a student. I'm saying as I'm a minister. Yeah, it's a what rare opportunity, and I'm very proud to be a member or part of IAME, and this is a great initiative of IAME. More than any other programs, this was such a nice and golden opportunity, and it is an unforgettable moment for every one of us. And you know, how to speak in front of a public. We have learned it from IAME really a lot, and it has shaped our culture and everything, and we are really proud of being a member or part of IAME, and we have learned the experiential learning by this, because as Gandhiji said, education is overall in children. It should develop a person's body, mind and soul. Of course it should develop. So by this we have got some idea about the politics of India and of Kerala. That's all. Thank you. Good afternoon to all. Today, I am in the pinnacle of pride and happiness, and I feel something special for myself and my friends.
And here we got a special opportunity to talk something about the obsolete and sluggish rules and regulations, systems, what we follow today, the Indian system following today. And according to the society, it is a golden opportunity for us, for the IAME students. And in my case, that while asking where you're studying and all, they said I'm in a private school and all, IAME and all. They will say that you will be suppressed when you write your 10th examinations. But I'm not bothered about that. If I'm here with talking in front of a mic, it's only because of the association, the IAME association and the school which I'm learning and all. And this is something special for me and for my friends. And Alhamdulillah, we got something and called an opportunity, and I have no any words to explain my feelings, what I'm feeling right now. And I'm giving a great, heartfully I'm thanking to all the members, all the associated peoples who had organized such a beautiful, such an extravagant program, KSP, Kerala School Parliament, for us to, it's a platform for us to exhibit our views on the current issues and all. So thank you so much. ഏറ്റവും ആദരണീയരായ IAME സംഘാടകർ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം. ആദ്യമായി തന്നെ ഞങ്ങൾക്ക് ഈ സുവർണാവസരം നൽകി തന്ന IAME സംഘാടകർക്ക് ഹൃദ്യമായ നന്ദി പറയുകയാണ്. ഇതിനു പുറമെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ്. പിന്നെ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ഇനിയും IAME സംഘാടകർക്ക് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Good afternoon to one and all present over here. I feel really privileged to be here in the seats where great personalities have sat. I'm sure most supporting parents and teachers, those who are sitting over here, are really happy today to see their child sitting in the seats where great personalities have sat. On behalf of the Marcus Kaidapoil family, I convey my thanks to the IAME organization for preparing this great opportunity to us. Thank you. Good afternoon. My name is Say Nazim from IPS Pudur. First of all, I would like to thank Team IAME for organizing this wonderful program. Secondly, I would like to thank all the coordinators and students for reaching here without further ado. I would like to say thank you to all the ministers and MLAs who came here for this great program. That's all. Thank you. Good afternoon. I'm Shifana from Yes English School, Mataya. Really, ഇവിടെ വന്നപ്പോൾ എന്തോ അഭിമാനം, നിർവൃതി, എന്തോ അതിലൊന്നും എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. കാരണം കേരള സ്കൂൾ പാർലമെന്റിൽ സെലക്ഷൻ കിട്ടിയും അതും മിനിസ്റ്ററായിട്ട് സ്കൂൾ പാർലമെന്റിൽ നമുക്കിവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിലും IAMEയോട് തികച്ചും നന്ദി ഞാൻ പറയുകയാണ്. കാരണം സാധാരണ ഒരു സ്കൂളുകളിൽ നിന്നും ലഭിക്കാത്ത അത്തരം വലിയൊരു ചാൻസ്, അത്തരം ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് IAME തന്നിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം CBSE പഠിക്കുന്ന ഒരു കുട്ടിക്ക് എൻ്റെ വിജയത്തിൻ്റെ 10% IAME കാരണമാണ് എൻ്റെ കഴിവുകൾ വിപുലീകരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതിലുള്ള വലിയ പങ്ക് IAMEക്ക് തന്നെയാണ്. അതിൽ ഞാൻ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ കായംകുളത്തു നിന്ന് വരുന്നു. എൻ്റെ പേര് മുഹമ്മദ് അസ്ലം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, പാർലമെൻറ്റിൻ്റെ പരിപാടി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ച ക്ലാസ് വല്ലതും ആയിരിക്കും, അങ്ങനെ വിചാരിച്ചിരുന്നു. നിയമസഭ എന്നൊക്കെ കേട്ടിട്ടുള്ളൂ, ആദ്യമായിട്ടാണ് വരുന്നത്, കണ്ടിട്ടുമില്ല. ഇവിടെ പങ്കെടുക്കാൻ കിട്ടിയത് എനിക്ക് നല്ല സന്തോഷമുണ്ട്. പിന്നെ ഇതിന് സഹായിച്ച എല്ലാ IAMEയുടെ സംഘാടകർക്കും ഞാൻ എൻ്റെതും മജ്ലിസ് സ്കൂളിൻ്റെതായിട്ടുള്ള എല്ലാ നന്ദിയും അർപ്പിക്കുന്നു. Thank you, Madam Speaker, for your fantabulous process of presiding over the function. And may I take this opportunity to convey
the gratitude of IAME movement to one and all who are present over here and who did a wonderful job as student legislators, parliamentarians in the Niyama Sabha hall. Now let us move to the valediction and certificate distribution ceremony. ഇനി MLA-മാരല്ലട്ടാ, ഇനി MLA-യും പിന്നെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകണം. നമ്മൾ കുറേ പടങ്ങൾ നമുക്ക് ചുറ്റുണ്ട്. ആ പടങ്ങളൊക്കെ ഇപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഒരുപക്ഷെ ഭയങ്കര അത്ഭുതപ്പെടുന്നുണ്ടാവും. ഇത്രയും മാന്യമായ പാർലമെന്ററി ലാംഗ്വേജ് ഒരുപക്ഷെ ആദ്യമായിട്ട് അവർ കേൾക്കുന്നുണ്ടാവും ഈ സഭക്കകത്ത്. വളരെ മാന്യമായിട്ട് മന്ത്രി മറുപടി പറയാൻ സന്മനസ് കാണിക്കണം, മന്ത്രി സദയം മറുപടി പറയണം എന്നുള്ളതൊക്കെ വളരെ വിനീതമായ അറ്റ്മോസ്റ്റ് ഹംബിളായ പാർലമെന്ററി ലാംഗ്വേജ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. വണ്ടർഫുൾ. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ഇവിടുന്ന് പഠിക്കാനുള്ളത്. കേരളത്തെ ഉണ്ടാക്കിയ ആളുകളാണ് ഈ നിൽക്കുന്നതൊക്കെ. ഇനിയൊരു 19 വർഷം കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു സെമിനാർ കേരളത്തിൽ നടക്കുമ്പോൾ അതിൽ നമ്മുടെയൊക്കെ പടങ്ങൾ വരണം. വരില്ലേ? വരുത്തണം. അത് ക്യാഷ് കൊടുത്താൽ വരൂല, ക്യാഷ് കൊടുത്താൽ വരൂല. അത് നമ്മൾ ഈ ജീവിതത്തിൽ ഉണ്ടാക്കി വെക്കുന്ന റിസൾട്ടുകൾ, ഇംപ്രിന്റുകൾ, അതാണ് ഈ പടങ്ങൾക്ക് പിറകിലുള്ള വലിയ സത്യങ്ങൾ. എന്താണ് ഇന്ന് ഇവിടെ ഈ മോഡൽ പാർലമെന്റ് അല്ലെങ്കിൽ സ്റ്റുഡന്റ് പാർലമെന്റ് അവസാനിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ബാക്കിയാവുന്നത്? ചിലപ്പോൾ ചില ധൈര്യങ്ങളായിരിക്കും. എനിക്കും പറ്റി, ചെയ്യാൻ പറ്റി, എനിക്കും ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു. ചിലപ്പോൾ ഒരു ചാരിതാർത്ഥ്യമായിരിക്കും. എനിക്കൊരു സ്പീക്കറെ കസേരയിൽ ഇരിക്കാൻ പറ്റി, ഒരു മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കാൻ പറ്റി, ഒരു പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരിക്കാൻ പറ്റി. ഇങ്ങനെ ചില ചാരിതാർത്ഥ്യങ്ങൾ ഇന്ന് വൈകുന്നേരം നാട്ടിലേക്ക് വണ്ടി തിരിച്ചു കയറുമ്പോൾ നമുക്കുണ്ടാവും. നാളെ രാവിലെ പുലരുമ്പോ നാളെ നമ്മൾ ഇന്നലെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്നലെ എന്നുള്ള ദിവസം നമ്മളൊക്കെ ജീവിതത്തിൽ എഴുതപ്പെടേണ്ട വലിയ ഇന്നലെ ആയിരിക്കും. ആവില്ലേ? ഒരു വലിയ ഇന്നലെ ആയിരിക്കണം. ആ ഇന്നലെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ടാവണം. ആ ഇന്നലെ കുറിച്ച് നമുക്ക് ഓർത്തെടുക്കാനുണ്ടാവണം. ആ ഇന്നലെ നമുക്ക് വലിയ നാളുകൾ ഉണ്ടാക്കാനുള്ള ഇന്നലെയാക്കിയിട്ട് മാറ്റാൻ കഴിയണം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, IAME സംബന്ധിച്ചിടത്തോളം ഒരു നാഴികക്കല്ലായ വർഷമാണ് 2019. വളരെ മൈൽ സ്റ്റോണായ, വളരെ പ്രധാനപ്പെട്ട കുറെ പ്രോഗ്രാമുകൾ നമ്മുടെ കലണ്ടറിൽ വന്ന വർഷമാണ്. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു സംഭവം കോഴിക്കോട് നടക്കുകയുണ്ടായി, കേരള എഡ്യു സമ്മിറ്റ്. അത് കഴിഞ്ഞിട്ട് മലപ്പുറം മഹദിൻ വേദിയായ സ്റ്റംസോറിക്ക എന്നുള്ള സയൻസ് ഫെയർ. അത് കഴിഞ്ഞ് 2019 വാതിൽ ചാരി പോകുമ്പോ ഇവിടെ നമ്മൾ കേരളത്തിന്റെ ഈ ഭരണസിരാ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ നാളെയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. കേരളം നമ്മുടെ കൈകളിൽ ഭദ്രമാണ് എന്നതാണ് ഈ ഒരു ദിവസം നമ്മളോട് പറയുന്ന ഒരു സന്ദേശം. നമ്മൾ പോലെ ചിന്തിക്കുന്ന ആളുകൾ, ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും മനുഷ്യപക്ഷത്തിനോട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു തലമുറയാണ് കേരളത്തിന് വേണ്ടതെന്നുള്ള തിരിച്ചറിവാണ് നമുക്കിന്ന് ഈ സന്ധ്യയിൽ, ഈ ഒരു സായന്ത്രത്തിൽ നമുക്ക് ലഭിക്കുന്നത്. IAME മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആശയം അത് തന്നെയാണ്. കേരളത്തിന് പുറത്തുള്ള ന്യൂനപക്ഷ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ക്രോഡീകൃത രൂപമായ IAME മുന്നോട്ട് വെക്കുന്നത് ഈ രാജ്യത്തിന്റെ ശാക്തീകരണമാണ്. രാജ്യത്തിന്റെ ശാക്തീകരണം നടക്കണമെങ്കിൽ ഇവിടെ പല MLA-മാരും ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരു രാജ്യത്തെ തകർക്കാൻ ബോംബ് വേണ്ട, മിസൈൽ വേണ്ട, ക്രൂയിസ് മിസൈൽ വേണ്ട, അവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി കുറച്ചാൽ മതി എന്നാണ്. IAME-യെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്യാത്തൊരു കാര്യം ക്വാളിറ്റിയാണ്. ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഇനി ഇന്ത്യക്ക് വളരാൻ കഴിയുള്ളൂ, ഒരു സമൂഹത്തിന് വളരാൻ കഴിയുള്ളൂ എന്നുള്ള വലിയ തിരിച്ചറിവിൽ നിന്നാണ് വിദ്യാർത്ഥികൾക്ക്, വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇത്തരം വലിയ എക്സ്പോഷറുകൾ കൊടുത്ത്, വലിയ കണ്ണുകൾ തുറപ്പിച്ച്, കാതുകൾ തുറപ്പിച്ച് ഈ നാടിനെ മനസ്സിലാക്കിയെടുക്കാനും ഇതിന്റെ പൾസ് അറിയാൻ കഴിയുന്ന ഒരു തലമുറയാക്കി ഈ രാജ്യത്തിന് സംഭാവന ചെയ്യുകയാണ് IAME ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 2019 ഡിസംബർ 24 നമ്മളുടെ ആയുസ്സിലെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദിവസമായിരിക്കണം. എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസം. ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന ആളുകളെയാണ് ഈ ലോകത്തിന് ആവശ്യമുള്ളത്. എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസം ഉപയോഗപ്പെടുത്താൻ ഇവിടെ എത്തിയ എല്ലാ സാമാജികരെയും എല്ലാ വിദ്യാർത്ഥികളെയും വളരെ സന്തോഷത്തോടെ IAME-ക്ക് വേണ്ടി ഞാൻ അഭിനന്ദിക്കുകയാണ്. അവസരങ്ങൾ ലഭിക്കുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുന്നവരെ വിജയിക്കുകയുള്ളൂ. ഈ ഹാളിലൊക്കെ ഇപ്പോ ഒരുപാട് മ്യൂസിക്കിന്റെ തരംഗങ്ങൾ ഓടി നടക്കുന്നുണ്ട്. യേശുദാസിന്റെ ചിത്രയുടെ ഒക്കെ ഒരുപാട് തരംഗങ്ങൾ ഓടി നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അത് സ്വീകരിക്കാനുള്ള റിസീവർ നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. ഒരു റിസീവർ റേഡിയോയുടെ തുറന്നു വെച്ചാൽ നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. അപ്പൊ ആ റേഡിയോയിൽ അതിന്റെ റിസീവർ ഉണ്ട്. അവസരങ്ങൾ അങ്ങനെയാണ്. നമ്മളെ മുമ്പിൽ വരുമ്പോ അത്
തുറന്ന മനസ്സോടെ ഉപയോഗപ്പെടുത്താൻ കഴിയണം. അങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞ വിദ്യാർത്ഥികളെ ഒരു വട്ടം കൂടെ അഭിനന്ദിക്കുന്നു. നമ്മുടെ സ്ഥാപനത്തിലെ അധ്യാപകര്, സ്ഥാപന മേധാവികള്, പ്രിൻസിപ്പൽമാർ, മാനേജർമാർ, നിങ്ങളെ 100% ആത്മവിശ്വാസത്തോടെ ഇങ്ങോട്ട് പറഞ്ഞുവിട്ട രക്ഷിതാക്കൾ, പല രക്ഷിതാക്കളും കൂടെ വന്നിട്ടുണ്ട്. എന്റെ മോൻ, എന്റെ മോൾ കേരള അസംബ്ലിയിലെ ഈ ചരിത്ര എന്താ പറയാ, ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷിയായ ഈ ഹാളിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അത് മനസ്സ് നിറഞ്ഞ് കാണാനെടുത്തിരിക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ ഇവിടെയുണ്ട്. ഇവരോടെല്ലാം IAMEക്ക് ഒരു വാക്കേ നൽകാനുള്ളൂ. നിങ്ങളുടെ പ്രതീക്ഷ ഒരിക്കലും IAME കളയില്ല. നിങ്ങൾക്ക് 100% വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കൂട്ടായ്മയാണ്. നിങ്ങളുടെ വിദ്യാർത്ഥികളെ, നിങ്ങളുടെ മക്കളെ ഇനിയും കണ്ണു തുറപ്പിക്കുന്ന, കാതു തുറപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങളിലേക്ക് വഴി നടത്താൻ IAME കൂട്ടായ്മ കഴിയും. അതിൽ ശക്തി പകരാൻ നിങ്ങൾക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ സമാപന ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഇവിടെ പങ്കെടുത്ത നമ്മുടെ ഗവർണർമാരെയും മുഖ്യമന്ത്രിയും സ്പീക്കറെയും ഒക്കെ ആദരിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. അപ്പോ ശരിക്കിരിക്കുക, വളരെ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. ഗുഡ്. നമ്മുടെ സഭാ നടപടികളും തുടങ്ങിയിരിക്കുന്നത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ്. അതുകൊണ്ട് ഈ സഭ ആദ്യമായിട്ട് കൈകൊടുക്കേണ്ടത്, ആദരിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഗവർണർക്കാണ്. സർ പ്ലീസ്. ഗവർണർ അൽഫിദാൻ, മർക്കസ് ഇന്റർനാഷണൽ സ്കൂൾ, കോഴിക്കോട്, എരഞ്ഞിപ്പാൽ. സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത് IAME എക്സിക്യൂട്ടീവ് ഡയറക്ടർ VPM സാക്സ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രപതിയുടെ ഒരു പ്രതിരൂപമാണ് ഒരു സ്റ്റേറ്റിന് ഗവർണർ എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഈ ഒരു പദം ഏറ്റെടുക്കുകയും വളരെ മനോഹരമായിട്ട് നമ്മുടെ സഭ തുടക്കം കുറിക്കുകയും ചെയ്ത് അദ്ദേഹത്തിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടിയായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞ എന്തെങ്കിലും പോയിന്റ് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? എനിബഡി? ഫ്ലഡില് വെരി ഗുഡ്, നല്ല പ്രതിപക്ഷ നേതാവാണ്. ഗ്രേറ്റ്, സൂപ്പർ, വണ്ടർഫുൾ. ഒരു സഭയിലിരിക്കുമ്പോ ബോധം വേണം, ബോധ്യങ്ങളും വേണം. ഇത് രണ്ടുമുള്ള ആളുകളാണ് സഭയിലേക്ക് പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ നാട്ടിൽ തന്നെ പറയണം സഭയൊക്കെ കൂട്ടാൻ പറ്റില്ല എന്ന് പറയും. എവിടെ ഇരിക്കുന്നു എന്നുള്ള ബോധം വേണം, എന്തിനിരിക്കുന്നുള്ള ബോധ്യവും ഉണ്ടാവണം. അപ്പോഴേ നമുക്ക് കോമൺ സെൻസ് ഉണ്ട് എന്ന് പറയാൻ കഴിയുള്ളൂ. വണ്ടർഫുൾ. ദെൻ വേറെ എന്തെങ്കിലും പോയിന്റ്? ഓക്കെ, സെൻട്രൽ ഗവൺമെന്റുമായിട്ടുള്ള വണ്ടർഫുൾ, വെരി ഗുഡ്. ആ ഒരു ബന്ധം ശക്തിപ്പെടുത്തി കേരളത്തിന് ലഭിക്കേണ്ട അവകാശങ്ങള്, ആനുകൂല്യങ്ങള്, അവസരങ്ങളൊക്കെ നേടിയെടുക്കാൻ പരമാവധി. ഓക്കെ, ഗ്രേറ്റ്, സൂപ്പർ. ദെൻ ഭരണപക്ഷം ഫിഷർമാൻ കമ്മ്യൂണിറ്റിക്ക് അല്ലെ, അവരെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള, എംപവർ ചെയ്യാനുള്ള ഒത്തിരി പദ്ധതികളെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഗ്രേറ്റ്, സൂപ്പർ. ദെൻ ആർമി. ഓക്കെ, ഫ്ലഡ് വന്നപ്പോൾ ഉണ്ടായ ആർമിയുടെ ഇടപെടല്, ഓപ്പറേഷൻസ്, അതിനെ നന്നായിട്ട് പ്രശംസിക്കുകയും അതിലിടപെടുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ്, സൂപ്പർ. ദെൻ എനിത്തിങ്? മുഖ്യമന്ത്രി. ഫ്ലഡില് വിക്ടിമായ ആളുകൾക്കുള്ള അവർക്കുള്ള റിലീഫ് ആക്ടിവിറ്റീസിനെ കുറിച്ച്, അതിന്റെ റീസെറ്റിൽമെന്റിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഗ്രേറ്റ്. ദെൻ okay, good. So we are honoring our governor, Mr. Alfidan from Marcus International School, Eranjipalam. Sir, ഇവിടെ ശേഷം വരുന്ന സഭ നിയന്ത്രിച്ച മാഡം സ്പീക്കർ നാദിയ മുസ്തഫ ഫ്രം മാദിൻ പബ്ലിക് സ്കൂൾ, മേൽമുറി, മലപ്പുറം. സ്പീക്കർ എന്ന വാക്കിന്റെ അർത്ഥം സംസാരിക്കുന്ന ആളെന്നാണ്. പക്ഷേ സംസാരം കൊണ്ടല്ല സ്പീക്കർ സഭയെ നിയന്ത്രിച്ചത്, പലപ്പോഴും മൗനം കൊണ്ടാണ്. വളരെ ക്രിയേറ്റീവായ ഇടപെടൽ കൊണ്ട് നമ്മുടെ ഈ സഭാ നടപടികൾ നിയന്ത്രിച്ച് മനോഹരമായ ഒരു സഭാനുഭവം നമുക്ക് നൽകിയത് നാദിയ മുസ്തഫയുടെ ഇടപെടലുകളാണ്. ഈ സദസ്സ്, ഈ ഒരു പ്രോഗ്രാം, എല്ലാവിധ അഭിനന്ദനങ്ങളും നാദിയയുടെ വളർച്ചയ്ക്ക് വേണ്ടി ആശംസിക്കുന്നു. നാദിയെ അനുമോദിക്കുന്നത് IAME സെക്രട്ടറി KM അബ്ദുൽ ഖാദർ.
അപ്പോൾ വളരെ നന്നായിട്ട് ഒരു പാർലമെൻ്ററി പ്രൊസീജിയർ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ ചെയറിന് കഴിഞ്ഞിട്ടുണ്ട്. സോ വി സല്യൂട്ട് ദ ചെയർ. ഗുഡ്. മുഖ്യമന്ത്രി മുഹമ്മദ് യാസീൻ, കാരന്തൂർ മെംസ് ഇൻ്റർനാഷണൽ. നല്ലൊരു മുഖ്യമന്ത്രിയുടെ അറ്റയറിലാണ് എന്തോ വന്നിട്ടുള്ളത് അല്ലേ? വെരി ഗുഡ്. ഇൻസൈഡ് നോക്കാണ്ട് തന്നെ വളരെ കൃത്യമായിട്ട്. യാ, സോ വി ആർ ഹോണറിങ് നാദിയ മുസ്തഫ, Madam Speaker. So now it's turn of our Chief Minister, Muhammad Yasin from MEMS International, Karandur. പ്രധാനപ്പെട്ട मोहम्मद निहाद इरशाद पंदावूर, शमा जिहान इरशाद पंदावूर, मोहम्मद निहाल पंदावूर. पंदावൂർ എല്ലാ വീട്ടിലും വന്നോളൂ, ഓർഡറിൽ വരാം. അനുശ്രീ പന്താവൂർ, ഫാത്തിമ മോൾ പന്താവൂർ. മോനെ എവിടെ നോക്കിയടാ? ക്യാമറ നോക്കിയാ ഒന്നൂടെ. ഓക്കെ. ഓക്കെ. ബാക്കി എല്ലാവരും ഒന്ന് ബാക്ക് തന്നെ, ഓരോരുത്തരും വന്നാൽ സാറ് നിൽക്കുക, ഒന്ന് ചേർന്ന് റെഡി മുളകിട്ടൊക്കെ ഒന്നുകൂടെ. താങ്ക് യു. ഓക്കെ. മോനെ ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട്. താങ്ക് യു. സാർ റെഡി. താങ്ക് യു. സാറ് നിൽക്കുന്നവർ ഒന്ന് ചേർന്ന് നിൽക്കാം. ഒന്നേ. താങ്ക് യു. ഓക്കെ. മുഹമ്മദ് ഹനാൻ. വൺ സെക്കൻഡേ പോലെ. വൺ സെക്കൻഡ്. ശരി സാർ നീട്ടെ. താങ്ക് യു. പിന്നെന്താ ഇത് മതി, അത് വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞു. അത് ഇപ്പം അടുത്ത ടൈം മതി. അതിൻ്റെ ഇല്ലല്ലോ. ശരി ഒന്നൂടെ. താങ്ക് യു. മോളോ മോളൊന്ന് ചേർന്ന് നോക്കി. ക്യാമറ ഫേസ് ചെയ്യും. കുറച്ചുകൂടി ചേർന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുമ്പോൾ അങ്ങനെ തിരിച്ചിരിക്കാം. വൺ മോർ. കറക്റ്റാവും. റെഡി. ഇങ്ങോട്ടല്ലേ ഇങ്ങോട്ടൊക്കെ ഒന്ന് കണ്ണടക്കല്ലേ. ഓക്കെ. റെഡി. വൺ മോർ. ഓക്കെ. ചേർന്ന് നിൽക്കുക. മതി. തിരിച്ചിരിക്കുക. നിങ്ങൾ ചേർന്ന് സർട്ടിഫിക്കറ്റ് സാർ റെഡി. റെഡി. സാർ എല്ലാവരും ഇങ്ങനെ. സാറ് ഇടേ സൈഡിൽ. റെഡി റെഡി. സാർ ഇടേ സൈഡിൽ അറിയാൻ നോക്കൂ. ഓക്കെ. ഹലോ വാങ്ങിച്ചിട്ട് റെഡി. റെഡി. ഓക്കെ. നല്ല ഹാപ്പി ആയിട്ടിരിക്കണേ. റെഡി. ആദ്യം ഓക്കെ. താങ്ക് യു. അങ്ങോട്ട് നല്ല തിരിച്ചിങ്ങനെ. റെഡി. ഓക്കെ. താങ്ക് യു. ഇങ്ങനത്തെ റെഡി. താങ്ക് യു. തിരിച്ച് റെഡി.
ഫ്രെയിം ശരിയാവില്ല. ഒന്ന് ക്യാമറ നോക്കില്ലേ. റെഡി റെഡി ഒന്നുകൂടെ ഒരാൾ ഓക്കെ. നന്ദന ഒന്ന് ക്യാമറ സാറ് ഇതേ സൈഡിൽ സാറിൻ്റെ ക്യാമറ. താങ്ക് യു. ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന ആൾ മാത്രം കൂടെ വന്നാൽ മതി. ബാക്കിയെല്ലാം ബാക്ക് നിൽക്കണേ. ഹാപ്പി. താങ്ക് യു. റെഡി ഒന്നുകൂടെ ഓക്കെ. റെഡി ഒന്ന് കയറി ഇങ്ങോട്ട് വാ. ചേർന്ന് ഫ്രണ്ടല്ലേ സാറിൻ്റെ കൂടെ നിൽക്കും. ശരി റെഡി. നല്ല തിരിച്ച് ഹാപ്പി ഇങ്ങോട്ട് റെഡി. കുറച്ചുകൂടെ ശരി കാണുന്നില്ല. റെഡി. നല്ലൊരു ഇങ്ങോട്ടെ തിരിച്ച് ഹാപ്പി. കുറച്ച് ക്യാമറ ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ ഒന്നുകൂടെ. അങ്ങനെ ആദ്യം മോനെ ചേർന്ന് നേരം. ആ എത്ര പേരുണ്ടോ? ശരി റെഡി. ഇങ്ങോട്ടേക്ക് റെഡി. ഹാപ്പി കണ്ണടക്കില്ലേ? ഓക്കെ. ഒന്നോട് ചേർന്ന് സാറിനോട് ചേർന്ന്. ആ അതെ. ആ റെഡി. ഓക്കെ. ആ മതി. ഹാപ്പി മണിക്കോട്ട് ഇങ്ങോട്ട് കണ്ണടക്കിയത് ഇങ്ങോട്ടോ. ഓക്കെ റെഡി. നല്ല ഹാപ്പി ഇങ്ങോട്ട് നോക്ക്. റെഡി. പോട്ടെ. റെഡി റെഡി. എല്ലാവരും ഇങ്ങോട്ടേക്ക്. ഓക്കെ. അങ്ങനെ ആ ശരി. റെഡി. നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങോട്ടേക്ക്. ഓക്കെ കഴിയും. നല്ല ചിരിച്ച് ഹാപ്പി. റെഡി. ഇങ്ങോട്ട് കുഴപ്പമില്ല. മാറല്ലേ? ഓക്കെ. അത് ഇട്ടോക്കെ ഹാപ്പി. മാറല്ലേ? ഓക്കെ. എന്നിട്ട് റെഡി. നല്ല ചിരിച്ചിരിക്കാൻ. താങ്ക് യു. അങ്ങനെ ഓക്കെ. സാറ് ചേർന്ന് അത് ഞാൻ ഇപ്പം തിരിച്ച് തന്നാലും അതുപോലെ വാങ്ങിച്ചിട്ട് നോക്കി. താങ്ക് യു. ഞാൻ വാങ്ങിച്ചോടിക്കട്ടെ നോക്ക്. ഒന്നുകൂടെ. താങ്ക് യു. കമ്പോസ് തീരും. ചേർന്ന് നിൽക്കും സാർ. അങ്ങനെ റെഡി. ഒന്നുകൂടെ. ഓക്കെ. താങ്ക് യു. സാർ വൺ സെക്കൻഡ് ഒരു സെക്കൻഡ്. മോളെ കണ്ണടയ്ക്കരുത്. ചൂടായതുകൊണ്ടാണ്. ഇങ്ങോട്ട് നോക്ക്. കണ്ണടച്ചോ? ഒന്നുകൂടെ. ഇല്ലേ? കണ്ണടയ്ക്കരുത്. ഒരു കുഴപ്പമില്ല. വൺ സെക്കൻഡ്. ഓക്കെ സാർ. താങ്ക് യു. മുളകട്ടെ. എന്നെ നോക്കിയിട്ട് കണ്ണടക്കില്ല. ക്യാമറ നോക്കില്ല. താങ്ക് യു. അങ്ങനെ കണ്ണടക്കരുത്. റെഡി. 1 2 3. ഇങ്ങോട്ട് നോക്കിയാൽ എല്ലാവരും ഇങ്ങോട്ട്. താങ്ക് യു. മാക്സിമം ചേർന്ന് നമ്മൾ ഇത് ഇങ്ങോട്ടെ വാങ്ങിച്ചത് ഇങ്ങോട്ട്. ഓക്കെ. താങ്ക് യു. അങ്ങനെ കണ്ണടക്കരുത്. സാർ റെഡി. താങ്ക് യു.
ചേർന്ന് ഈ സാറിൻ്റെ ചേർന്ന് കുറച്ചുകൂടെ റെഡി റെഡി പോട്ടെ. താങ്ക് യു. ഓക്കെ താങ്ക് യു. വാങ്ങിക്കട്ടെ, കണ്ണടയ്ക്കരുതേ. ഓക്കെ വാങ്ങിക്കട്ടെ. ഓക്കെ വാങ്ങിച്ചോണ്ടി ഇങ്ങോട്ടേക്ക് തിരിച്ചോടി. ഒരു വർഷമില്ല. ഓക്കെ കുറച്ചുകൂടി ചേർന്ന് നോക്കട്ടെ. ഓക്കെ നമ്മൾ മാറില്ല സാർ. ഓക്കെ എല്ലാവരും ക്യാമറ എല്ലാവരും ഹാപ്പി റെഡി മോളെ കണ്ടടക്കില്ലേ? ഓക്കെ ഓക്കെ താങ്ക് യു. ചേർന്ന് റെഡി സാർ 1 2 3 ഓക്കെ പെട്ടെന്ന് റെഡി ഇങ്ങനെ ഹാപ്പി ആയിട്ട് സാർ റെഡി. ബാക്കിൽ നിന്ന് ഒരാൾ മാറിക്കോട്ടെ. റെഡി സാർ. ഓക്കെ താങ്ക് യു സാർ. റെഡി ക്യാമറ ഫീസ് ചെയ്യാം. ഓക്കെ താങ്ക് യു. റെഡി സാർ. സാർ ഒന്നോടാ സാർ. താങ്ക് യു സാർ. ഒന്ന് അതെ ഓക്കെ സാർ. താങ്ക് യു. അങ്ങനെ വാങ്ങിക്കാം. അങ്ങനെയൊക്കെ അത് സൈറ്റ് കാണണേ. റെഡി 1 താങ്ക് യു. സാർ ഇങ്ങനെയാണെങ്കിൽ വേറെ ഫ്ലാഷ് ഉണ്ട്. താങ്ക് യു. സാറൊന്ന് പുറകിൽ നമ്മളിങ്ങനെ വന്ന് വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് റെഡി. ഇങ്ങോട്ടോ റെഡി. താങ്ക് യു. സിനാൻ സലീം രാഷ്ട്രീയക്കാരൻ തന്നെയാണല്ലോ. വാങ്ങിച്ചോണ്ടിരിക്കണം നോക്ക്. റെഡി എല്ലാവരും ഇങ്ങോട്ട് സാർ ഒന്ന് കണ്ണടക്കില്ലേ. ഓക്കെ താങ്ക് യു. മോൻ റെഡി അല്ലേ? കണ്ണടക്കരുതേ. താങ്ക് യു. കണ്ണടക്കാതെ ഓക്കെ താങ്ക് യു. കുറച്ച് ചേർന്ന് സാർ ഇവിടെ വന്ന് ചേർന്ന് റെഡി എല്ലാവരും ഇങ്ങോട്ട് റെഡി. കണ്ണടക്കല്ലേ മാറല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ സാറൊന്ന് ചേർന്ന് നിൽക്കാം. മോനെ എങ്ങനെയല്ലടാ സർട്ടിഫിക്കറ്റ് അകത്ത് കയറി തിരിഞ്ഞോ? ഫേസ് കാണാം. റെഡി താങ്ക് യു. ഓക്കെ അടുത്തോളൂ. ചേർന്ന് അതിന് വാങ്ങിച്ചു മാറല്ലേ. ഓക്കെ സാർ. ഓക്കെ താങ്ക് യു. ഓക്കെ കുറച്ചും ചേർന്നു. റെഡി ഫേസ് കാണുന്നില്ല. സാർ റെഡി കണ്ണടക്കില്ലാരും. താങ്ക് യു. ആദ്യം റെഡി. ഒരു മിനിറ്റ്. ഓക്കെ താങ്ക് യു. റെഡി കണ്ണടക്കല്ലേ. കണ്ണടച്ചാൽ സാർ ഒരു മിനിറ്റ്. ഇല്ല ഓക്കെ താങ്ക് യു. സാർ ക്യാമറ റെഡി. താങ്ക് യു. റെഡി. ശ്രീലക്ഷ്മി സാർ താങ്ക് യു.
നല്ല ഹാപ്പി ആയിട്ട് ഓക്കെ റെഡി ഒരു ഓക്കെ ഓക്കെ കുറച്ചുകൂടെ ചേർന്ന് കണ്ണടയ്ക്കാതെ കണ്ണു മരുത് ഓക്കെ താങ്ക് യു കുറച്ചുകൂടെ ചേർന്ന് ആദ്യം റെഡി കണ്ണടയ്ക്കില്ല താങ്ക് യു ഫാത്തിമ റിഫ അല്ല ഫാത്തിമ ബീവി ഹിദായ ഉള്ളി സാറൊന്ന് റെഡി ഓക്കെ ഫാത്തിമ ഹന്ന ആ റെഡി ഓക്കെ താങ്ക് യു ഷഹാന ബി വാങ്ങിച്ചിട്ടുണ്ടോ സാർ ഒന്ന് ഇങ്ങോട്ട് അങ്ങടെ സൈഡിൽ ഇരിക്കുന്നത് റെഡി ഓക്കെ താങ്ക് യു ഫാത്തിമ ഹിബ ബി സാറേ നമ്മളൊന്ന് ഇവിടെ ചേർത്ത് രണ്ട് ആദ്യം ഒന്നുകൂടെ ഇങ്ങോട്ട് കണ്ടേക്കില്ല താങ്ക് യു ഫാത്തിമ ഫിദാഹി നമ്മൾ വാങ്ങിച്ചോണ്ടിങ്ങോട്ട് കണ്ണടക്കല്ലേ പ്ലീസ് ഒന്നുകൂടെ ഓക്കെ താങ്ക് യു മോളെ വാങ്ങിച്ചോ ആ റെഡി നല്ല ഹാപ്പി ആയിട്ട് കണ്ണടക്കരുത് റെഡി സാറിങ്ങോട്ടെ ഓക്കെ താങ്ക് യു നമ്മൾ ചേർന്നിരിക്കും ആ റെഡി നല്ല തിരിച്ച് ഹാപ്പി റെഡി ഒരു മിനിറ്റ് സാറേ ഒന്ന് തിരിച്ച് നല്ല ഭംഗി വരും റെഡി മോളെ ഇങ്ങോട്ടൊക്കെ താങ്ക് യു പോട്ടെ നല്ല ഹാപ്പി ആയിട്ട് നോക്കണം കണ്ണടക്കില്ല റെഡി ഓക്കെ സാർ പുറകിലിട്ട് സാർ പുറകിലിട്ട് ആ അവിടെ ഇവിടെ കണ്ണടക്കില്ല അവിടെ സാർ ഒന്ന് ചേർന്ന് നിൽക്കുക ആ അങ്ങനെ അവിടെ ഇങ്ങോട്ടേക്ക് റെഡി ഹാപ്പി താങ്ക് യു എല്ലാവരും കണ്ടേ കണ്ണടക്കരുത് കാര്യം റെഡി ഓക്കെ റെഡി ഇങ്ങോട്ടേക്ക് റെഡി താങ്ക് യു എല്ലാവരും ഇങ്ങോട്ട് പ്ലീസ് ക്യാമറ റെഡി താങ്ക് യു ഒരാൾ ചേഞ്ച് ചെയ്താൽ മതി കുഴപ്പമില്ല അത് ചേഞ്ച് ചെയ്താൽ മതി സാർ കുഴപ്പമില്ല ചേഞ്ച് ചെയ്യാം പേര് മാറ്റിയെടുക്കാം പിന്നെ മാറ്റിയെടുക്കാം മോളെ ചേർന്ന് മോളെ ഇങ്ങനെ തിരിഞ്ഞു ഫേസ് കാണാം കുറച്ചുകൂടി ചേർന്ന് അങ്ങനെ ഓക്കെ കീപ്പറൊക്കെ ഉണ്ടോ കഴിഞ്ഞു ഫ്ലാഷ് ഡേസ് മാത്രം മോളെ നല്ല ഹാപ്പി ആയിട്ട് സാർ കണ്ണടക്കരുത് റെഡി താങ്ക് യു ഒന്ന് കയറി വന്നിട്ട് അങ്ങനെ റെഡി അല്ലേ കണ്ണടക്കരുത് താങ്ക് യു ആ അങ്ങനെ സാർ ഒന്ന് റെഡി താങ്ക് യു കേട്ടോ നല്ല ഹാപ്പി റെഡി ഓക്കെ താങ്ക് യു മുഹമ്മദ് ഷാക്കിർ ധാരായി കുഴപ്പമില്ല സാർ റെഡി താങ്ക് യു മുരിക്കാശ്ശേരിയാണോ ആണോ ഷിബിനാണോ മോളൻ ചേർന്ന് നേടാ വാങ്ങിച്ചിട്ട് തിരിഞ്ഞിരിക്കുക ഒന്നുകൂടെ കണ്ണടക്കല്ലേ മോളെ പ്ലീസ് റെഡി ഹാപ്പി ആയിട്ട് വയ്ക്കുക താങ്ക് യു അതിപ്പോൾ കോപ്പി ചെയ്ത് തരാം പടം ഇപ്പോൾ ഇപ്പോൾ റെഡി സാർ എല്ലാവരും കണ്ണടക്കല്ലേ പ്ലീസ് ഓക്കെ പോട്ടെ ഓക്കെ അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് റെഡി ഓക്കെ സാർ മോളെ ഇങ്ങോട്ട് 1 സെക്കൻഡ് ഓക്കെ താങ്ക് യു അങ്ങനെയല്ല
ഫേസ് കാണണം. ഫേസ് കാണണം. അങ്ങനെ സാറും ചേർന്ന് റെഡി നല്ല ഹാപ്പി ആയിട്ട് 1 സെക്കൻഡ്. ഓക്കെ ഓക്കെ താങ്ക് യു. അങ്ങനെ വെരി ഗുഡ്. റെഡി സാർ ഒന്നോടെ റെഡി നോക്കട്ടെ വൺ സെക്കൻഡ് അല്ലല്ല ഓക്കെ താങ്ക് യു. വാങ്ങിച്ചോ ഈ സൈഡിൽ എല്ലാവരും കുറച്ച് ഗ്യാപ്പ് തന്നെ. അതെ സാറിൻ്റെ നോക്കി റെഡി ഹാപ്പി താങ്ക് യു. മോനെ ചേർന്ന് ചേർന്ന് മൂന്നര കണക്ക് കാണിക്കാം സാറ്. റെഡി ഓക്കെ ഡൺ താങ്ക് യു. സഫ റെഡി താങ്ക് യു. മുഹമ്മദ് ഫിറോസ് ഓക്കെ താങ്ക് യു. അലി സൈനുൽ ഈ ചേട്ടാ സൈഡിൽ നിന്ന് ചേട്ടാ നോക്കിയാൽ മാറി. ഓക്കെ ചേട്ടാ ഒന്ന് ക്യാമറ ഫേസ് നിൽക്കണം. ഓക്കെ താങ്ക് യു. മുഹമ്മദ് കെൻസ് മോനെ ചേർന്നില്ല അങ്ങനെ അങ്ങനെ സാർ ഒന്ന് ഹാപ്പി ആയിട്ട് റെഡി താങ്ക് യു. മുഹമ്മദ് ജലീൽ മോനെ തിരിഞ്ഞോട്ടെ ചേർന്നോ റെഡി താങ്ക് യു. തിരിഞ്ഞു അങ്ങനെ താങ്ക് യു. ഫാത്തിമ മെഹജ നോക്കിയേ റെഡി ഓക്കെ ഇന്ന് പേര് വായിക്കാം. ആമിന തഴുതല. ആമിന ചേർന്നില്ല. ഓക്കെ റെഡി എന്നിട്ട് മതിയോ? സർട്ടിഫിക്കറ്റ് ആകുമ്പോൾ അല്ല സർട്ടിഫിക്കറ്റ് സാർ ഒന്ന് ചേർന്നിരിക്കാം. റെഡി ഹാപ്പി റെഡി താങ്ക് യു. ഓക്കെ. ഈ പരിപാടിക്ക് വേണ്ടി കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായി നമ്മോടൊപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ പരിചയസമ്പന്നനായ ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളിൽ IAMEയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനനായ ബാബുരാജ് സാറിന് IAME കുടുംബത്തിൻ്റെ ഒരു ആദരം ഇവിടെ നൽകുകയാണ്. ബാബുരാജ് സാറിൻ്റെ ഇടപെടലാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അദ്ദേഹം ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അദ്ദേഹത്തോട് അപേക്ഷിക്കുന്നു. ടീം IAME അദ്ദേഹത്തെ ആദരിക്കുന്നു. I would like to give you a standing ovation to Baburaj sir. മറ്റൊരു മാന്യദേഹം IAMEയുടെ ഭാഗമായി തന്നെ നമ്മുടെ ഈ സ്കൂൾ പാർലമെൻറ്റിൻ്റെ നോഡൽ ഓഫീസറായി പ്രവർത്തിച്ച കണ്ണൂർ IAMEയുടെ പ്രമുഖ സംഘാടകനും മജ്ലിസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളുമായ അർഷാദ് പള്ളിപ്പാത്ത്. വിവിധ കോർഡിനേഷന്റെ കീഴിൽ അത് വിവിധ സംഘടനകൾക്ക് കീഴിൽ ഇങ്ങനെ കോർഡിനേഷനായി പ്രവർത്തിക്കുന്ന ധാരാളം കൂട്ടായ്മകൾ നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പക്ഷേ മഹാരഥരായ ഇത്തരം പ്രതിഭാശാലികൾ അവരുടെ സംസാരം കൊണ്ടും സാന്നിധ്യം കൊണ്ടും ആദർശം കൊണ്ടും വിശ്വാസം കൊണ്ടും കർമ്മം കൊണ്ടും കർമ്മകുശലത കൊണ്ടും
എത്രമാത്രം പതിറ്റാണ്ടുകളെ ഈ ഒരു ഓഡിറ്റോറിയത്തിനുള്ളിൽ സർഗാത്മകമാക്കിയിട്ടുണ്ട് എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് എവിടുന്നയോ അറിയാതെ ഇപ്പോഴും ഒരു വിറയൽ വരുന്നുണ്ട്. 1930കളിൽ സ്ഥാപിക്കപ്പെട്ട ഒരു ബിൽഡിങ്ങിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഒരു ബീം പോലും ഇല്ല, ഒരു തൂണ് പോലും ഇല്ലാതെ. ഒരു പക്ഷേ ഈ ഒരു മനോഹാരിത ഏത് രാജ്യത്ത് നിന്ന് കൈവന്നതാകാം എന്ന് പോലും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എത്ര മനോഹരമായി ആവിഷ്കരിച്ച ഈ ഒരു ഓഡിറ്റോറിയത്തിനുള്ളിൽ മഹാനായ EMS നമ്പൂതിരിപ്പാട് മുതൽ നായനാർ വരെയുള്ള കെ കരുണാകരൻ അടക്കമുള്ള ബഹുമുഖ പ്രതിഭാശാലികൾ ഒരുമിച്ചിരുന്ന, പലപ്പോഴും ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ വല്ലാത്തൊരു വിറയൽ വന്നിട്ടുണ്ട് നമുക്ക് ഓരോരുത്തർക്കും. നമ്മൾ ഇരിക്കുന്ന കസേരയുടെ മുൻപിൽ KM മാണിയുടെ പേരുണ്ട്, EK നായനാരുടെ പേരുണ്ട്, നായനാരടക്കമുള്ള വൻ പ്രതിഭാശാലികളുടെ പേരിന്റെ ചേർന്നാണ് നമ്മൾ ഇരുന്നിരിക്കുന്നത്. ഈ ഇരുന്ന ഒരു 5-6 മണിക്കൂർ സമയം ശരിക്ക് IAMEക്ക് ഒരിക്കലും നഷ്ടമാകില്ല. ഇതിനുവേണ്ടി ചെലവഴിച്ച അധ്വാനങ്ങളും ഇതിനുവേണ്ടി ചെലവഴിച്ച ഊർജ്ജങ്ങളും ഒക്കെ വരും കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ധാർമ്മികതയ്ക്ക് വേണ്ടി, ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി എക്കാലവും അത് പര്യാപ്തമാവും എന്നുള്ള ഒരു വിശ്വാസവും പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവും ആത്മവിശ്വാസവും തീർച്ചയായിട്ടും IAMEക്കുണ്ട്. ഇത് സംഘടിപ്പിച്ച IAMEയെ നമ്മൾ ഓരോരുത്തരും മനസ്സിൽ അതിന്റെ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് നൽകിയ അവസരത്തിന് നിങ്ങൾ എന്നും IAMEയുടെ കൂടെ ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചു. പ്രത്യേകിച്ചും അർഷാദ് സാറിന്റെ പേര് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദിവസങ്ങളോളം മാസങ്ങളോളം അദ്ദേഹത്തിന്റെ ചിന്തയും ഊണും ഉറക്കും ഒക്കെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി തന്നെയാണ്. ഒരുപാട് ഹോട്ടൽ മുറികളിൽ ഇതിനുവേണ്ടി ഒരുപാട് ദിനരാത്രങ്ങൾ ഇതിന്റെ ചിന്തയ്ക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞ് അധ്വാനിച്ചതിന്റെ ഏറ്റവും നല്ല റിസൾട്ട് ഈ ഒരു മുറ്റത്ത് നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അർഷാദ് സാർ അടക്കമുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നിങ്ങളുടെ പെർഫോമൻസ്, ഐ ഹാവ് നോ വേർഡ്സ് ഡെഫിനറ്റ്ലി. ബിക്കോസ് നിങ്ങളുടെ ലാംഗ്വേജും നിങ്ങളുടെ ടോക്കിംഗ് ലാംഗ്വേജും നിങ്ങളുടെ ബോഡി ലാംഗ്വേജും നിങ്ങളിൽ നിന്ന് വരുന്ന ചിന്തകളും അത് IAMEയുടെ ഒരു അസറ്റ് തന്നെയാണ്. IAMEയുടെ ഒരു അലങ്കാരം തന്നെയാണ്. തീർച്ചയായിട്ടും വലിയ സ്വപ്നങ്ങൾ കാണാൻ IAMEക്ക് ഇത്തരം പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് അവസരം നൽകുന്നുണ്ട്. ആ അവസരങ്ങളിൽ നിങ്ങൾ എപ്പോഴും IAMEയുടെ കൂടെ ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ച് എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നൽകി ഒരിക്കൽ കൂടി സന്തോഷങ്ങളും ഭംഗിവാക്കുകളും പങ്കുവെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നമ്മുടെ പരിപാടി സമാപിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഹാപ്പിയാണോ? Yes or no? So you are totally recharged, intellectually, emotionally, morally, spiritually, right? And academically as well. We got recharged. ഇനിയും ഇത്തരം പരിപാടികൾ വേണം. ഇനി കേരളത്തിന്റെ ശ്രീകോവിലാണ് ഇപ്പം നമ്മൾ നടത്തിയത്. ഇനി സ്വാഭാവികമായിട്ട് നമ്മൾ എങ്ങോട്ട് പോകണം? ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ നമ്മൾ പിടിച്ചെടുക്കണ്ടേ? Yes or no? Okay. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ IAMEയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. ഒപ്പം UN-ന്റെ അസംബ്ലി മോഡൽ IAMEയുടെ ഭാഗമായി നമുക്ക് നടത്തേണ്ടതുണ്ട്. അതിലേക്കും കൂടി നമ്മൾ പരിപാടികൾ ആവിഷ്കരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി IAMEയുടെ സ്കൂളുകളിൽ ഈ വരുന്ന 2 മാസത്തിനിടയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പരിപാടിയാണ് ഓരോ സ്കൂളിന്റെയും പ്രീമിയർ ലീഗും അതോടൊപ്പം തന്നെ ലേണിംഗ് ഫെസ്റ്റും. ആ ലേണിംഗ് ഫെസ്റ്റും പ്രീമിയർ ലീഗും നിങ്ങളെല്ലാവരും സജീവമായി പങ്കെടുത്തുകൊണ്ട് വിജയിപ്പിക്കേണ്ടതുണ്ട്. 37 സ്കൂളുകളാണ് ഇപ്പോൾ ഇവിടെ പങ്കെടുത്തിരിക്കുന്നത്. ഇന്നത്തെ പത്രത്തിൽ വിശദമായിട്ടുള്ള റിപ്പോർട്ടിംഗ് അതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ഇന്നിവിടെ ഞങ്ങൾ വളരെ സാഗൂതം വീക്ഷിക്കുകയായിരുന്നു. ഓരോ വിദ്യാർത്ഥിയുടെയും പ്രകടനം, ഓരോ വിദ്യാർത്ഥിയുടെയും അവതരണത്തിന്റെ മികവ്, ഭാഷ ഉപയോഗിക്കുന്നതിലെ കഴിവ്, ഓരോ പദങ്ങളും തെരഞ്ഞെടുക്കുന്നതിലെ വ്യക്തത, ഇതൊക്കെ കൃത്യമായി ഞങ്ങൾ ഓരോരുത്തരും വീക്ഷിക്കുകയായിരുന്നു. ഇത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഒരു ഫീഡ്ബാക്കാണ്. നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ അവർക്ക് കിട്ടുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അവർക്ക് കിട്ടുന്ന മോട്ടിവേഷന്റെയും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പരിശീലനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇവിടെ നിങ്ങൾ ഇന്ന് പെർഫോം ചെയ്തിരിക്കുന്നത്. ഒരു തെറ്റും ഇതിലില്ല. അതേസമയം ഇനിയും ഒരുപാട് ശരികൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞ് നിങ്ങൾക്ക് ഇതിന്റെ ക്ലോസിംഗ് റിമാർക്സിന് വേണ്ടി ബഹുമാന്യനായ ഈ നമ്മുടെ IAMEയുടെ പ്രോഗ്രാം കോർഡിനേറ്റർ കൂടിയായ ബഹുമാന്യനായ ദിൽഷാദ് സാറിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒപ്പം ടീം IAME നമ്മുടെ ഓഫീസ് വളരെ ശക്തമായി ഈ പരിപാടിക്ക് വേണ്ടി ഇതിന്റെ ഹാൾ, നമ്മുടെ നിയമസഭാ മന്ദിരം അനുവദിക്കുന്നതിന് വേണ്ടി, ഇതിങ്ങനെ സാധാരണ ആർക്കും കൊടുക്കുന്ന ഒരു സംവിധാനമല്ല. ഇതൊരു സാധാരണ ഓഡിറ്റോറിയമോ ഒരു സമ്മേളന ഹാളോ അല്ല. ഇത് ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമായ കേരളത്തിന്റെ
കഴിഞ്ഞ 50 വർഷക്കാലമായി 956 മുതൽ 2001 വരെ 938ലാണ് ഈ ഒരു ബിൽഡിംഗ് ഇവിടെ പണിതതെന്ന് ഇതിന്റെ പുറത്ത് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. അന്ന് മുതൽ 2001 വരെ ബഹുമാന്യനായ EK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം വരെ ഉപയോഗിച്ചിരുന്ന ഒരു നിയമസഭാ മന്ദിരത്തിലാണ് നമ്മളുള്ളത്. അതിനുശേഷമാണ് കൂടുതൽ ഇവിടെ AC ഉണ്ടാകുമോ എന്ന് ചില ആൾക്ക് ഭയം ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി AC ഇല്ല. അതുകൊണ്ട് നമ്മുടെ തനതായിട്ടുള്ള കാലാവസ്ഥയിൽ എങ്ങനെയാണ് 19 വർഷക്കാലം നമ്മുടെ ഗവൺമെന്റ് നമ്മളെ ഭരിച്ചത് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലായി കാണാം. ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ക്ലോസിംഗ് റിമാർക്സിന് വേണ്ടി ബഹുമാന്യനായ ദിൽഷാദിനോട് അഭ്യർത്ഥിക്കുന്നു. Thank you, Kadir Saab, the Secretary of IAME, respected Director of IAME VPM Ishaq Sir, Program Officer Dr. CP Ashraf Sir, Anif Hazari, CP PC Abdurrahman Sir, Arshad Sir Palipat, and Babu Raj Sir, the pillar of this program, and Naushad Sir, Yasir Sir, and Shakir, and very noble professional people over here, the upcoming new generation leaders, parents, and all members of the day today here assembled for the Students' Parliament. I'm very glad to propose vote of thanks to all the members, beginning from, see, we are in the end part of the program, and this end is the beginning. The beginning, or this we say, is end of a beginning. We are just beginning our program, right? Not ending. We are beginning. We are beginning to be a minister, or to be a parliamentarian, to be a member of a legislative assembly, MLA. So this is a great beginning. I share my gratitude to the parents who have supported the students to bring here. I'm extending my warmest regards to the teachers who spent this vacation to be here in the capital of our city, of the state of Kerala. And great heartfelt thanks to the members. I really want to start from the pillar of the program committee, that is from Yasir Sir, Shakir Sir. See, without this is not possible. And we have to go all the way from the beginning of the story of this program. The idea is actually come from the director VPM Ishaq. I remember a year ago he was talking about it, and that time it was less a dream. It was just a thought, and that's brought in action. And when it was coming into action, the Palipat sir, we say lovely Arshad sir Palipat, we did not know what is Palipat actually, but we have seen the effort has been taken behind this project. Starting from the June onwards, he has bringing the changes in the program, and that has been reflected in the members of the Majlis English Medium School, every presentation. So that vibe we are able to feel over there. So congratulations. And likewise, every other member school also have done as much as possible to present. And CP Ashraf Sir, Dr. Sir has been told here that this was one of the best matured way of presentation ever this assembly has been witnessed sometime, right? You may find lots of photographs behind, but during the time it was not very much matured like you have done here sometime. So there are lots of learning from there for this existing present ministry also. So this is a beginning where upcoming year we are waiting. We are waiting to see the upcoming year. Yes, upcoming years projects are coming up. Lots of new coming projects are coming. List Kadir Sir has mentioned here, UN Model Assembly. Inshallah, that is a dream right now. Maybe actualization of happening will be next year. Inshallah, where we are going to be the leaders in the world. Yes, at this point we had got a very strong and young MLA. Balram sir has given a wonderful interaction with you. We began with our Kadagamalli sir, Surendran sir. He has talked about the preamble of the Constitution. Wonderful. See, we have to go back to and start from there. And we of course has expected the presence of Dr. Shashi Tharoor. But it's very sad and very uncomfortable misfortune for us that he is not
not physically well. He's bedridden for some reason. Physically, he's not well. He's not able to. So, but we have lots of lesson from him also. He is a person who became a civil servant in international civil servant, but at the age of 21 years old, only 6 years difference of your age. Okay? So there are lessons, and of course he will come and meet you maybe in the future programs of IAME. So before he become likewise we also have the time we want to be and show, and he's a prestige and privilege for jealous of many people that he is from Kerala and led the United Nations many years. So likewise lots of people we have witnessed here today. So at the outset, let me extend my heartfelt thanks to lots of people, starting from the leaders of our great, organization, Muslim Jamaat, Saifuddin Ajika, who has worked behind bringing all of these changes. All these processes. And of course, this is none but, the people over here, the bureaucracy, made actually this possible. Lots of challenges, the difficulties was there. But without that, it is not possible. Very strongly I extend my thanks to ഈ പ്രോഗ്രാമിലെ പിന്തുണ തന്ന സർക്കാർ സംവിധാനങ്ങൾ ഒതുക്കി തന്ന സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ സുനിൽ സാർ, രാജീവ് സാർ, ഡിപ്പാർട്ട്മെന്റിലെ മറ്റു ജീവനക്കാർ, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, സെക്യൂരിറ്റി ഓഫീസേഴ്സ്, അസംബ്ലി ഹാളിലെ സെക്യൂരിറ്റി നിയമപാലകർ, ലൈറ്റ് ആൻഡ് സൗണ്ട് സംവിധാനം കൺട്രോൾ ചെയ്തു തന്ന ജീവനക്കാരായിട്ടുള്ള നിങ്ങളുടെ ബാക്കിലിരിക്കുന്ന പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിലെ ജീവനക്കാരായിട്ടുള്ള ആളുകൾ, ഹാളിന് ചുറ്റിലുമുള്ള ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ, എല്ലാത്തിനുമുപരി നിയമസഭാ ഹാളിന്റെ പരിചാരകനായി കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഈ ഹാൾ ഇത്രയും വൃത്തിയോടെ സജ്ജീകരിച്ചു തന്ന സംസാര കേൾവി ശേഷിയില്ലാത്ത പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരനായ ഹരികുമാർ സാർ, ഹീസ് ഹിയർ, യു വിൽ സീ ഹിം, യു മേ ബി ദേർ ഹിയർ ഔട്ട്സൈഡ്, എന്നിവർ എല്ലാവർക്കും വലിയ നന്ദി അറിയിക്കുന്നു. അതേസമയം സാർ ഇസ് കമ്മിങ്. താങ്ക് യു. പ്ലീസ് കം സർ. He is not able to talk, but he is able to make. So this made by him, we are very happy. Thank you. You are actually the star of bringing these changes, this program here. Thank you, Harikumar sir, and many all the officers, the bureaucrat people who are standing behind. Can you please show your hands, please, sir, madam? Thank you so much. Lots of thanks to you for this, making of this program very wonderfully happening here. Thank you. And extending warmest thanks to the people who have arranged. Mujib Sakafi from Bimapalli. പല കാര്യങ്ങളും പല പ്രോഗ്രാമുകളും ഒന്നും ആവില്ല, ആരും മിനിസ്റ്ററോ മന്ത്രിയോ ഒന്നും ആവില്ല, എല്ലാം ചെയ്തതിനു ശേഷമായി തീർന്നത് ആരെങ്കിലും. അതിനാൽ തന്നെ നമുക്ക് ഇവിടുത്തെ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളും ചെയ്തിട്ടുണ്ടാവും. ഈ സാക്രിഫൈസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ യു ടു ഗ്രോ. So without you cannot grow. So see things am I able to feel and address sacrifices in my life? No comfortability. Comfortable never bring any changes in us. So no matter what kind of travel or transport you have given to, what kind of accommodations or the health or the food has been given to, but regardless of any kind of these amenities or the facilities, but my intention, my spirit is to be the voice of the voiceless people. So that is the chair. All the chair represent the voice of many number of people of our state. So this has been expected from us, to be the voice of the voiceless people. So if you can show that, if you can serve yourself, serve the society before you serve yourself, then you have the capability to be a leader. So this leadership we have started from. I remember lots of leaders, Dr. APJ, starting from Rameshwaram to be into the many number of achievement. Finally, while he was coming from the Rashtrapati Bhavan, he came with a suitcase with less number of coat and pens, and that's all. And once you passed away, Vincent told goodbye to the majority and joined the majority.
when we have looked at the wealth, whatever he has contributed, it was less. Only big library, number of books, but few sets of resources of bag and clothes and nothing much. Even that has made his home also turned as a library. So that was the kind of leadership we have seen from such people. So every one of you are going to be the answers of in a future world. Okay. So today we are taking a pledge. I myself am turning to be a leader. You are going to be a leader. Or change it. I am not going to be. I am a leader. I am a leader. Where there will be schools you joining in the future, you will not find a person, a student, maybe less, rarely, other than a few people here, have a seat in the parliament or Niyama Sabha here. So you have all the privileges to be a leader. So wherever upcoming campuses, whenever you going through, you have to show the guts to be the leader and bring the changes. These changes is not easy, it's uncomfortable. That you have to make. Inshallah, possibly seeing you everything in the lots of changes in the future. Wishing you all the best. I extend all the thanks and gratitude to every member. And it is not at all possible. Again, I'm back to all the people, Shakira and Yasir sir and many number of people I forgot to mention here, including every members. Let me extend my warmness and sincere thanks. And inshallah, for a time being, we are winding up here. And of course, there were many medias to come over here. And see, this is only will be surviving if the camera, photographs and videographs are surviving over there, right? So this made possible ever through the people who have helped us through media. So I extend my warmest thanks to the media people here. Where are they? Yes, they are still in the process of catching the videograph, extending all the wishes to everyone. Let us, for a time being, let us conclude here today. And we have photograph session, right? No, that's finished. Anything else to be? Thank you. നാഷണൽ ആന്തത്തോടു കൂടി നമ്മുടെ പരിപാടി പിരിയുന്നതിന് മുമ്പായി ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന്റെ വെളിച്ചത്തിൽ IAME സ്കൂൾ പാർലമെന്റിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും ഭരണഘടനാ സംരക്ഷണ പ്രതിജ്ഞ ഇവിടെ ചൊല്ലുകയാണ്. അതിനുവേണ്ടി എല്ലാവരോടും എഴുന്നേറ്റ് നിൽക്കാൻ ആവശ്യപ്പെടുന്നു. ഇന്ത്യ എന്റെ രാജ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യ മതേതര മൂല്യങ്ങളും സംരക്ഷിക്കൽ എന്റെ ധാർമ്മിക ബാധ്യതയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. പൂർവപിതാക്കൾ സ്വപ്നം കണ്ട ഭാരതത്തിന്റെ ഭാസുരമായ ഭാവിക്കു വേണ്ടി എന്റെ ശിഷ്ടജീവിതം സമർപ്പിക്കുമെന്ന് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ ഈ ധന്യഭൂമിയിൽ വച്ച് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. രാജ്യത്തെ വർഗീയമായും വംശീയമായും ധ്രുവീകരിക്കുന്ന ദുശക്തികൾക്കെതിരെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ അംഗീകരിച്ച് ഞാൻ മരണം വരെ പ്രവർത്തിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. Now, national anthem. Team, please come to the mass national anthem. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गादा जनगण मंगल